ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ നടന്നതിനെ പറ്റിയിട്ട് ഉണ്ട്. പക്ഷെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലൊന്നിൽ പോലും ഒന്നിൽ പോലും ഈ പറയുന്ന ഇവരുടെ ഹിസ്റ്ററി, ഇവർ പറയുന്ന പോലത്തെ ഒരു ഹിസ്റ്ററി ഇതിലൊന്നിലും ഇല്ല. ഇതൊക്കെ ആ സ്ഥലം, ഇവർ ഈ പറയുന്ന ആ സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ പറ്റിയിട്ട് വളരെ വ്യക്തമായ എവിഡൻസുകൾ നമുക്കുണ്ട്. ഇപ്പൊ ഈ പറയുന്ന ഖുസ്രോവിനെ പറ്റിയിട്ടായാലും, ഹിറാക്ലസിനെ പറ്റിയിട്ടായാലും, മൗറിസിനെ പറ്റിയിട്ടായാലും, അല്ലെങ്കിൽ ഇയാസ് ഇബിൻ നബി കബീസനെ പറ്റിയിട്ടായാലും, ഈ ലാക്യുമിഡ്സിനെ പറ്റിയിട്ടോ ഗസാനിഡ്സിനെ പറ്റിയിട്ടോ ഇതിനെ പറ്റിയിട്ടൊക്കെ പലതരം എവിഡൻസുകൾ നമുക്കുണ്ട് ആ കാലഘട്ടത്തിൽ. ഏത് ഈ 600കളുടെ തുടക്കം, 600 തൊട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ള ചരിത്രം നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുണ്ട്. അതും ഒക്കെ റിട്ടൺ എവിഡൻസുകളുണ്ട്. പക്ഷെ ഈ ഒരൊറ്റ ഇതിലും ഈ ഇവര് പറയുന്ന ആ കാലഘട്ടത്തിൽ നടന്നു എന്ന് പറയുന്ന ഇവരുടെ ഹിസ്റ്ററി ഇല്ല. അതാണ് അതിൻ്റെ രസം. ഇവർ പറയുന്ന ചില കാര്യങ്ങൾ ഉള്ളത് തന്നെ അത് മറ്റു രീതിയിലാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇവര് അന്ന് നടന്ന ഹിസ്റ്റോറിക്കൽ സംഭവങ്ങൾ പലതും എടുത്തിട്ട് ഇവരുടേതാക്കി മാറ്റിയ കാര്യങ്ങളുണ്ട്. അതല്ലാതെ ഇവർ പറയുന്ന മറ്റുള്ള ഒരു കാര്യവും അന്നത്തെ ഒരു സ്ഥലത്തും റെക്കോർഡ് ചെയ്തിട്ടില്ല. എന്തിന്? 690-കൾക്ക് മുന്നിൽ, അതായത് മുഹമ്മദ് മരിച്ചും 60 വർഷങ്ങൾക്ക് ശേഷം ആണ് ആദ്യമായിട്ട് മുസ്ലിം എന്നുള്ളൊരു വാക്ക് അല്ലെങ്കിൽ ഇസ്ലാം എന്നുള്ളൊരു വാക്ക് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റുന്നത്. ഇത്രയും വലിയ, അതായത് സ്പെയിൻ മുതൽ ഇന്ത്യയുടെ ബോർഡർ വരെ പരന്നു കിടക്കുന്ന ഒരു സാമ്രാജ്യമായിരുന്നെങ്കിൽ, ഒരു തിയോക്രാറ്റിക് രാജ്യമായിരുന്നെങ്കിൽ, ഒന്ന് ആലോചിച്ച് നോക്കുക, അത്രയും വലിയൊരു സാമ്രാജ്യം, സ്പെയിൻ തൊട്ട് ഇന്ത്യയുടെ ബോർഡറുകൾ വരെ ഉള്ള ഒരു തിയോക്രാറ്റിക്, അതായത് ദൈവത്തിന്റെ സാമ്രാജ്യം അല്ലെങ്കിൽ മതാധിഷ്ഠിത സാമ്രാജ്യമായിരുന്നെങ്കിൽ ആ മതത്തിന്റെ പേര് ഒരു തവണയെങ്കിലും, ഇത്രയും വലിയ സാമ്രാജ്യമാണ്, മാത്രമല്ല ഇത്രയും റിട്ടൺ റെക്കോർഡ്സ് ഉണ്ട് ആ രാജ്യത്തിനെ പറ്റിയിട്ട്. പക്ഷെ എന്നിട്ട് പോലും ഒരു സ്ഥലത്ത് പോലും നമുക്ക് ഈ രണ്ട് വാക്കുകൾ കാണാൻ സാധിക്കില്ല. ഇസ്ലാം എന്നോ മുസ്ലിം എന്നോ കാണാൻ സാധിക്കില്ല. വെല്ലുവിളിക്കുകയാണ് ആർക്കെങ്കിലും അതിനു മുന്നുള്ള ഈ രണ്ട് വാക്കുകൾ. അതിനു മുന്നേ 690-കൾക്ക് മുന്നേ ഈ രണ്ട് വാക്കുകൾ എവിടെയെങ്കിലും ഇതുവരെ ഇനി കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഹിസ്റ്ററി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പൊ ഞാനൊരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ് പറയാൻ എനിക്ക് പറ്റില്ല. പക്ഷെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇത്രയും വലിയൊരു സാമ്രാജ്യം, അതൊരു തിയോക്രാറ്റിക് രാജ്യം, ഒരു മതാധിഷ്ഠിത രാജ്യമായിട്ട് പോലും ആ മതത്തിന്റെ പേര് നമുക്ക് ഒരു റെക്കോർഡുകളിലും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു കള്ളത്തരല്ലേ? അതുപോലെ രാജാ ചാക്കോ പാസ്റ്റർ അവരുടെ ഓരോ വിഭാഗത്തെ കുറിച്ചും വ്യക്തമായിട്ട് പറഞ്ഞു. അത് ചാക്കോ പാസ്റ്ററിനോട് ചോദിച്ചത് കൊണ്ട് ആ കാര്യം പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഒരു ഇസ്ലാം വിശ്വാസികളോട് ആ ഒരു ചോദ്യം ചോദിച്ചിരുന്നാൽ അവരെങ്ങനായിരിക്കും മറുപടി പറയുന്നത്? നമ്മുടെ ഒരു കൂട്ടുകാരൻ നേരത്തെ ചാക്കോ പാസ്റ്റർ അടുത്ത് ചോദിച്ചത് ഇസ്ലാമിലെ എത്ര വിഭാഗങ്ങളുണ്ട്, ഏറ്റവും കൂടുതൽ അതിനെ കുറിച്ച് വീര്യത്തോടു കൂടി പ്രവർത്തിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ആ ചോദ്യത്തോടു കൂടിയാണ് അത് വന്നത്. അപ്പം ചാക്കോ പാസ്റ്റർ പല വിഭാഗത്തെ കുറിച്ചും പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഒരു ഇസ്ലാമിക കൂട്ടുകാരനോടാണ് ആ ഒരു ചോദ്യം ഇങ്ങനൊരു ഒരു കാഫർ അല്ലെങ്കിൽ പുറത്ത് ഇസ്ലാം അല്ലാത്ത ഒരു വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ അവര് ചാക്കോ പാസ്റ്റർ പറഞ്ഞതുപോലെ സത്യസന്ധമായ മറുപടി പറയുമോ? ഇല്ല, അവരുടെ ഹിസ്റ്ററി വെച്ചേ മറുപടി പറയുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യാണ്. നമ്മുടെ ചാൾസ് മാർട്ടിൻ ബ്രദർ ജോൺ ഓഫ് ഡമാസ്കസിനെ പറ്റിയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ജോൺ ഓഫ് ഡമാസ്കസ് ദ ഹെറസി ഓഫ് ദ ഇഷ്മാലൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഇതിലാണ് നമുക്ക് ഇസ്ലാമിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ 735, അതായത് മുഹമ്മദ് മരിച്ച് 100 വർഷങ്ങൾക്ക് ശേഷം ആണ് ഈ ഹെറസി ഓഫ് ദ ഫോണ്ട് ഓഫ് നോളജ് എന്ന് പറയുന്ന ബുക്കിൽ ഉള്ള ഒരു ഭാഗമാണ് ഈ ഹെറസകൾ എന്ന് പറയുന്ന ഹെറസ എന്ന് പറഞ്ഞാൽ ഒരു മതത്തിൻ്റെ ഉള്ളിൽ ഉള്ള ഡീവിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സബ് സെക്റ്റുകളെയാണ് ഹെററ്റിക്കൽ വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. അവർ ഒരു മെയിൻ മതം, ആ മതത്തിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന്
വിശ്വാസപരമായി വ്യതിചരിച്ച് നിൽക്കുന്ന വിഭാഗങ്ങളെയാണ് ഹെററ്റിക്കൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ 735 632 ഇദ്ദേഹം മരിക്കുന്നു എന്ന് ഇവരുടെ ചരിത്രത്തിൽ പറയുന്നു. പക്ഷെ ഈ വിഭാഗത്തിനെ പറ്റിയിട്ട് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? ഹെറസെ ഓഫ് ദ ഇഷ്മായിലൈറ്റ്സ്. അവിടെയും ഇല്ല ഇസ്ലാം എന്നുള്ളത്, ഹെറസയാണ്. ഹെറസെ എന്ന് പറഞ്ഞാൽ ഈ ജോൺ ഓഫ് ഡമാസ്കസ് അവിടെ എഴുതുന്നത് ക്രിസ്ത്യാനിറ്റിയിലുള്ള ഹെറസകളെ പറ്റിയിട്ടാണ് എഴുതുന്നത്. ക്രിസ്ത്യാനിറ്റിയിലുള്ള ഹെറസകളെ ഒരുപാട് ഹെറസകളെ പറ്റിയിട്ട് എഴുതിയിട്ട് അതിൽ ഒന്നായിട്ടാണ് ഈ പറയുന്ന ഹെറസെ ഓഫ് ദ ഇഷ്മായിലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത്. അവിടെ മുസ്ലിം എന്നുള്ള വാക്കോ ഇസ്ലാം എന്നുള്ള വാക്കോ ഉപയോഗിച്ചിട്ടില്ല. മാത്രമല്ല അത് ക്രിസ്ത്യാനിറ്റിയുടെ ഉള്ളിലുള്ള ഒരു സെക്റ്റായിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ഹെറസെ എന്ന് പറയില്ലല്ലോ. ഹെറസെ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മതത്തിൽ തന്നെ നിന്ന് പക്ഷെ ആ മതത്തിന്റെ വിശ്വാസങ്ങളിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വിഭാഗം. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ഇത് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു സബ്സെക്റ്റ്. അത് പക്ഷെ പല കാരണങ്ങൾ, പൊളിറ്റിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ മതത്തിൽ നിന്നും പതുക്കെ ഡീവിയേറ്റ് ചെയ്ത് മാറി പിന്നീട് ആണ് ഇത് ഒരു ഇൻഡിപെൻഡന്റ് മതമായിട്ട് മാറുന്നത്. അപ്പോൾ ജോൺ ഓഫ് ഡമാസ്കസിന്റെ കാലത്ത് പോലും അതിനെ വിളിച്ചിരുന്നത് ഹെറസെ എന്നാണ്. ഹെറസെ. അല്ലാണ്ട് അതൊരു ഇൻഡിപെൻഡന്റ് മതമായിട്ടല്ല അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത്. ജോൺ ഓഫ് ഡമാസ്കസിനെ പോലെ വിവരവും ബുദ്ധിയും അറിവുമുള്ള ഒരു വ്യക്തി അങ്ങനെ അറിയാതെ ഇതിനെ പറ്റിയിട്ട് എഴുതില്ല. ജോൺ ഓഫ് ഡമാസ്കസിനെ പറ്റിയിട്ട് നമുക്കറിയാം. ഇത്രയും ആ കാലഘട്ടത്തിലുള്ള ഏറ്റവും മെയിൻ ബുദ്ധിമാന്മാരിൽ അല്ലെങ്കിൽ വിവരമുള്ള അറിവുള്ള വ്യക്തികളിൽ ഒരാളാണ് ജോൺ ഓഫ് ഡമാസ്കസ്. ജോൺ ഓഫ് ഡമാസ്കസ് ഇതിനെ വിളിക്കുന്നത് ഹെറസെ എന്നാണ്, അല്ലാണ്ട് ഇതിനൊരു ഇൻഡിപെൻഡന്റ് മതമായിട്ടല്ല. ഈവൻ അബ്ദുൾ മാലിക്കിന്റെ കാലഘട്ടം കഴിഞ്ഞിട്ട് പോലും, അബ്ദുൾ മാലിക്കിന്റെ കാലഘട്ടം 705 തീർന്നു, മരിച്ചു. എന്നിട്ട് പോലും ആ 35 പോലും ജോൺ ഓഫ് ഡമാസ്കസ് വിളിക്കുന്നത് ഹെറസെ എന്നാണ്, അല്ലാണ്ട് ഒരു ഇൻഡിപെൻഡന്റ് മതം എന്നല്ല, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിക്ക് എതിരായിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് മതം എന്നല്ല. അപ്പോൾ ഈ പിന്നീട് അബ്ബാസിഡുകൾ 749 അബ്ബാസിഡുകൾ ഉമയാദുകളെ തകർത്തിട്ട് ഭരണം പിടിച്ചെടുക്കുന്നത്. ഈ അബ്ബാസിഡുകളുടെ കീഴിലാണ് ഇതൊരു പ്യുവർ ഇൻഡിപെൻഡന്റ് മതമായിട്ട് മാറുന്നത് ഈ 749 ശേഷമാണ്. 750 എന്ന് വേണമെങ്കിൽ വിളിക്കുക, കാരണം 749 അബ്ബാസിഡുകൾ കയറുന്നത്. അപ്പോൾ 750 ശേഷമാണ് നമുക്ക് ശരിക്ക്, അതിന് മുന്നേ തന്നെ ഇതിനൊരു എന്താ പറയുക, കുറേ വ്യത്യാസം മാറി വന്നിട്ടുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ ഒരു പ്യുവർ ഇൻഡിപെൻഡന്റ് മതമായിട്ട് മാറുന്നത് അബ്ബാസിഡുകളുടെ കാലഘട്ടത്തിലാണ്. ജോൺ വാൻസ്ബ്രോ എന്നൊക്കെ പറയുന്ന വലിയ സ്കോളേഴ്സ് ഉണ്ട് ഇതിനെപ്പറ്റി, റിവിഷനിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ആണ് ഇവരൊക്കെ. ജോൺ വാൻസ്ബ്രോ, ഗുണ്ടർ ലുള്ളിങ്, പിന്നെ തിയോഡോർ നോൾഡക്, ഇങ്ങനെയുള്ള ആൾക്കാരുടെ ബുക്കുകൾ നമുക്ക് കിട്ടുകയാണെങ്കിലും, കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ തിയോളജിക്കൽ ഇതിനെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷെ ശരിക്കും ഇവരെ അറ്റാക്ക് ചെയ്യേണ്ടത് ഇവരുടെ ഈ ഹിസ്റ്ററിനെയാണ് അറ്റാക്ക് ചെയ്യേണ്ടത്. കാരണം ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ കൊമ്പുകളാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്, കൊമ്പ് വെട്ടി ഒതുക്കുക ചെയ്യുന്നത്. പക്ഷെ ഹിസ്റ്റോറിക്കൽ ഡീബങ്കിങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വെട്ടുന്നത് കടയാണ്. കാരണം പിന്നെ എക്സിസ്റ്റൻസ് ഇല്ല. കാരണം ഹിസ്റ്റോറിക്കലി നമ്മൾ ഇതിനെ ഡീബങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സാധനം അവിടെ ഇല്ല, അത് പൊളിഞ്ഞു. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. യേശു ക്രിസ്തു ജീവിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാക്കി നമ്മുടെ അടുത്ത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്നുവെച്ചാൽ സംശയമല്ല, പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യാനിറ്റിക്ക് നിലനിൽപ്പുണ്ടോ? ഇല്ല. അതിനാണ് ജീസസ് മിത്ത് എന്നൊക്കെ പറയുന്ന കുറേ വിഭാഗങ്ങൾ 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടായി വന്നത്. പക്ഷെ അവരൊക്കെ തകർന്ന് തരിപ്പണായി. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ബ്രാഞ്ചസ് വെട്ടുന്നത് നല്ല കാര്യം തന്നെയാണ്, വെട്ടി ഒതുക്കി അതിനൊരു വൃത്തിയാക്കി എടുക്കുന്നത് നല്ല കാര്യം. പക്ഷേ കട വെട്ടുന്നതാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗം. അപ്പം നമ്മൾ ഇടയ്ക്ക് ഈ പറയുന്ന വ്യക്തികളുടെ ഒക്കെ ബുക്കുകളൊക്കെ ഒന്ന് വായിക്കുക. ജോൺ വാൻസ്ബ്രോ ഏറ്റവും ഫേമസ് ആണ്, ജോൺ വാൻസ്ബ്രോ, തിയോഡോർ നോൾഡക്, ഗുണ്ടർ ലുള്ളിങ്, പിന്നെയുണ്ട് കുറേ പേരുണ്ട്. അവരുടെയൊക്കെ ബുക്കുകൾ വായിച്ചാൽ അവരാണ് ഇതിനെങ്ങനെ എന്താ പറയുക, ചൂഴ്ന്ന് ഉള്ളിലേക്ക് പോയി ഇതിൻ്റെ കട മാന്തിക്കൊണ്ട് അതിൻ്റെയൊക്കെ തുടക്കക്കാർ അവരാണ്. ഇന്ന് അതൊക്കെ കുറേ മുന്നോട്ട് പോയി.
ഇന്ന് റോബർട്ട് ഹോയ്ലൻഡ്, ടോം ഹോയ്ലൻഡ് അല്ല ടോം ഹോയ്ലൻഡ്, റോബർട്ട് ഹോളൻഡ്, അങ്ങനെ കുറെ ആൾക്കാർ ഇതിന്റെ പിന്നിൽ തന്നെ നടന്ന് ഇതിനെ ശരിയാക്കുന്നുണ്ട്. ഓക്കെ. അപ്പം താഴെ ഇരിക്കുന്നവർക്ക് മുകളിലേക്ക് കടന്നു വരാം കേട്ടോ. നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുമ്പം രാജാപുരോ കൊടുത്തോട്ടം പാസ്റ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ആരായിരുന്നാലും നിങ്ങളുടെ സംശയങ്ങൾ തീർക്കും. പറഞ്ഞത് കറക്റ്റ്. കമാൽ പാഷയെ കുറിച്ചാണ് പറഞ്ഞത്. ഉന്നത വിദ്യാഭ്യാസമുള്ള വ്യക്തി, ഉന്നത പദവിയിലിരുന്ന വ്യക്തി. ആ വ്യക്തിയാണ് മറ്റ് രാജ്യത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ പ്രസംഗിച്ചതാണ്. ഇസ്ലാമിക ശരിയ നിലനിൽക്കുന്ന സ്ഥാനത്ത് ആ ശരിയപ്രകാരം പ്രവർത്തിക്കണം. അതില്ലാത്ത സ്ഥാനത്ത് മുഹമ്മദ് പറഞ്ഞതുപോലെ തക്കി അടിച്ചു വേണം നിൽക്കാൻ. വിശുദ്ധ കള്ളം. പക്ഷെ എപ്പോഴും ഒരു ദീൻ അവർ നിൽക്കുന്ന സ്ഥലം മുഴുവൻ ആകാൻ വേണ്ടി പ്രവർത്തിക്കണം. അതിനാണ് തക്കി അടിക്കുന്നത്. അപ്പൊ നല്ല വിദ്യാഭ്യാസം ഉള്ളവരുണ്ട്, ശരിയാണ്. പക്ഷെ ഈ ഉസ്താദുമാർക്കൊക്കെ എങ്ങനെയാണെന്നുള്ള പദവി എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അതിന്റെ പണ്ഡിതന്മാർക്ക് അതൊക്കെ വളരെ വ്യത്യാസം പണ്ഡിതന്മാരാണോ? അതിനും കൂടി ഒരു മറുപടി പറയൂ രാജാപുരന്. അല്ല അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മുകളിലേക്ക് വന്നൊന്ന് മറുപടി പറയും. നമ്മുടെ മെഹരീഷ് എന്ന് പറഞ്ഞതുപോലെ കൂട്ടുകാരനെ പോലെ വളർന്നു വന്ന ഉസ്താദക്കന്മാരായി തീരുന്നതാണോ? അതോ വിദ്യാസമ്പന്നരായിട്ടുള്ള വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് ഈ ഭാഗത്തേക്ക് വന്നവരാണോ? അപ്പൊ ചോദിച്ച കാര്യം ഇവർക്ക് തിരിച്ചു ചോദ്യമൊന്നുമില്ല. ഇവര് സ്വയം അതായത് ബ്രെയിനകത്തൊന്നും ചിന്തിക്കത്തില്ല. മറ്റുള്ളവർ പറഞ്ഞു, അതായത് അവിടെ ഉസ്താദുമാരോ പണ്ഡിതന്മാരെ ഇപ്പൊ എല്ലാം മെഹരീഷ് തള്ളിക്കളഞ്ഞു. അമ്മാരുടെ അടുത്ത് പോകാൻ പറയാൻ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണ് മെഹരീഷ് പറഞ്ഞത്. പണ്ഡിതന്മാരെ അമ്മാരടുത്ത് പോകാൻ പറയാൻ. ഇനി എന്നാണ് ഖുറാനാണോ അത് പോകാൻ പറയുന്നത് എന്നാണെന്നാണ് കാത്തുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. അടുത്ത സമയങ്ങളിലെങ്ങാണോ അത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും സംശയമുള്ളവർക്ക് മുകളിലേക്ക് കടന്നു വരാം. അപ്പൊ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ കഴിയുമല്ലോ. ഞാൻ പറഞ്ഞത് ശരിയാണോ രാജാപുര? അതെ കറക്റ്റ്. ഏകദേശം 3:30 മണിയോളം ആയി. മെഹരീഷിനെ നമുക്ക് കുറച്ചേരം എടുക്കാറുണ്ട്. ഇപ്പൊ വന്നിട്ട് കൈ ഉയർത്തിയില്ല. മെഹരീഷൻ ക്ഷീണിച്ചെന്ന് തോന്നുന്നു. ഈ മെഹരീഷ് ഇസ്ലാമിന്റെ ഒരു പരിച്ഛേദമാണ്. മെഹരീഷ് ആണ് അവരെ സിംബലൈസ് ചെയ്യുന്നത്. ഇവര് മുഹമ്മദിനെ പിടിച്ചു നിർത്തുന്നത് മെഹരീഷാണ്. മെഹരീഷാണ് ഇപ്പൊ മുഹമ്മദിനെ പിടിച്ചു നിർത്തുന്നത്. ഹദീസുകളും തള്ളും, ഖുറാനും തള്ളും. ക്രമേണ തള്ളാതിരിക്കാനൊക്കത്തില്ലാത്ത അവസ്ഥയിലേക്കാണ് നമ്മളിവരെ ആ ഒരു കോർണറൈസ് ചെയ്യുന്നത്. അപ്പം ഇവർക്കിത് തള്ളാതിരിക്കാനൊക്കത്തില്ല. പണ്ഡിതന്മാരെയൊക്കെ തള്ളി ഹദീസുകൾ തള്ളും, പിന്നെ ഖുറാനും തള്ളും. അപ്പം അതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മെഹരീഷ് വന്നിട്ടുണ്ട്. രാജാഭാർ എന്താ പറയുന്നത്, സംസാരിക്കുന്നുണ്ടോ? ഞാനേ അങ്ങനെ ഈ മെഹറിഷിനോട് സംസാരിക്കുമ്പോ നമുക്ക് കുറച്ച് ഒച്ച കൂട്ടി സംസാരിക്കണം. ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം എനിക്ക് അങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കാൻ പറ്റുന്ന. ശരി. പിന്നെ ചിലപ്പോ കുറച്ച് റെസ്റ്റ് എടുക്കുകയാണെങ്കിലാ. അല്ലല്ല അലംബേറുണ്ടോ? അലംബേർ ഇല്ലേ? അച്ഛൻകുഞ്ഞെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞോളൂ കൂട്ടുകാരാ. നമസ്കാരം. ഇവിടെ ഈ ക്ലബ് ഹൗസ് വരുന്നതിന് മുമ്പ് പിന്നെ യേശുവിനോ യഹോവക്കോ ഒരു തെറിയും ഒരു അപവാദവും അല്ലെങ്കിൽ ബൈബിളിലുള്ള കാര്യം പോലും ആർക്കും അങ്ങനെ പറഞ്ഞു നടക്കുകയോ അവരെ കുറിച്ച് അപവാദം പറയുകയോ അവര്
കെട്ടിത്തൂക്കിന്നോ കുരിശി കയറിന്നോ അങ്ങനത്തെ ആ വക സംസാരങ്ങളൊന്നും ഇല്ലായിരുന്നു. നിങ്ങളെ റൂം, അച്ഛൻ കുഞ്ഞിന്റെ റൂം ഈ 3 വർഷമായിട്ട് ഇവിടെ കൊണ്ട് എന്നിരിക്കുന്നുവോ അന്ന് മുതലാണ് ഇസ്ലാം മത വിശ്വാസികളായ എന്നെ പോലത്തെ സാധാരണക്കാർ പോലും ബൈബിൾ തുറന്ന് വായിക്കുകയും അതിലുള്ള എല്ലാവിധത്തിലുള്ള കാര്യങ്ങളും ജനങ്ങളോട് വിളിച്ചു പറയുകയും ചെയ്തത്. ഇന്ന് ഫേസ്ബുക്ക് നോക്കി ആദ്യം യേശുവിനെ കുറിച്ച് ഒന്നും ആരും പറയില്ലായിരുന്നു. യഹോവയെ കുറിച്ച് ആരും ഒരു അപവാദവും അല്ലെങ്കിൽ ഉള്ള കാര്യം പോലും പറയില്ലായിരുന്നു. ഇപ്പോൾ എന്തായി? എല്ലാവരുടെ അടുത്ത് അലക്കാൻ തുടങ്ങി. ഈ ഇസ്ലാമിനെ കുറിച്ചുള്ള അപവാദം ഇന്നും ഒന്നിനും തുടങ്ങിയതല്ല. എതിരാളികൾ പറയുന്നത് അത് 1400 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തുടങ്ങിയിട്ടുള്ള കാര്യം ഇപ്പോഴും തുടരുന്നു. അതിൽ അത്ഭുതമില്ല. പക്ഷേ എന്നാൽ അച്ഛൻ കുഞ്ഞിന്റെ റൂമിനെ കൊണ്ടുള്ള ഉപകാരം എന്താണ്? അഥവാ പെന്തക്കോസ്ത് സഹോദരങ്ങളെ കൊണ്ടുള്ള ഉപകാരം ക്രൈസ്തവർക്ക് ലഭിച്ചത് യേശുവിനെയും യഹോവയെയും നിരന്തരം വേട്ടയാടുന്നു, നിരന്തരം അവരെ തെറി പറയുന്നു, നിരന്തരം അവരുടെ ഉള്ള കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ജനങ്ങൾക്ക് ബൈബിൾ തുറക്കാൻ ഭയമായി. വിശ്വാസികൾക്ക് പോലും ബൈബിൾ എന്ന് കേട്ടാൽ ഭയമായി. ഇതിന് കാരണക്കാരൻ അച്ഛൻ കുഞ്ഞും ഈ റൂമും ഈ പെന്തക്കോസ്തുകാരുമാണ്. എന്നാൽ കത്തോലിക്കർ വളരെ ശാന്ത സ്വഭാവക്കാരാണ്, സമാധാനപ്രിയരാണ്. അവർ ആർക്കും വിരോധമില്ല. അവർ നല്ലപോലെ ജീവിക്കുന്നു, ആരെയും തെറി പറയുന്നില്ല, മറ്റു മതങ്ങളിലേക്ക് കടന്നു ചെന്ന് തെറി പറയുന്നില്ല. അവർ ശാന്ത സ്വഭാവക്കാരായി ക്രൈസ്തവരുടെ അഭിമാനം കാത്തുകൊണ്ട് കത്തോലിക്കർ ജീവിക്കുമ്പോൾ പെന്തക്കോസ്തുകാർ എന്ത് ചെയ്യുന്നു? ഒരു മതത്തെയും ആ മതത്തിന്റെ ആളുകൾ ഇഷ്ടപ്പെടുന്ന പ്രവാചകനെയും കരിവാരിത്തേക്കാൻ മനഃപൂർവ്വം നിങ്ങൾ വളച്ചൊടിക്കുന്നു, കോട്ടിമാറ്റുന്നു. എന്നിട്ട് എന്താ ഫലം? നിങ്ങളുടെ യേശുവിനെ ഞങ്ങൾ കുരിശിൽ കയറ്റി, യഹോവയെ ഞങ്ങൾ ഏറിലാക്കി, പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വേലി അടിക്കുന്നു. അതുകൊണ്ട് ക്ലബ് ഹൗസ് സംസാരിച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം. അത് ആള് ഫ്രീ ആയിട്ട് സംസാരിക്കും. ഇപ്പം 4 മിനിറ്റ് ആയി. ബാക്കി എന്തെങ്കിലും പറയാനുണ്ടെ പറയട്ടെ. മനസ്സിലാ പറഞ്ഞു തീർക്കട്ടെ സഹോദര, കുറച്ചപ്പോ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു മോന് പെട്ടെന്ന് പറഞ്ഞു തീർക്കണം കേട്ടോ. 30 സെക്കൻഡ് സമയം വരും. 30 സെക്കൻഡ് സമയം തീർക്കണം. വിഷയമല്ല ഇവിടെ. അല്ല, നിങ്ങളുടെ റൂമിൽ കാണിക്കുന്ന അതേ മര്യാദയാണ് തിരിച്ചങ്ങോട്ടും കാണിക്കുന്നുള്ളൂ. പറയട്ടെ നിങ്ങൾ ഒരു വിഭാഗം കൊണ്ട്, അഥവാ പെന്തക്കോസ്തി അച്ഛൻ കുഞ്ഞിന്റെ റൂമും കാരണം മാത്രമാണ് യേശുവും യഹോവയും ഇത്രയും തെറിയും തമ്മാടിത്തരവും കേൾക്കേണ്ടി വന്നത്. യേശുവിനെ കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു. ഒരു കവിളത്തടിച്ചാൽ മറു കവിൾ കാണിക്കണം എന്നായിരുന്നു പഠിപ്പിച്ചത് എന്നായിരുന്നു എല്ലാ മതവിശ്വാസികളുടെയും വിശ്വാസം. യേശു പാവമാണ്, ശാന്തനാണ്, സമാധാനപ്രിയനാണ് എന്നായിരുന്നു ഇതുവരെ. ക്ലബ് ഹൗസ് തുടങ്ങും വരെ ജനങ്ങൾ മുഴുവൻ വിശ്വസിച്ചിരുന്നു. അങ്ങനെയായിരുന്നു. ഞാൻ എന്തായിരുന്നു വിശ്വസിച്ചിരുന്നത്? ക്രൈസ്തവർ അത്യാവശ്യം പണമുള്ളവർ, നല്ല സമ്പാദ്യമുള്ളവർ, നല്ല വിദ്യാഭ്യാസമുള്ളവർ, നല്ല സംസ്കാരമുള്ളവർ എന്നുള്ള ചിന്ത മാറാൻ കാരണമായത് പെന്തക്കോസ്തുകാരാണ്. അവരുടെ യഥാർത്ഥ മുഖം, ക്രൈസ്തവർ ആരാണോ അവരുടെ യഥാർത്ഥ മുഖം ഈ ക്ലബ് ഹൗസ് തുറന്നതോടുകൂടി ജനങ്ങൾക്ക് മനസ്സിലായി. കാരണം പെന്തക്കോസ്തുകാർ. പക്ഷെ കത്തോലിക്കർ ഇപ്പോഴും ജീവിക്കുന്നത് സമാധാനത്തോടെയും ശാന്തിയോടെയുമാണ്. അവർ ആ ക്രൈസ്തവതയുടെ ആ ഒരു ഇത് കീപ്പ് ചെയ്തുകൊണ്ട്, ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് ഇപ്പോഴും ജീവിക്കുമ്പോൾ പെന്തക്കോസ്തുകാർ തെറിയും തെമ്മാടിത്തരവും പറഞ്ഞ് മറ്റു മതങ്ങളെ ഇല്ലാ കഥകൾ പറഞ്ഞ് ആക്രമിക്കാൻ നിങ്ങൾ യേശു പഠിപ്പിച്ചിട്ടുണ്ടോ? പക്ഷേ ഞങ്ങൾ സാധാരണക്കാരായ എന്നെ പോലത്തെ കുട്ടികൾ പോലും അല്ലെങ്കിൽ യുവാക്കൾ പോലും ബൈബിൾ തുറന്ന് വായിക്കുകയും അതിലുള്ള അബദ്ധങ്ങളും അതുകൊണ്ട് ഞാൻ മൈഗ്രേഷനോടൊന്ന് മാറി വരുവാണ്. അതുകൊണ്ട് ഇനി മുതൽ അച്ഛൻ കുഞ്ഞ ഈ റൂം ഇടാൻ പാടില്ല. ഇത്രയും പറഞ്ഞത് മതിയെന്ന് നിർത്തിക്ക്. പറയണ്ടേ? മതി നിർത്തണം. നിർത്ത് മതി അവിടെ നിർത്ത്. ഞാൻ പറയാത്ത പറയല്ലോ. നിങ്ങൾ റൂം ഇട്ടത് കൊണ്ട് നിങ്ങൾ പറയാത്തല്ല. അല്ല, എന്ത് 20 മിനിറ്റ് തരണമെന്നോ? അല്ല, 10 സെക്കൻഡ്. മൈക്ക് എടുക്കരുത്. ഇനി മൈക്ക് എടുക്കരുത്. 10 സെക്കൻഡ് അച്ഛൻ കുഞ്ഞ, 10 സെക്കൻഡ് ലാസ്റ്റ് വേർഡ്. 10 സെക്കൻഡ് അല്ല, 1 മിനിറ്റ് പോലും തരുന്നില്ല. ഇനി ഞങ്ങൾ ഇത്രയും നേരം പോയിട്ട് ഒരു സെക്കൻഡ് ആരാണ് സംസാരിക്കുന്നത്? മോനുവിന്റെ അടുത്ത് ആരാണ്? 5 മിനിറ്റ് 6 മിനിറ്റ് കഴിഞ്ഞു. ആ 6 മിനിറ്റിന് 18 മിനിറ്റ് ആരൊക്കെയാണ് സംസാരിക്കുന്നത്? അവർ സംസാരിച്ചതിന് ശേഷം പിന്നെയാണ് അടുത്ത ആൾക്കാർ എടുക്കുന്നത്. മോനും മിണ്ടായിരിക്കാ.
അതോ ഒരു എത്ര ഒരു 6 കൺക്ലൂഡ് മിനിറ്റ് പറ്റുമോ? കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്ക് ആൻസർ പറയണ്ടേ? ഒരു 10 സെക്കൻഡ് കൊണ്ട് കൺക്ലൂഡ് ചെയ്തോളാം. വേണ്ട, ഇനി ചെയ്യാൻ എന്തിരിക്കുന്ന? 6 മിനിറ്റ് പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ക്വസ്റ്റ്യൻ വല്ലതും 6 ചോദിച്ചിട്ട് മിനിറ്റിന് പിന്നെ ഒരു 10 ഇതെന്താ 10 സെക്കൻഡ് തരാൻ സെക്കൻഡ്? പറ്റിയ അച്ഛൻകുഞ്ഞെ, ഒരു 10 സെക്കൻഡ് ആ, തന്നാൽ ഒരു മതി. 10 സെക്കൻഡ് പത്ത് നരേന്ദ്ര സെക്കൻഡ് ഉത്തരം ഒരു 10 അല്ലല്ല സെക്കൻഡ് അതല്ല നമുക്ക് നിർത്തവിടെ. അല്ല 10 സെക്കൻഡ് സംസാരിച്ചോട്ടെ. 10 സെക്കൻഡ് സംസാരിച്ചോട്ടെ. ഓക്കെ, സംസാരിക്കുക 10. ഓക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ റൂം ഇടാതിരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ റൂം ഇട്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് കരുതാനോ നിങ്ങൾ നിൽക്കണ്ട. നിങ്ങൾ റൂം ഇട്ടത് കൊണ്ട് ഞങ്ങൾക്ക് ഉപകാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ തുടർന്നു കൊള്ളുക, നിങ്ങളുടെ വിഷയങ്ങൾ 12 തുടർന്നു സെക്കൻഡായി. കൊള്ളുക. 12 സെക്കൻഡ് ഒരു 12 നിമിഷം സെക്കൻഡായി. യാതൊരു മതിയല്ലോ. വിഷമവുമില്ല. ഒരു നിമിഷം നിങ്ങൾ റൂം നിർത്ത്. ഇടുന്നത് കൊണ്ട് പൊന്നു ഞങ്ങൾക്ക് സഹോദരൻ യാതൊരു നിർത്തിക്ക്, വിഷമവുമില്ല നിർത്തിക്ക്. എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. Yes. ഒരു ക്ലിയറായി. നിമിഷം ഓക്കെ, ഒരു ഇനി നിമിഷം മൈക്ക് മോനു എടുക്കണ്ട. മോനു ഇനി നിർത്ത്, മൈക്ക് മോനു എടുക്കണ്ട. നിർത്ത്. മോനു ഇനി മൈക്ക് എടുക്കണ്ട. ഓക്കെ, കൊടുത്തോട്ടം നിന്നോട് പാസ്റ്റർ പറയുന്നുണ്ട്. കൊടുത്തോട്ടെ പാസ്. പറയാം. ഈ സുഹൃത്ത് പറയുന്നത് ഇടയ്ക്കേറില്ലേ, ഈ ഈ സുഹൃത്ത് മോനു എന്താണ് പറയുന്നത്? ഞങ്ങൾ റൂമിട്ടുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമില്ലെന്നും. ഞാൻ നഷ്ടം കാണിച്ചു തരാം, ബോധ്യപ്പെടുത്തി തരാം. ക്ലബ് ഹൗസിൽ നിങ്ങളുടെ ഗ്രൂപ്പുകളായിരുന്നു ഏറ്റവും ശക്തം. 500 പേര് 600 പേര് അതിൽ കൂടുമായിരുന്നു. അന്നത്തെ പ്രധാനപ്പെട്ട റിസോഴ്സ് പേഴ്സൺസ് ആരാന്നറിയോ? ആരിസ് മദനി, MM അക്ബർ, അതുപോലെ മുഹമ്മദ് ഈസ, നിങ്ങളുടെ പുകൾപ്പെട്ട കക്ഷികളായിരുന്നു. ഇന്നിപ്പോൾ നിങ്ങളുടെ ഒരു റൂമിൽ എത്ര പേരുണ്ട്? നഷ്ടമല്ലേ അത്? രണ്ടാമത്, നിങ്ങളുടെ മെയിൻ പുള്ളികളെല്ലാം ഇപ്പോൾ എവിടെ? ചർച്ചയ്ക്ക് വരുന്നുണ്ടോ? വന്നാൽ തന്നെ കേൾക്കാൻ ആളുണ്ടോ? 3, നഷ്ടം ഇനിയും കേൾക്കണോ? നിങ്ങൾ ഇതിന് ശേഷം ഉണ്ടായ കാര്യങ്ങൾ MM അക്ബർ പറയുന്നുണ്ട്. മുസ്ലിം യുവതകൾക്കിടയിൽ ഒരു അപകർഷതാബോധം മുഹമ്മദിനെ കുറിച്ച്. കേൾക്കണോ? ഞാനിപ്പോൾ കേൾപ്പിച്ചു തരാം വേണമെങ്കിൽ. നഷ്ടം അടുത്ത് കേൾക്കണം. നമ്മുടെ അലിയാർ കാസിമി വക. ഇനിയുള്ള കാലത്ത് നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം കുട്ടികൾ ഹദീസ് നിദാന ശാസ്ത്രമൊന്നും പഠിക്കുന്നില്ല. സോഷ്യൽ മീഡിയ വല്ലാത്ത ചതിവുണ്ടാക്കുന്നു. നഷ്ടം ഇനിയും കേൾക്കണം. ഇസ്ലാമിനെ സമൂഹത്തിൽ വഴിതെറ്റിച്ചതും ഇസ്ലാമിനെ കുറിച്ച് അപകീർത്തി വരുത്തുന്നതിനും പിന്നിൽ MM അക്ബറാണെന്ന്, മുഹമ്മദ് ഈസയാണെന്ന് സുന്നി പണ്ഡിതന്മാർ വീഡിയോ പുറത്തിറക്കുന്നു. ഇനി മുജാഹിദുകൾക്കിടയിൽ നിന്ന് ആളുകൾ 2 കഷണമായിട്ട് ഇതിനോട് ബന്ധപ്പെട്ട് മുമ്പേ വിഭജനമൊക്കെ ഉണ്ട്, അത് പോട്ടെ, വിഭജിക്കപ്പെട്ട് അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് നിച്ചൗട്ട് ട്രൂത്ത് 2 എണ്ണം ഉണ്ടാക്കിയിരിക്കുന്നു. ഇനി 1 തൃശ്ശൂർ കേന്ദ്രീകരിച്ചും 2 നമ്മുടെ പഴയ പലാരിവട്ടം കേന്ദ്രീകരിച്ച് നിൽക്കുന്നു. വൈറ്റില. ഇനി അടുത്ത കേൾക്കണോ? ഇവർ തമ്മിൽ യോജിപ്പില്ലാതെ 2 ധ്രുവങ്ങളിൽ പോയി നിന്നുകൊണ്ട് ആഭ്യന്തരമായിട്ട് ചർച്ച ചെയ്യുന്നു. ഇനി അടുത്തത്, ഞങ്ങളുടെയൊന്നും റൂമുകളിൽ കയറി പോകരുത്, കയറിപ്പോയി കഴിഞ്ഞ ഏതാണ്ട് പ്രയാസമാവെന്ന് പറയുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരം ക്ലബിൽ സംസാരിക്കാനുള്ളത് നിങ്ങളുടെ പാണ്ഡിത്യം പോയിട്ട് സാമാന്യ ജ്ഞാനമില്ലാത്ത കുറേ കൊച്ചു പിള്ളേരാണ്. ഇനി അടുത്ത കേൾക്കണം. ഇവിടെ ഈ ചർച്ചകൾക്ക് ശേഷം എത്ര ആളുകൾ എക്സ് മുസ്ലിങ്ങളായി എന്ന് പഠിക്കുക, ഇസ്ലാം വിട്ടു എന്ന് പഠിക്കുക. കണക്കൊക്കെ വേണേൽ ഞാൻ തരാം, കുറെ പേരെ പേര് പറയാം, പക്ഷെ അത് നിങ്ങൾക്കറിയാം ആളുകൾ. അതുകൊണ്ട് ഞാൻ 1 ലക്ഷം രൂപ തരാം. പേര് പറഞ്ഞാൽ 1 ലക്ഷം രൂപ. നിങ്ങളെ പ്രസംഗം കേട്ട് മതം മാറിയ ഒരാളെ പേര് പറഞ്ഞ 1 ലക്ഷം രൂപ. ഈ അത് നമുക്ക് മോനു അല്ലല്ലേ, എനിക്ക് 1 ലക്ഷം ഒന്നും പറഞ്ഞു വേണ്ട. കഴിഞ്ഞിട്ട് പറയൂ. എനിക്ക് 1 ലക്ഷം ഒന്നും വേണ്ട. എന്നോട് ചോദിച്ചാൽ പേര് പറയാൻ ഒരു മടിയില്ല. അത് ഇവിടെ പറയുന്നില്ലെന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഇരിപ്പുണ്ടായിരുന്നല്ലോ ഇവിടെ ഒരാൾ, എത്രയോ തവണ ഇത് വിട്ടിട്ട് ഈ സാധനം വിട്ടു. എന്നോട് പറഞ്ഞ കേൾക്കണം. എന്നോട് പറഞ്ഞത്, ഇത്ര നാൾ ഇത്രയും നീചനായ ഒരുത്തനെയാണ് ഞാൻ പ്രവാചകൻ എന്ന് കരുതി കൊണ്ടു നടന്നതെന്നാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇത്രയും നീചനും നികൃഷ്ടനും ആയ ഒരു മനുഷ്യനെ എന്നിട്ട് പറഞ്ഞ നിങ്ങളുടെ പ്രസംഗം പേര് പറഞ്ഞു. അപ്പൊ മാച്ചാവും നീചനും നികൃഷ്ടനുള്ളത്. നിങ്ങൾ മോനുനെ അവന് താരെ ഇറക്കി വെച്ചേ കുറച്ചു നേരത്തേക്ക്, അത് കഴിഞ്ഞ് മോലോട് കേട്ട. അതാണല്ല ഞാൻ സംസാരത്തിൽ നിങ്ങളുടെ യേശുവിനെ തെറി പറഞ്ഞോ, നീചൻ എന്ന് പറഞ്ഞോ? ഞാൻ ഇവിടെ വസ്തുത പറഞ്ഞു. നിങ്ങൾ എന്താ പറയാൻ ശ്രമിക്കുക? അതാ നിങ്ങളുടെ സംസ്കാരം. ഇവനെ താരെ ഇറക്കി വിടാ. വാക്കിന് മര്യാദ വേണ്ടേ? നിങ്ങൾ പാസ്റ്റർ അല്ലേ, വാക്കിന് മര്യാദ കാണിക്ക്. അല്ല സൗരം ഉണ്ടായിരിക്കുന്നേ. അല്ല, അന്യമതസ്ഥന്റെ നേതാക്കന്മാരെ ബഹുമാനിക്കാൻ പഠിക്ക് ആദ്യം. ഒരാവശ്യം മുഹമ്മദിനെ ബഹുമാനിക്കേണ്ട ഒരു ബാധ്യത എനിക്കില്ല. ഒരു സ്ത്രീലമ്പടനെ മറ്റുള്ളവർ ബഹുമാനിക്കണം. നമ്മൾ എന്താ പറയുന്നത്? നിങ്ങൾ എന്താ ഈ പറയുന്നത് സുഹൃത്തെ? നിങ്ങൾ നിക്ക് ഞങ്ങൾ എന്തിനാ ബഹുമാനിക്കുന്നത്? അങ്ങനെയാണെ ഞങ്ങൾ പോയിട്ട് ഗുർമി എന്ന് പറഞ്ഞ സ്വാമിയുണ്ട് ജയിലിൽ കിടക്കുന്നത്, അയാളെ ബഹുമാനിക്കണോ? 5000 കോടിയുടെ തട്ടിപ്പ് നടത്തി
കൊച്ചി 2 പെമ്പിള്ളേരെയും പിടിച്ചിട്ട് ഒരു സ്വാമി പോയിട്ട് സച്ചാ സൗദ എന്ന് പറഞ്ഞ ആ സ്ഥാപനം നടത്തിയിട്ട് ഇപ്പൊ ജയിലിൽ കിടക്കുകയാണ്. അയാളെ ഞങ്ങൾ ബഹുമാനിക്കണോ? ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. അതിലും താഴെയല്ലേ മുഹമ്മദിന്റെ നിലവാരം? എന്താ നിങ്ങൾ മുഹമ്മദിന്റെ നിലവാരം പറ. നിങ്ങളങ്ങ് ബഹുമാനിച്ചാൽ മതി. ഞങ്ങൾക്ക് അത്ര തലക്കൂടെ ഓളമൊന്നുമില്ല. ഇതുപോലൊരു മനുഷ്യനെ ബഹുമാനിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. നിങ്ങൾ ബഹുമാനിച്ചിരുന്നോ? അന്യമതസ്ഥരെ നിങ്ങൾ ബഹുമാനം തുടങ്ങി എപ്പോഴാ? ഞങ്ങൾ ഇങ്ങനെ ഈ പണി തുടങ്ങിയപ്പോഴാ നിങ്ങൾ എവിടെ ബഹുമാനിച്ചേ? നിങ്ങളുടെ എം ബക്കറുടെ കിതാബിന്റെ പുറത്തെന്താ എഴുതിയിരിക്കുന്നത്? അന്യന്റെ ഭാര്യ ദാവീദിന്റെ കിടപ്പറയും. ദാവീദിനെ ബഹുമാനിച്ചോ നിങ്ങൾ അന്നേരം? തെളിവ് ഉദ്ധരിച്ചാ ഞങ്ങളും പറയുന്നത് ഇതുപോലെ. അപ്പൊ തെളിവ് ഉദ്ധരിച്ച് പറഞ്ഞേ ഞങ്ങൾ വസ്തുതകൾ പറയുക. നിങ്ങൾ തന്നെയാ പറയുന്നത്. രണ്ട്, ഞാൻ പാസ്റ്റർ അല്ലേ? ഞാൻ പാസ്റ്റർ ആയതുകൊണ്ടാ ഉള്ളിയെ ബഹുമാനിക്കാത്തെ. മനസ്സിലായില്ലേ? ഇതിനിയും നീചൻ നിന്ദ്യൻ എന്നൊക്കെ പറഞ്ഞ എന്റെ പദമല്ല, ഇസ്ലാം വിട്ട സഹോദരന്റെ പദമാ. മനസ്സിലായില്ലേ? അല്ലെ ഇവരോട് ചോദിച്ചാൽ മതി. ഇന്നലെയൊക്കെ സംസാരിച്ച ആളുകളോട് ചോദിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾ പിന്നെ ഒരു വാർത്തയ്ക്ക് ബദൽ എന്നുള്ള നിലയിലായി പറയുന്നത്. രണ്ട്, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതോറും ഇസ്ലാമിന്റെ മഹത്വം കൂടും. എന്നാൽ പിന്നെ ഇവിടെ വന്ന് ഈ തെറിയെല്ലാം പറയണോ? മഹത്വം കൂടുക എന്ന് പറഞ്ഞാൽ പോലെ ഇതൊക്കെ നിങ്ങളെ വെറും ഒരു ആശ്വാസമാണ്. ഞങ്ങൾ വിമർശിക്കും തോറും ഇസ്ലാമിന്റെ മഹത്വം കൂടും, ആളുകൾ നിരവധി അതിലേക്ക് വരും. എന്നാൽ പിന്നെ ഈ കൈ വെട്ടാനൊക്കെ ഇറങ്ങണോ? മഹത്വം കൂടുന്ന പണിയല്ലേ, അവർ നടത്തിക്കോട്ടെ എന്ന് വെച്ചാൽ പോരെ. ഒരേ സ്വരത്തിൽ ഞങ്ങളെ വിമർശിക്കും, അതേ സ്വരത്തിൽ പറയും ഇതുവഴി ഇസ്ലാം അങ്ങ് പുകൾപ്പെട്ടൊരവസ്ഥയിലേക്ക് എത്തും. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? ഇപ്പൊ ഇവിടെ വന്ന് ഇത്രയും ആവേശപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരു വേദനയുണ്ട്, ഒരു ദുഃഖമുണ്ട്, ഒരു കോംപ്ലക്സ് ഉണ്ട്. അതാ പുള്ളി പറഞ്ഞ പദാ കറക്റ്റ്. അപകർഷതാബോധം. എന്താണ് കാര്യം? ഒരു പൊതുസമൂഹത്തിൽ നിങ്ങൾ ബഹുമാനിക്കുന്ന മനുഷ്യൻ, നിങ്ങൾ പ്രാണൻ കൊടുത്ത് സംരക്ഷിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ഒരു ഗുണവും നിങ്ങളുടെ പക്കൽ അറിയാനില്ല, പറയാനുമില്ല. നിങ്ങൾ എന്നോട് പറഞ്ഞൊരു പാസ്റ്റർ അല്ലേ? വളരെ കറക്റ്റാ. ഞാൻ മിതത്വം പാലിക്കേണ്ട ആളാണ്, ശരിയാണ്. എനിക്ക് തിരിച്ച് നിങ്ങളോട് പറയാൻ വയ്യ, കാരണം നിങ്ങൾ മാന്യനാണ് ഓൾറെഡി. മുഹമ്മദിനേക്കാൾ നിങ്ങൾ എത്രയോ ഉയർന്ന നിലവാരത്തിൽ ചിന്തിക്കുകയും മറ്റുള്ള മതസ്ഥരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ, പരസ്ത്രീകളെ കാണുമ്പോൾ ആസക്തി തോന്നാതെ സംരക്ഷിച്ചു പോകുന്നൊരു മനുഷ്യൻ, കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ലാളിക്കാൻ തോന്നുന്നൊരു മനുഷ്യൻ. അതിന് പകരം മുഹമ്മദ് കുഞ്ഞുങ്ങളെ ലാളിക്കുകയാണോ? കുട്ടിലിടയുന്ന കുഞ്ഞിനെ. അതിന് പകരം അന്യന്റെ സ്വത്ത് കാണുമ്പോൾ പിടിച്ചെടുക്കാനല്ലേ തോന്നേ? ഏറ്റവും മ്ലേച്ഛതയല്ലേ അദ്ദേഹം ചെയ്തേ? അത് നിങ്ങൾ എവിടെ പോയിട്ടാണ്, എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കുന്നത്? ഞാൻ ഇമോഷണലി സംസാരിക്കല്ല. നിങ്ങൾക്ക് ഇമോഷൻ തോന്നുന്നത് എന്തുകൊണ്ടാ? ഇത്തരം ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ വൈകാരികമായി സംസാരിക്കുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾക്കറിയാം അതിനുള്ളിലെ കുഴപ്പം എവിടെയാണ്, എന്തു സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാം. ആ അറിവിൽ നിങ്ങളുടെ ഉള്ളിൽ രൂപപ്പെട്ട ഒരു അപകർഷതാബോധമാണ് ഇങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നത്. ഒരേ സ്വരത്തിൽ നിങ്ങൾ പറയുന്നു ഞങ്ങൾ ഈ റൂമുകൾ ഇനി ഇട്ടോളൂ, ഇടുക വഴി നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല. ഞാൻ നഷ്ടങ്ങൾ ഓരോന്നാണ് ചൂണ്ടിക്കാണിച്ചത്, ഓരോ നഷ്ടങ്ങൾ. ഇനി ഇങ്ങനെ ഇസ്ലാം വിട്ടവരെ ഇവിടെ വന്നിട്ട് എൻ്റെ റൂമിൽ വീട്ടിലെത്തിയിട്ട് ഞാൻ വീഡിയോ ചെയ്ത് കിടപ്പുണ്ട്. അനീഷ് ഹനീഫ ഒരാളുടെ പേര്, നിങ്ങൾ നോക്കിയാൽ മതി, മനസ്സിലാവും. ഇങ്ങനെ കുറെ പേരുണ്ട്. ഞാൻ അന്നേരം അടുത്ത ന്യായീകരണം പറഞ്ഞോണം, അതേ വഴിയുള്ളൂ. ഇനി അത് അങ്ങനെ ഒരാളെ വിട്ടത് കൊണ്ടൊന്നുമല്ല ഇതിന്റെ മഹത്വം. ഞങ്ങൾക്ക് വേണ്ടത് എക്സ്പോസിങ് ഇസ്ലാം. ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കും. മുഹമ്മദിനെ അൺമാസ്ക് ചെയ്യും, ഇസ്ലാമിനെ എക്സ്പോസ് ചെയ്ത് സമൂഹ മധ്യയെ കാണിച്ചുകൊണ്ടിരിക്കും. അതിന് നിങ്ങളുടെ കിതാബ് മാത്രം മതി, വേറൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചാലേ പറ്റുള്ളൂ. അതായത് ബൈബിൾ കഥാപാത്രങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വിധം വ്യാഖ്യാനിക്കണം. ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് ഹദീസ് വായിച്ച് കേൾപ്പിച്ചാൽ മാത്രം മതി, വ്യാഖ്യാനം വേണ്ട. ഒരു വ്യാഖ്യാനം ഇല്ലാതെ അദ്ദേഹം സ്ത്രീലമ്പടനാണെന്നും പെർവേർട്ടഡ് ആയിട്ടുള്ള ഒരു മൈൻഡിന്റെ ഉടമയാണെന്നും ഒരു സാഡിസ്റ്റ് ആണെന്നും സമൂഹം ഇന്ന് ചിന്തിക്കുന്ന വിധത്തിലെ ഒരു യോഗ്യതയും ഗുണവും യാതൊരു നന്മയും ഇല്ലാത്ത ഒരു ജന്മമാണ് അദ്ദേഹം എന്നും പറയാൻ ഞങ്ങൾക്ക് യാതൊരു കാര്യവും ആവശ്യമില്ല. നിങ്ങളുടെ ഖുർആൻ മാത്രം മതി, ഹദീസുകൾ മാത്രം മതി. ഓക്കെ, മോനൊന്ന് തുടരാനുണ്ടെങ്കിൽ. ഇവിടെ മെഹരീഷേ, അല്ല, ആര് പറഞ്ഞു ഇവിടെ ഈ മുറിയിൽ കാത്തലിക്സ് ഇല്ലാന്ന്? ഞാനൊരു കാത്തലിക്കാണ്, സത്യബ്രദർ ഒരു കാത്തലിക്കാണ്. പിന്നെ മെഹരീഷ് വേറൊരു കാര്യം പറഞ്ഞു, കാത്തലിക്സ് വളരെ പാവങ്ങളാണ്, അവരൊന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 2 ബിഷപ്പുമാര് അവരെങ്ങനെയാണ് ഈ നമ്മുടെ നിക്കാ ജിഹാദും നാർക്കോട്ടിക് ജിഹാദും വെളിപ്പെടുത്തിയത്? അവരങ്ങനെ വളരെ ശാന്തമാണെങ്കിൽ അവർ മിണ്ടാതിരുന്നേനെ. പക്ഷേ ഈ നിക്കാ ജിഹാദ് ഒരു ലിമിറ്റ് എത്തിയപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു. ബിക്കോസ് അച്ഛന്മാര് പോയിട്ട് ഈ കുമ്പസാരം കേൾക്കാണ്, എന്നിട്ട് ബിഷപ്പിനോട് കംപ്ലൈന്റ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോ ആ ബിഷപ്പ് പൊട്ടിത്തെറിച്ചു. അതുപോലെ തന്നെ നാർക്കോട്ടിക് ജിഹാദിനെ പറ്റി വേറൊരു ബിഷപ്പ് പൊട്ടിത്തെറിച്ചു. അപ്പൊ നിങ്ങളുടെ ഈ മെഹരീഷിന്റെ വാദം ഈ കാത്തലിക്സ് മിണ്ടാതിരിക്കുന്നു, കേൾക്കുന്നു, സഹിച്ചിരിക്കുന്നു, അതൊക്കെ വലിയ നിങ്ങളുടെ പൊട്ടത്തരാണത്. ഇപ്പൊ ഈ മുറിയിൽ ഇപ്പൊ എനിക്ക് ഇന്ന് കാലത്ത് 10 മിനിറ്റ് 25 മിനിറ്റ് ക്ലാസ് എടുക്കാൻ സമ്മതം കിട്ടിയതാണല്ലോ. അച്ഛൻ കുഞ്ഞ് എല്ലാ ദിവസവും എനിക്ക് ക്ലാസ് എടുക്കാൻ സമ്മതം തരുന്നുണ്ട്. ഞാനൊരു കാത്തലിക്കാണ്,
സത്യബ്രദറും സംസാരിക്കാണ്ട് 20-30 സെക്കൻഡ് 30 മിനിറ്റ്. അപ്പൊ അതൊന്നും നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്, നിങ്ങളത് മനസ്സിൽ മാറ്റി വെക്കുക. ഇവിടെ ഈ മുറിയിലും കാത്തലിക്സും വരുന്നുണ്ട്, കാത്തലിക്സ് ക്ലാസ് എടുക്കുന്നുണ്ട്. ശരി മനുഷ്യ. മാത്രമല്ല ബ്രദറെ, ഈ പറയുന്ന ഞാനായിരുന്നാലും ഈ ഇവിടെ ഇരിക്കുന്ന മോഡറേറ്റർമാർ എത്ര പേരുണ്ട്? ഇപ്പൊ കാത്തിരിക്കുക മേളിലിരിക്കുന്ന മാത്യു ബ്രദറ്, അങ്ങനെ എത്രയോ പേരുണ്ട്. മെഹർഷിനോട് പറയാനുള്ളത്, ഈ ക്ലബ് ഹൗസിൽ ഇവിടെ വന്നിട്ട് ഇവിടെ എത്രയോ ആളുകൾ, ഇപ്പൊ ഒരു അബ്ദുൽ നാസർ എന്ന് പറയുന്ന ഒരു സഹോദരൻ, ആ പുള്ളി ഇവിടെ വന്നിട്ട് പറഞ്ഞാണ്, ഈ ക്രിസ്ത്യാനികളായിട്ടുള്ള നമ്മളുടെ ഈ റൂമിൽ അദ്ദേഹം ഇതുപോലെ വന്ന് കേട്ടിട്ടാണ് അദ്ദേഹത്തിന്റെ വിശ്വാസധാരണ ഇവിടെ വന്നിരുന്ന അദ്ദേഹം തന്നെ പറഞ്ഞാണ്, അബ്ദുൽ നാസർ അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ക്രിസ്ത്യാനികൾ ഇതുപോലെ ഇവിടെ വന്നിട്ട് ക്ലബ് ഹൗസിൽ, സോഷ്യൽ മീഡിയയിൽ അടക്കം, ഈ റൂമിലടക്കം വന്നിരുന്നിട്ട് നമ്മളിവിടെ ഇസ്ലാമിനെ കുറിച്ചും ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചും ഇവിടെ കമ്പയർ ചെയ്ത് പഠിപ്പിക്കുന്ന അദ്ദേഹം നിരന്തരം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പരിശോധിച്ചു. ഈ മെഹ്റിഷിനെ പോലെയുള്ള ആളുകള് ഇത്തരത്തിൽ സത്യം കേട്ട് കഴിയുമ്പോൾ അവർക്ക് വികാരം ഇളകുകയാണ് ചെയ്തത്. ഇത് തന്നെയാണ് പ്രശ്നം. ഇവിടെ ആരും തെറി പറയുകയോ ഒന്നുമില്ലല്ലോ. വസ്തുതാപരമായിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പരിശോധിക്കുവാണ്, ശരിയാണോ ഈ പറയുന്നത് അല്ലയോ എന്ന് ആണ് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നത്. അപ്പൊ അബ്ദുൽ നാസർ എന്ന് പറയുന്ന സഹോദരൻ നമ്മൾ ഇവിടെ റൂമിൽ പറയുന്ന കേട്ട കാര്യങ്ങൾ അദ്ദേഹം പരിശോധിച്ചു. അപ്പോ അദ്ദേഹം പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ശരിയാണല്ലോ, സത്യമാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അപ്പൊ ഇതാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിട്ടുള്ളത്. പക്ഷെ മോനുവിനെപ്പോലുള്ള ആളുകളുടെ പ്രശ്നം എന്ന് പറയുന്നത്, ഇവർക്ക് ചിന്താശേഷിയല്ല ഉള്ളത്, പകരം വികാരമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനെ പോലെ ചിന്തിക്കുകയല്ല, ഉടനെ വികാരം ഉണ്ടായിട്ട് എന്താണ് ഒരു മനസ്സിലുണ്ടാകുന്നത്, അതാണ് ഈ മോനുവിനെപ്പോലുള്ള ആളുകളെ നിയന്ത്രിക്കുന്നത്. അതാണ് പ്രശ്നം. അത് മാറ്റിവെച്ചിട്ട് ഈ പറയുന്നത് ശരിയാണോ അല്ലയോ എന്നൊന്ന് നോക്കി വെച്ചാൽ മതി. ഇനി അദ്ദേഹം പറഞ്ഞ ഒരു കുഴപ്പം എന്താണ്, ഇവിടെ വന്നിട്ട് ഇദ്ദേഹം ക്ലബ് ഹൗസിൽ വരുന്നതിന് മുൻപ് ക്രിസ്ത്യാനികളെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പം അദ്ദേഹം ഇവിടെ ക്രിസ്ത്യാനികളെ എന്താണ് യേശു ക്രിസ്തുവിനെ കെട്ടിത്തൂക്കി കൊന്നു എന്നൊക്കെ ഇവർ പറയാൻ തുടങ്ങി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. സഹോദരൻ, അത് കുഴപ്പമില്ല. നിങ്ങളിപ്പം കെട്ടിത്തൂക്കി കൊന്നു എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ദേഷ്യം മാറ്റാനായിട്ട് അങ്ങനെ ഒരു പറഞ്ഞാലും അതിന്റെ ഉള്ളിലും മറ്റു ഒരു സത്യമുണ്ട്. അതായത് യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട്, എനിക്കും മെഹർഷിനും അടക്കം എല്ലാവർക്കും വേണ്ടിയിട്ട് മരിച്ചു എന്നുള്ള ഒരു സത്യമുണ്ട്. ആ ഒരു സത്യം മെഹർഷിയുടെ പറയാതെ അംഗീകരിക്കുന്നുണ്ട്. ക്ലബ് ഹൗസിൽ വന്നതിന് ശേഷമാണ് അത് മരിച്ചത് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ച് മനസ്സിലായത് എന്നുള്ളത്. അപ്പം മോനുവിന് മുസ്ലിം ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ എന്താണ് സത്യം, അല്ലെങ്കിൽ യേശു ക്രിസ്തു മരിച്ചോ ഇല്ല എന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്ര നാൾ ജനിച്ചപ്പോൾ മുതൽ ഇവിടെ കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം അത് അങ്ങനെയല്ല, അത് സത്യമല്ല എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരം, അപ്പൊ നമുക്ക് സത്യത്തെ അംഗീകരിക്കാൻ കഴിയില്ല. അപ്പൊ കേട്ട സത്യത്തെ നമ്മൾ എന്ത് ചെയ്യും, ഒരു കുറച്ച് വികലമായിട്ടും കൂടെ ചേർത്തിട്ട് നമ്മൾ അങ്ങോട്ട് പറയും. അപ്പൊ അത് മാത്രമാണ് മെഹർഷിന് ഇപ്പൊ പറ്റിയിരിക്കുന്നത്. അതായത് വികാരമാണ്. ആ വികാരം മാറ്റിവെച്ചിട്ട് യേശുക്രിസ്തു മരിച്ചത് എനിക്കും മെഹർഷിനും ഒക്കെ വേണ്ടിയിട്ടാണ് എന്നുള്ള ആ സത്യത്തെ, ആ വികാരത്തിന് പകരം വിചാരത്തിലൂടെ അത് അംഗീകരിച്ചാൽ മതി. അത് പ്രശ്നം തീരും അവിടെ. പിന്നെ പറഞ്ഞത്, ഞങ്ങളിവിടെ പഠിപ്പിച്ചാൽ ഇവിടെ ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ല, വളരെ സന്തോഷമുള്ളൂ എന്നുള്ളതാണ്. ഇപ്പൊ പിന്നെ എന്താണ് പ്രശ്നമുള്ളത്? എന്താണ് പിന്നെ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ക്ലബ് ഹൗസിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ മാറ്റം വന്നത് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ക്ലബ് ഹൗസിൽ ഇപ്പൊ നിങ്ങൾ കണ്ട ക്രിസ്ത്യാനി കൂടെ ചെയ്യുന്ന വളരെ നല്ല കാര്യമാണ്, നിങ്ങൾ അങ്ങ് തുടരൂ എന്നല്ല പറയേണ്ടത്. ഇവിടെ ചെയ്യുന്ന നല്ല കാര്യമാണ് എന്നുള്ളത് മെഹർഷിന് സംശയമില്ല. പക്ഷേ ഈ നല്ല കാര്യം കണ്ടിട്ട് ഇവിടെ പല മുസ്ലിം സഹോദരങ്ങൾ വന്നുകൊണ്ടിരുന്ന ആരും തന്നെ വരുന്നില്ല. അതെന്തുകൊണ്ടാണ്? മെഹർഷി വഴി ചെന്ന് പറയേണ്ടത്, ഈ പറഞ്ഞ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുക. കണ്ടോ, ക്രിസ്ത്യാനികൾ അവിടെ ചെയ്യുന്ന നല്ല കാര്യം തന്നെയാണ്, നിങ്ങൾ അപ്പുറത്തേക്ക് ചെല്ലൂ. ഇവിടെ മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരാത്തത്? നിങ്ങൾ അങ്ങോട്ട് ചെല്ലൂ. നിങ്ങളുടെ റൂമിൽ ഇരിക്കുന്ന പോലെയുള്ള തെറിയോ കാര്യങ്ങളോ ഒന്നും ഇവിടെ നടക്കുന്നില്ല. ഇവിടെ മെഹർഷി ഇവിടെ വന്നിട്ട് സംസാരിച്ചു, 6 മിനിറ്റ് സംസാരിച്ചു. മെഹർഷി അവിടെ ഇരിക്കുന്ന റൂമിൽ മോഡായിട്ട് ഇരിക്കും, അല്ലെങ്കിൽ അല്ലാതെ തന്നെ അവിടെ ഇരിക്കുന്നതല്ലേ. നിങ്ങളുടെ റൂമിൽ അവിടെ വന്നിട്ട് ഞാന് അല്ലെങ്കിൽ ഇവിടെ എക്യു ബ്രദർ, ന്യൂക്ലിയർ ബ്രദർ, ഇവരെ പോലുള്ള ആളുകളോട് വന്നു കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡ് തികച്ച് തരാറുണ്ടോ?
മെഹർഷിന്റെ കൺമുമ്പിലല്ലേ നമ്മളെവിടെ മണിക്കൂറുകളോളം നമ്മളവിടെ സംസാരിപ്പിക്കാതെ നിങ്ങൾ തന്നെ അവിടെ തന്നെ പിന്നെ ഈ വട്ടം കൂടിയിരുന്ന് സംസാരിക്കുന്നത്? ഒരു മിനിറ്റ് പോലും തയ്ച്ചു തരത്തില്ലല്ലോ. അപ്പൊ മെഹറിഷ് ആ സമയത്ത് ഇടപെട്ട് നമ്മളെ സംസാരിപ്പിക്കാൻ അനുവദിക്കാതെ മൈക്ക് മ്യൂട്ട് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും മെഹറിഷ് അവിടെ വാ തുറന്നിട്ട് ഇത് ശരിയല്ല എന്ന് പറയാറുണ്ടോ? അപ്പൊ ഈ റൂമിലൊരു ക്രിസ്ത്യാനിറ്റിയുടെ മര്യാദ താങ്കൾക്ക് ഇവിടെ 6 മിനിറ്റ് ഇവിടെ സംസാരിക്കാൻ തന്നു. നിങ്ങളുടെ റൂമിൽ അങ്ങനെ തരാറുണ്ടോ? മെഹറിഷ് പറഞ്ഞ മറ്റൊരു കാര്യം, ഒരു ആരോപണം, ഇവിടെ നമ്മൾ തെറി പറയാറുണ്ടെന്നുള്ള ഒരു ആരോപണം മെഹറിഷ് പറഞ്ഞു. ഇവിടെ സഭ്യമായിട്ട് മാത്രം സംസാരിക്കുന്ന ഒരു പാസ്റ്റർ പറഞ്ഞു. ഞാനൊരു വോയിസ് കേൾപ്പിച്ചിട്ട് മതിയോ പാസ്റ്ററെ? ഞാൻ ഒരു വോയിസ് കേൾപ്പിക്കട്ടോ? കാരണം ഇവിടെ ഇവര് പറയുന്നല്ലോ ഭയങ്കര അതായത് ഇവര് ഭയങ്കരമായിട്ട് വളരുകയാണ് എല്ലാവരും. ഞാനൊരു വോയിസ് നമ്മുടെ ജ്യൂസ് ഉസ്താദിന്റെ വോയിസ് ആണ്, കേട്ടോളൂ. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മുസ്ലിം നിരീശ്വരവാദി അസോസിയേഷൻ ഉണ്ട്. അടുത്തത് 2035 എന്നൊരു വർഷമുണ്ടെങ്കിൽ മലബാറിലെ വലിയൊരു ശതമാനം മുസ്ലിം സ്ത്രീകളും നിരീശ്വരവാദികളും. അതിനെ മറികടക്കാൻ ഒരിക്കലും ഇന്നത്തെ പണ്ഡിതന്മാർക്ക് കഴിയില്ല, ഒരിക്കലും കഴിയില്ല, ഇമ്പോസിബിൾ, കഴിയൂല. അതിനെ മറികടക്കാൻ നിലവിലെ പണ്ഡിതന്മാർക്ക് ഒരിക്കലും കഴിയില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾ പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞെന്ന് പറയരുത്, ഞാൻ വസ്തുത പറയാണ്. ആരൊക്കെങ്കിലും ഒരു മുന്നൊരുക്കം എടുക്കണമെങ്കിൽ എടുക്കാം, പക്ഷെ അത് എടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? എവിടെയാണ് കുഴപ്പം എന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ പ്രബോധകന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. അതാണ് പ്രശ്നം. അത് പെട്ടെന്നൊന്നും എടുക്കാൻ കഴിയില്ല, അതാണ് പ്രശ്നത്തിന്റെ ഗൗരവത്തെ നിങ്ങൾ മനസ്സിലാക്കണം. അത് ചെറിയ പ്രശ്നമല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് തോന്നുന്നത് ചെറിയ പ്രശ്നമാണ്, എങ്ങനെ ചെറിയ പ്രശ്നമാവും? അപ്പം പ്രശ്നം എന്താണെന്നുള്ളത് നമുക്ക് താഴെ കേൾക്കാം. അടുത്ത നമ്മുടെ പണ്ഡിതൻ പറയുന്നത് കേൾക്കാം. കാരണം സോഷ്യൽ മീഡിയ അത്രയും മാരകമായ ആയുധമാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, ഒരു വിമർശനമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എനിക്ക് പറയുമ്പോ എന്റെ നാവ് കൊണ്ട് പറയാൻ പറ്റാത്ത പദങ്ങൾ പറയേണ്ടി വരും. അള്ളാഹു പുറത്തു തരട്ടെ. ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ വരികയാണ് മുഹമ്മദ് എന്ന മദ്യപാനി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഹദീസാണ്, സഹീഹ് മുസ്ലിം ഹദീസ് നമ്പർ 4974. ഹദീസുണ്ട്, പദങ്ങളുണ്ട്. മുഹമ്മദ് നബീദ് എന്ന മദ്യം കൊണ്ടുവരാൻ പറഞ്ഞു, മദ്യം എന്ന് ബ്രാക്കറ്റില്, എന്നിട്ട് കുടിക്കാൻ പറഞ്ഞു. ഈ ഒരു മദ്യത്തിനെതിരെ മുസ്ലിം സമൂഹം പഠിപ്പിച്ചതുപോലെ മറ്റേതെങ്കിലും ഒരു വിഷയത്തിൽ ആ രൂപത്തിൽ സാമൂഹ്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ഇത് കാണുന്ന ഒരു മുസ്ലിമിന്, ആ മുസ്ലിം യുവാവിന് ഇസ്ലാമിക ബോധമുള്ളയാളാണെങ്കിൽ അയാളുടെ മനസ്സിൽ എന്താണ് ഉണ്ടാകേണ്ടത്? അവിടെയാണ് നമ്മുടെ പണി കിടക്കുന്നത്. ഒന്നാമതായ ഹദീസിനെ നമുക്ക് നിഷേധിക്കാം. ആദ്യത്തെ, നമുക്ക് നമ്മുടെ മനസ്സിൽ പലപ്പോഴും കടന്നു വരാറുള്ള, പ്രത്യേകിച്ച് അഭ്യസ്ത വിദ്യര കൂടിയാണെങ്കിൽ കുറച്ച് വായനാശീലമെല്ലാം ഉണ്ടെങ്കിൽ കടന്നു വരാറുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് രണ്ടാമത്തെ പുസ്തകം പിന്നെ പ്രകാശനം ചെയ്യപ്പെട്ട രണ്ടാമത്തെ പുസ്തകം ഡീൽ ചെയ്യുന്ന വിഷയം. അത് ഹദീസല്ലേ എന്ന് പറഞ്ഞ് അവഗണിക്കാം. പക്ഷെ അവിടെ നിൽക്കില്ല പ്രശ്നം. രണ്ടാമത്തേത്, നബി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊരു ബോധമുണ്ടാകാം. അവിടെ തന്നെയാണ് ശൈത്താൻ ആരംഭിക്കുന്നത്. നമ്മൾക്ക് ഉണ്ടാക്കേണ്ടത്, എല്ലാ വിമർശനങ്ങൾക്കും മറുപടി എഴുതി ഒരു പുസ്തകം ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം ഓരോ ദിവസവും പുതിയത് ഗവേഷണം ചെയ്യാണ്. നമ്മൾക്ക് ഉണ്ടാക്കേണ്ടത് റസൂലുള്ളയാണോ ചെയ്തിട്ടുള്ളത് എങ്കിൽ അതാണ് ശരി എന്നുള്ള ബോധം ഉണ്ടാക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണോ ചെയ്തിട്ടുള്ളത്, അതാണ് ശരി എന്ന ബോധത്തോടുകൂടി അന്വേഷിച്ചു നോക്കിയാൽ കൃത്യമായ ഉത്തരത്തിലെത്തും. കുട്ടി ഇത് പരിശോധിക്കുക. മുസ്ലിമിൽ ഇപ്പോ നിങ്ങളുടെ അടുത്ത് പണ്ഡിതന്മാരത്ത് വരേണ്ട കാര്യമൊന്നുമില്ല. sunna.com പോകുന്നു, 49 എന്ന നമ്പർ കൊടുക്കുന്നു, സഹീഹ് മുസ്ലിമിൽ ഉണ്ടോ എന്ന് നോക്കുന്നു, ഉണ്ട്. നബീദിന്റെ അർത്ഥം അയാൾ അറബി ഡിക്ഷണറി എടുത്ത് നോക്കുന്നു, അറബ് നാട്ടിലുള്ള മദ്യം എന്ന മറുപടി കിട്ടുന്നു. അത് മതി. അവിടെ നിന്ന് തുടങ്ങുകയാണ്. അവിടെ തുടങ്ങാന്ന് പറഞ്ഞാൽ അവിടെ
അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇത് ചെയ്തതെങ്കിൽ അതിൽ വലിയ ശരിയുണ്ടാകും എന്ന ബോധമുണ്ടാക്കാൻ ഉമ്മത്തിനെ അത്രയും മതി. അപ്പം ഇത് മുഹമ്മദാണ് ചെയ്തെങ്കിൽ ശരി, ബാക്കിയുള്ളത് പാസ്റ്റർ തന്നെ പറയും, ഞാൻ പറയുന്നില്ല. അച്ചക്കുച്ച ആ വീഡിയോ എനിക്ക് വർഗീസ് ഇട്ടിടണേ. സാറേ, praise the Lord. എനിക്ക് ആ വീഡിയോ ഇട്ടിടണേ. വർഗീസ് സാറേ, ഞാനിത് വെച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു ആണോ? വീഡിയോ കിടപ്പുണ്ട്. ചെയ്തു, എന്നാലും വേറെ ചെയ്തില്ല. ഇതിലെ അല്ലല്ല, കാര്യം ഒന്ന് ഞാൻ എല്ലാത്തിനും ചെയ്തില്ല. ബ്രാക്കറ്റിൽ എന്നാലും മദ്യം എന്ന് എഴുതിയത് ആരാ? അനിൽക്കുടത്തോടം പാസ്റ്ററാണോ, വർഗീസ് പാസ്റ്ററാണോ, അച്ഛൻ അല്ല, ബ്രദറാണോ? ഇതിനൊരു അനുബന്ധമുണ്ടേ, അതുകൂടെ പറയാം. ഈ മനുഷ്യൻ ഇതിന് ശേഷം ലക്ഷദ്വീപിൽ പോയിട്ട് ഈ കള്ളു കുടിച്ചു. അത് പുള്ളി തന്നെ പറയുന്നതാണ്. അപ്പൊ ഇദ്ദേഹം കള്ളു കുടിച്ച കാര്യം പ്രസംഗിക്കുക. അപ്പൊ ഇത് നമ്മുടെ ജബ്ബാർ മാഷ് ഒരു വീഡിയോ ആക്കിയിട്ടുണ്ട്. കാരണം ഇദ്ദേഹം അമ്മ അക്ബറുടെ അടവാണ്, വിഷയം ഗതിതിരിച്ചു വിടാൻ ഒരു അടവാണെന്നൊക്കെ പറഞ്ഞു ചെയ്തിട്ടുണ്ട്. ഞാനപ്പോൾ ആ ആംഗിളിലല്ല ചെയ്തത്. അപ്പൊ ഈ മുഹമ്മദിനെ അനുകരിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ് ഈ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം തന്നെ ഇപ്പൊ പറഞ്ഞപ്പോ മെഹറീഷിനെ പോലുള്ള ആളുകൾക്ക് കൃത്യം കാര്യം പിടികിട്ടി കാണണം. ഞങ്ങൾ ഇതേ പറയുന്നുള്ളൂ. മഹർഷി ഇവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നറിയണ്ടേ? ഇദ്ദേഹം പറയുന്നത് അള്ളാഹു പുറത്തു തരട്ടെ, വാ കൊണ്ട് പറയാൻ വിഷമമാണ്. എന്താ വാ കൊണ്ട് പറയാൻ വിഷമം? മലയാള ഭാഷയിൽ പറഞ്ഞാല് ഇത്തരത്തിലെ വൃത്തികേടെല്ലാം കാണിക്കാം, അത് വാ കൊണ്ട് പറയാൻ ഭയങ്കര വിഷമാണ്. പിന്നെ നമുക്ക് സംസാരിക്കാനാകെ പറ്റിയ സ്ഥലം വായാണ്, അതുകൊണ്ട് ഇത് പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അതിന്റെ അർത്ഥം എന്താ? മനസ്സിലാകും. ഞങ്ങളൊക്കെ വാ കൊണ്ടാ പറയുന്നത്. ഇനി വേറൊരു സ്ഥലവും ഇല്ല ഇത് സംസാരിക്കാൻ. അപ്പൊ അതിനകത്തൊരു സത്യമുണ്ട്. ഇത് വാ കൊണ്ട് സംസാരിക്കാൻ കൊള്ളൂല എന്നായിരിക്കും പുള്ളി പറയുന്നത്. ഇദ്ദേഹം ചെയ്ത പ്രവൃത്തി വാ കൊണ്ട് സംസാരിക്കാൻ കൊള്ളുകയില്ലെന്നൊരു വ്യംഗ്യാർത്ഥം അതിനകത്തുണ്ട്. ഇതില് മറ്റൊന്നുകൂടി കേൾക്കണം. ഇതൊന്നും ഈ കക്ഷികൾ കേൾക്കുന്നില്ല. ഇവരുടെ ആചാര്യന്മാർ ഇവിടെ തെറ്റുപിണഞ്ഞ് വീണു. എന്താണ് ഇവർക്ക് പറ്റിയത്? ഇത് പറയുന്നില്ല. ഇനി നമ്മളൊരു ഫാക്ടറി ഉണ്ടാക്കണം. അതായത് മുഹമ്മദ് ചെയ്തതെന്തോ അതാണ് ശരി, ഇത് നമ്മൾ ഇനി ഉണ്ടാക്കണം. ആരാ? ഇവര് ഇത് ഉണ്ടാക്കുക. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്ക്. ഇത് ഉണ്ടാക്കിയിട്ട് ശേഷം പിള്ളേരെ കൂടെ കൂടുതൽ സംശയാലുക്കളാക്കി മാറ്റ്. ഇദ്ദേഹം ഇത് പറയുന്ന വേറൊരു കാര്യമുണ്ട്, അച്ചൻകുഞ്ഞി ബ്രദർ പ്ലേ ചെയ്യാത്ത എന്താണെന്നറിയണ്ടേ? ആരോ ഒരാള് ഷഹാദത്ത് കലിമ ചൊല്ലാൻ തയ്യാറായി. അപ്പോ ഷഹാദത്ത് കലിമ ചൊല്ലാൻ, അതായത് അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല, മുഹമ്മദ് പ്രവാചകനാകുന്നു എന്ന് പറയണം. അപ്പോൾ അതിനു വേണ്ടി പോയി ഇവരുടെ ഈ കോഴ്സും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കെ ഇവൻ ചോദിച്ചു, മുഹമ്മദ് ഇങ്ങനെ പെണ്ണ് കെട്ടിയിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ ഈ ചോദ്യങ്ങൾ വളരെ യുക്തിസഹജമായി ചോദിച്ചെങ്കിലത്ത് ഇവൻ പറഞ്ഞെന്ന്, എന്നാൽ എനിക്ക് അല്പം കൂടി ആലോചിക്കണം എന്ന് പറഞ്ഞെന്ന്. മുഹമ്മദ് ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ ജയിലിന്റെ ഒത്തുകിട തോളത്ത് കൈവച്ചിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് പണി കിടക്കുന്നു, ജോലി കിടക്കുന്നു. എന്ത് ജോലിയാ ഉള്ളത്? ഒറ്റ ജോലിയേ ഉള്ളൂ. ഒരു ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് സമർത്ഥിക്കാൻ, അതൊക്കെ തെറ്റാണെന്ന് സമർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണ് ചെയ്യണ്ടേ. അല്ല അറബി വായിക്കുക, അപ്പുറത്ത് വായിക്കുക, ഇപ്പുറത്ത് വായിക്കുക, എല്ലാ ഭാഷയിലും ഏത് ഭാഷയിൽ പറഞ്ഞാലും വ്യഭിചാരം അതിനകത്ത് മാറ്റമൊന്നുമില്ല. പെണ്ണുപിടിക്ക് വേറെ പദമൊന്നുമില്ല. കൊളോക്കിയല ഇപ്പൊ ഞാൻ പറഞ്ഞേ, അത് ഏത് ഭാഷ എടുത്താലും സംഗതി ഇതൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ മദ്യപിച്ചു എന്ന് പറഞ്ഞാൽ ഭാഷ മാറുമ്പോൾ മദ്യപാനം മാറുമോ? അതിന്റെ വീര്യം കുറയുമോ? ഭാഷ മാറുമ്പോൾ മാറ്റമൊന്നുമില്ല. നബീദ് എന്നതിലുണ്ടോ? ഉണ്ടെങ്കിൽ ആ പ്രയോഗത്തിന്റെ ബ്രാക്കറ്റിൽ മദ്യം എന്ന് എഴുതിയോ? ഞങ്ങളാണോ എഴുതിയോ? ചോദിച്ചോലെ. അപ്പൊ ഇത് ഞങ്ങൾ എടുത്ത് കാട്ടുന്നത് നിങ്ങളിൽ നിന്നാണ്. ഇവിടെ ഒരു കാര്യം ഓർത്തോ, ഞങ്ങൾക്കെതിരെ നിങ്ങളൊരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ നിങ്ങൾ പോയി വ്യാഖ്യാനിച്ചുകൊണ്ട് വരിക. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. വ്യാഖ്യാനിച്ച് നിങ്ങളുടെ മീതെ എന്തെങ്കിലും പുതുതായി ആരോപിക്കേണ്ട ഒരാവശ്യമില്ല. ഈ കിടക്കുന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത് വലിയ ടിപ്പറിന്റെ അടുത്ത് മാറ്റിയാൽ മാറാത്ത വിധം ഉള്ള കാര്യങ്ങളാണ്. ഇത്രയും കിടക്കുക. എന്നിട്ട് ഉളുപ്പില്ലാതെ ഈ മനുഷ്യനെ മഹാൻ എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുകയാണ്, സമൂഹ മധ്യേ കൊണ്ടുപോവാണ്. അപ്പോ ഈ മനുഷ്യനെയും കൊണ്ടാണ് നിങ്ങൾ എത്ര നന്നായാലും, എത്ര ചിരിച്ചാലും, എന്തൊക്കെ നിങ്ങളുടെ ആദർശ ലോകം ഭയങ്കരമാണെന്ന് പറഞ്ഞാലും, മുഹമ്മദ് കൂടെ ഉള്ളിടത്തോളം നിങ്ങളുടെ കാര്യം അതോ ഗതിയാണ്. ഒരു സംവാദത്തിലും നിങ്ങൾ ജയിക്കില്ല. മനുഷ്യൻ ആദ്യം ഇത് തന്നെ എടുത്തു പറയും. നിങ്ങളെ കാലം അതോ ഗതിയാണ്. എന്തോ ഈസാ സാഹിബ് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ചല്ലോ, ഇതുവരെ ഒരു മറുപടി കൊടുത്തോ? നിങ്ങളെ ഇന്നലെയും ചോദിച്ചു. ആ കൊടുത്ത് അല്ലല്ല, ഇത് ആ ചോദ്യം ഇവിടെ ചോദിച്ചോ താങ്കൾ ഇവിടെ ചോദിച്ചോ. ഞാൻ മൂന്നോ നാലോ വീഡിയോ ഞങ്ങൾ ഇട്ടു, നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ കണ്ടില്ലേ? താഴെ ഇരിക്കട്ടെ. പാസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് വർഗീസ് സാറും പറഞ്ഞു കഴിഞ്ഞിട്ട് മുകളിൽ കയറ്റിയാ മതി. രണ്ട് പറഞ്ഞേന്. ഈസാ സാഹിബിന് ഇവിടെ വരാൻ മിനിയാന്ന് ഞങ്ങൾ വിളിച്ചതാ, ഇങ്ങനെ ഇട്ടിട്ട്. എവിടെ പോയി സാഹിബ്? എന്താ വരാൻ പേടി എന്താ? ഈസാ സാഹിബ് ചോദിച്ച 3 ചോദ്യത്തിനും ഉത്തരം പറഞ്ഞു. ഞങ്ങൾ ചോദിച്ച 10ഉം 15ഉം ചോദ്യം കിടക്കുക, ഒന്നിനും മറുപടിയില്ല. ഞങ്ങൾ തന്നെ ആൻസറിങ് മിഷനാണോ? നിങ്ങൾ പറയുന്നതിന് മാത്രം ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? നിങ്ങളുടെ ചോദിച്ച ചോദ്യത്തിന് വീഡിയോകൾ കറക്റ്റ് മറുപടി പറഞ്ഞിട്ടുണ്ട്.
തൃത്വത്തെ പറ്റി ഞങ്ങൾ എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലേ? രണ്ട്, വേണ്ട അബ്ദുൽ നാസർ ഈരാൻ തൃത്വത്തിന് അനുകൂലമായിട്ട് സംസാരിക്കുന്നത് കണ്ടായിരുന്നോ? നിങ്ങളുടെ മുജാഹിദാണല്ലോ, മുഹമ്മദ് ഈസിക്ക് ഇതൊക്കെ മറുപടി കൊടുക്കുന്നുണ്ടല്ലോ. പുള്ളി പറയുന്നത് എന്താ വേണ്ടേ? ബൈബിളാണ് ഒരാൾ വിശ്വസിക്കുന്നെങ്കിൽ തൃത്വമാണ് ശരി. ഇത് അദ്ദേഹത്തിന്റെ വാദം. ഞങ്ങളുടെ ആളാണ് അദ്ദേഹം, തൃത്വവിശ്വാസിയാണ് അദ്ദേഹം. ബൈബിളാണ് ഒരാൾ വിശ്വസിക്കുന്നെങ്കിൽ അതിൽ തൃത്വം ഉണ്ട്, ഇതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ബൈബിൾ വിശ്വാസികളുടെ തൃത്വവും ഖുറാനിലെ തൃത്വവും രണ്ടാണെന്നാണ് ഞങ്ങൾ പറഞ്ഞു വെച്ചേ. നിങ്ങൾക്ക് അതിന് മറുപടി ഉണ്ടോ? അതിനെന്താ നിങ്ങൾക്ക് മറുപടി ഇല്ലാത്തത്? ഞങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണോ? ഞങ്ങൾ ചോദിച്ചത് ഇത്രേ ഉള്ളൂ, തൃത്വത്തിനൊരു ആൻസർ പറയണമെങ്കിൽ അള്ളാഹുവിന് പറ്റിയൊരു അബദ്ധമുണ്ട്. അത് തിരുക്കുടുംബമാണ് അള്ളാഹു തൃത്വം എന്ന് തെറ്റിദ്ധരിച്ചത്. ഇത് എക്സ്പോസ് ചെയ്യാനാണ് നമ്മൾ ഈ മറുചോദ്യം ചോദിക്കുന്നത്. അത് ഞങ്ങളുടെ ഗുരുവിന്റെ ശൈലിയാണ് മറുചോദ്യം. എന്താണ് കാര്യം? നിങ്ങളുടെ ഈ പ്രവാചകൻ പ്രവാചകനാണെന്ന് തെളിയിക്കാൻ അടയാളം ചോദിക്കുക ആൾക്കാർ. ഇദ്ദേഹം പ്രവാചകനാണോ എങ്കിൽ എന്തുകൊണ്ട്? ഈ ചോദ്യം ചോദിക്കുമ്പോഴൊക്കെ പറയും, നബിയെ നീ അവരെ അങ്ങ് വിട്ടേച്ച് പോരുക, ഇവര് നിന്റെ മുമ്പിൽ വന്നവരോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, നീ അവിടെ പറഞ്ഞു നിൽക്കണ്ട, അവരെ അവിശ്വസിക്കുമെന്നൊക്കെ പറഞ്ഞ് മുഹമ്മദ് തന്നെ ആയത്താന്ന് പറഞ്ഞ് വൈരുദ്ധ്യമുള്ള കുറെ കാര്യങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ എഴുതി വെച്ചു. എന്നാൽ ഞങ്ങളുടെ ഗുരുവിന്റെ അടുത്ത് ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്, നീ ആരാണ് പറ. ഇത് പറയുമ്പോൾ യേശു പറഞ്ഞത് ഈ കോടതിക്കകത്ത് നിന്നാണ്, അല്ല പബ്ലിക്കിൽ ഇറങ്ങിയെന്ന് ചുമ്മാ പറയല്ല. കോടതിക്കകത്ത് നിന്ന് ചോദിച്ചു. യേശുവിനോട് ചോദിച്ചു, നീ വന്ധ്യനായവന്റെ പുത്രനോ? ഒരു ചോദ്യമാണ്, നല്ല ഗ്രാവിറ്റി ഉള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തെ എങ്ങനെ നിൽക്കുന്ന അറിയണ്ടേ? നിങ്ങൾ യേശുവിന്റെ ആ രംഗം ഒന്ന് മനസ്സിലാക്കണം. തലയിൽ മുൾക്കിരീടമുണ്ട്, ദേഹത്ത് ഒരങ്കി പുതപ്പിച്ചിട്ടുണ്ട്, ആ ശരീരത്ത് തലങ്ങും വിലങ്ങും 40 അടിയേറ്റ പാട് കിടപ്പുണ്ട്. അതുപോലെ തന്നെ മാനസികമായി തകർക്കാൻ 100 വിധത്തിലെ വാക്കുകൾ, പരുഷമായ വാക്കുകൾ കേട്ടിട്ടുണ്ട്. ഈ വ്യക്തിത്വം കോടതിക്കുള്ളിൽ നിന്ന് പതറേണ്ടതാണ്, പ്രാണനെക്കുറിച്ച് ഓർത്ത് വിലപിക്കേണ്ടതാണ്. അവിടെ വെച്ചാണ് പീലാത്തോസ് ചോദിച്ചത്, നിന്നെ രക്ഷിക്കാൻ എനിക്ക് അധികാരമുണ്ട്, നിനക്കറിയോ? മജിസ്ട്രേറ്റിന്റെ മുഖത്ത് നോക്കി ഞങ്ങളുടെ ഗുരു പറഞ്ഞു, ഇല്ല അവിടെ വെച്ചേ, നിനക്ക് അതിനുള്ള അധികാരമൊന്നും ഇല്ല. ഈ ചങ്കുറപ്പുള്ള ഒരുത്തനെ ഇസ്ലാമിൽ കാണിക്കാവോ? മുഹമ്മദിനെ കാണിക്കാവോ? അടുത്തത് വീണ്ടും യേശുവിനോട് ചോദിക്കുക, നീ കാര്യം പറ, വന്ധ്യനായവന്റെ പുത്രനോ? നീ ആരാണ്? അന്തസാർന്ന മറുപടി, ഞാൻ രാജാവ് തന്നെ. ഇതാ പറഞ്ഞേ. ഇത് പറഞ്ഞ ശേഷം ഈ വരാൻ പോകുന്ന മരക്കുരിശാണെന്ന് അറിഞ്ഞിട്ടും കൈ നീട്ടി അത് സ്വീകരിക്കുകയും ക്രൂശിൽ മരിച്ചു കിടക്കുന്ന കണ്ടിട്ടൊരു കള്ളൻ ഇവൻ രാജാവ് തന്നെ എന്ന് സമ്മതിക്കുകയും ഉയർത്തെഴുന്നേറ്റവൻ എന്നും രാജാവായി നിലനിൽക്കുകയും ചെയ്ത ആത്യന്തിക സത്യത്തിലാണ് ക്രിസ്ത്യാനിത്വം അടിയുറച്ചു നിൽക്കുന്നത്. നിങ്ങൾക്ക് ഈ വ്യക്തിത്വത്തിന്റെ പേരിൽ ഒരാക്ഷേപം ഉന്നയിക്കണമെങ്കിൽ കൃത്രിമം ചമച്ചേ പറ്റൂ, വ്യാജം ചമച്ചേ പറ്റൂ. നിങ്ങൾ നിലവിലുള്ള ചരിത്രവും ബൈബിളും ഉപയോഗിച്ചുകൊണ്ട് യേശുവിനെതിരെ ഒരാരോപണം ചുമത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഒന്നത്. രണ്ട്, ഇതേ ചോദ്യം മുഹമ്മദിന് നേരെ പലപ്പോഴും വന്നിട്ടുണ്ട്. മുഹമ്മദ് ഒത്തിരി മടുത്തപ്പോൾ ഒരു ഒട്ടകമായിട്ട് അടുത്ത് വന്നു. ഈ ഞാൻ നാളെ എൻ്റെ പ്രവാചക ലബ്ധി തെളിയിക്കാൻ പോവാണ്, എല്ലാവരും വരണം എന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ട് ആൾക്കാരിങ്ങനെ കണ്ടു നിൽക്കുക. ഈ ഒട്ടകത്തെ എന്താ ചെയ്യാൻ പോവാ? കൊന്നേച്ച് ജീവിപ്പിക്കുകയാണോ? ഒരു പ്രത്യേക ദിവസത്തിൽ നിങ്ങൾ ഇതിനെ കല്ലെറിയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇന്ന രോഗം ഉണ്ടാകുന്നോ ഒക്കെ ഒന്ന് ഒരു പ്രത്യേക പ്രവചനം നടത്തി പുള്ളി അങ്ങ് പോയി. ആൾക്കാർ കൂക്കി വിളിച്ച് തിരിച്ചുപോയി. വന്നവരെല്ലാം ആകപ്പാടെ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ തിരിച്ചുപോയി. ഈ പലരും ചോദിച്ചു, പ്രവാചകനാണോ? മുഹമ്മദ് 2 തരം അടവാണ് എടുക്കുന്നത്. ഈ അദ്ദേഹത്തിന്റെ ഈ കോപ്രായങ്ങളൊക്കെ വിശ്വസിക്കുന്ന മനുഷ്യരെ കാണുമ്പോഴേക്ക് ഇദ്ദേഹം, നമ്മൾ മലയാളത്തിൽ പറയല്ലേ, പൂക്കുന്നപ്പം മജിസ്ട്രേറ്റായി എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് മജിസ്ട്രേറ്റ് മോഡൽ ഭയങ്കര ചിന്തകനാവും. ഇനി ഞാൻ രസകരമായൊരു വസ്തു പറയാം. എൻ്റെ അമ്മ വിദ്യാഭ്യാസമുള്ള ഒരാളല്ല, തീരെ അറിവില്ലാത്ത ഒരു സാധാരണ ഗ്രാമീണ സ്ത്രീയാണ്. അപ്പൊ ഞങ്ങളുടെ ചർച്ചിൽ ഒരിക്കൽ ഒരു മദാമ വന്നു. അമ്മയായിട്ട് ഇവരങ്ങ് കൂട്ടായി. അപ്പൊ ഞാൻ ഇവർക്ക് പരിഭാഷപ്പെടുത്തുക. അമ്മ ഇവരോട് ഏതാണ്ടെല്ലാം സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അടുത്ത് വരുമ്പോഴേക്കും അമ്മ നിർത്തും. അപ്പൊ ഞങ്ങൾ ഈ തമാശ കാരണം ഈ അമ്മ എന്നെ ഇവരോട് പറയുന്നതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ വരും. അപ്പൊ ഏതാണ്ടെല്ലാം കൈകൊണ്ട് കാണിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, മണിക്കൂറുകൾ ഇവർ സംസാരിക്കുക. പുള്ളിക്കാരിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഇംഗ്ലീഷ് അറിയാത്ത അമ്മ ഏതാണ്ടെല്ലാം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഞങ്ങളെ കണ്ടു കഴിയുമ്പം അങ്ങ് നിർത്തും. അപ്പം ആണ് ഞങ്ങൾ ഇതിനകത്തെ ഈ ഉള്ളടക്ക രാഹിത്യം കണ്ടുപിടിക്കുന്നൊക്കെയുള്ളൊരു ചിന്ത ഉണ്ട്. അമ്മ ഒരു നിഷ്കളങ്കയായ ഗ്രാമീണ അമ്മച്ചിയാണ്. പോട്ടെ, മുഹമ്മദിന് നിഷ്കളങ്കതയല്ല, പാവങ്ങളെ കണ്ടു കഴിയുമ്പം എന്തൊക്കെയോ ആണ് എന്ന് വരുത്തി തീർക്കാൻ ഇദ്ദേഹം എന്തൊക്കെയോ സംസാരിക്കും. ഇനി ജൂതനും മജൗസികളും ക്രിസ്ത്യാനി അപ്പുറത്തുണ്ട്. അവരിവിടെ വിളിച്ചിട്ട് ചോദിക്കും, നീ പ്രവാചകനാണ് എന്ന് പറ. അത് സാധാരണ ആവശ്യമല്ലേ? ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരാൾ വരിക, ഞാൻ ഇന്നടത്തുനിന്ന് വരിക, വീട് റെയ്ഡ് ചെയ്യാൻ പോവാ, അല്ലെ നീ ഇന്നോലെ ഇരിക്കുന്നു, നിങ്ങൾ പോലീസ് സ്റ്റേഷനിലോട്ട് വാ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് ചോദിക്കുന്നത് എന്താ? സാർ എവിടെ നിന്നാ വരുന്നേ?
അല്ലെ നമുക്ക് എങ്ങനെയും ബോധ്യപ്പെടുത്തണം. അയാളുടെ യൂണിഫോമോ മഫ്റ്റിയിൽ വന്നാൽ പറയും സാറേ എവിടുന്ന് എങ്ങനെ. അപ്പൊ എനിക്കറിയണം ഇയാൾ പോലീസാണോ അതോ ഈ ജിഹാദി വേഷം മാറി വന്നാണോ എന്നൊക്കെ എനിക്കറിയണ്ടേ. അതെന്റെ റൈറ്റ് അല്ലേ. അത് നിങ്ങൾ പോയി ഒരാളുടെ പ്രവചിക്കുമ്പോൾ പ്രവാചകനെ കുറിച്ച് സംശയം തോന്നിയാൽ നിങ്ങൾ തെളിയിക്കാൻ ബാധ്യസ്ഥനാണ്. ആ ബാധ്യതയിൽ നിന്ന് ഒളിച്ചോടിയ മുഹമ്മദിന്റെ അനുഗാമിക്ക് ഇന്നും അതേ പറ്റുള്ളൂ. ഇനി ഈ ചോദ്യം മുഹമ്മദിന് നേരെ പലയാവർത്തി വന്നു. അവസാനം ഒരു സ്ത്രീ തീരുമാനിച്ചു, എന്നാൽ ഈ ഒടുക്കത്തെ പ്രവാചകനെ, നമ്മുടെ വർഗീസാമുൽ പറയുന്നത് ഒടുക്കത്തെ പ്രവാചകനെ ഒന്ന് തെളിയിച്ചിട്ടേ ഉള്ളൂ. അവൾ എന്ത് ചെയ്തു? മട്ടൻ കറിക്കകത്ത് നല്ല ഒന്നാന്തരം വിഷം ചേർത്ത് കൊടുത്തു. അപ്പോ ഈ സാധനം ചേർത്ത് കൊടുത്തു, മുഹമ്മദിനെ കഴിക്കേണ്ടി വന്നു. അപ്പോഴാണ് ഇത് ഈ ഏറ്റവും വലിയ പരീക്ഷണം. അപ്പം നല്ല ചെറിയ ചെറിയ പരീക്ഷണങ്ങളെ അതിജീവിച്ചിരുന്നെങ്കിൽ ഈ മട്ടൻ കറിക്കകത്ത് വിഷം ചേർത്ത് കഴിക്കേണ്ടി വരുമായിരുന്നോ? ഇത്രയും ഒരു സ്ത്രീക്ക് ചെയ്യേണ്ടി വന്നു, ഭാര്യയ്ക്ക്. അപ്പോൾ ഭാര്യയായിരുന്ന യഹൂദ സ്ത്രീക്ക്, അല്ലേ വെപ്പാട്ടി ആരെങ്കിലും ആട്ടെ, മുഹമ്മദിന് കാര്യമായിട്ട് ആരായും ഞങ്ങൾക്ക് വലിയ ഉറപ്പില്ല, മുഹമ്മദിന് പോലും ഉറപ്പില്ല ഇതാരാണെന്ന്. എന്തേലും ആട്ടെ, ഒരു സ്ത്രീക്ക് ഇത് ചെയ്യേണ്ടി വന്നു. ഇപ്പൊ കൂടെ കിടന്ന ഒരു സ്ത്രീക്ക് പോലും അറിയത്തില്ല ഇത് പ്രവാചകനാണോ അല്ലയോ, ദൈവമനുഷ്യനാണോ അല്ലയോ, ഒരു പിടിയും കിട്ടുന്നില്ല. ആ മനുഷ്യനെയാണ് നിങ്ങൾ കൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ നിങ്ങളെപ്പോലല്ല, അനലൈസ് ചെയ്യും. അങ്ങനെ ഞങ്ങളുടെ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്ന നിങ്ങൾ ഇത് സകലതും കേട്ട് നല്ലത് മുറുകെ പിടിക്കണം. അല്ല ഒരാൾ ഇങ്ങോട്ട് കൊണ്ട് പൗലോസ് പറയാ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു, അത് കൈവച്ചോന്നേ ഞങ്ങൾ പറയത്തുള്ളൂ, ഞങ്ങൾക്ക് അറിയണം പ്രാപിച്ചോന്ന് അറിയണം. പൗലോസ് പറഞ്ഞാൽ പോലും അറിയണം, പത്രോസ് പറഞ്ഞാൽ അറിയണം. മനസ്സിലായില്ലേ? ആരാണെന്ന് അറിയണം. അതുകൊണ്ടാണ് മാനിയെപ്പോലെ ഒരാൾ പരിശുദ്ധാത്മാവാണെന്ന് പറഞ്ഞിട്ട് അന്ന് ചർച്ച എഗ്രി ചെയ്തില്ല, റിജക്ട് ചെയ്തു. ഇതുപോലെ പലരും പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു, ചർച്ച് മുൻകാല പ്രാബല്യത്തോടെ പാഷാണ്ഡതകളെ തള്ളി. ഇതുപോലെ മുഹമ്മദ് ആണെന്ന് ഇപ്പൊ പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കത്തുന്നുണ്ടാ? ബിക്കോസ് വി ആർ ക്രിസ്ത്യൻസ്. ഞങ്ങൾക്ക് വിവേചനപരമുണ്ട്, എ പവർ ഓഫ് സെഗ്രിഗേഷൻ. അത് ഞങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് യേശുവിനെ കണ്ടാൽ അറിയാം, ഞങ്ങൾക്ക് മുഹമ്മദിനെ കണ്ടാലും അറിയാം. ഞങ്ങളോട് നിങ്ങൾ റെസ്പെക്ട് ചെയ്യാൻ പറഞ്ഞല്ലോ, നിങ്ങളോട് റെസ്പെക്ട് ഉണ്ട്, ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് മുസ്ലിം സമൂഹത്തോട് ഒരു പ്രശ്നമില്ല. പക്ഷെ മുഹമ്മദിനെ ഉൾക്കൊള്ളാനും മാത്രം ഞങ്ങളുടെ ഹൃദയം ഇടുങ്ങിയതല്ല, അത് പറഞ്ഞാൽ മതി. അത്ര ഇടുക്കം ഞങ്ങൾക്കില്ല. ഹൃദയം വിശാലമാണ്. അതിൽ മാനവികതയുള്ളവരെ, മനുഷ്യത്വമുള്ളവരെ, ആത്മീയരെ, നല്ല മനുഷ്യരെ, നിരീശ്വരവാദികളെ ഒക്കെ ഉൾക്കൊള്ളുന്ന ഹൃദയം ഇത്. പക്ഷേ അനേക വർഷങ്ങളായി കോടിക്കണക്കിന് മനുഷ്യരെ വഴിതെറ്റിച്ച് അധർമ്മത്തിന്റെ മാർഗത്തിലേക്ക് തള്ളിയിടുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കരുത്. പിന്നെ ചോദ്യം, നിങ്ങൾ ചോദ്യം ചോദിച്ചു, അവിടെ കിട്ടാത്ത ഉത്തരം ഇവിടെ തരാം. എന്നിട്ട് നിങ്ങൾ പറ ഞങ്ങൾ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടി. ഈസ ഒറ്റയ്ക്കിരുന്ന ഈ കാര്യം ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അല്ലെ ഞങ്ങൾ നിങ്ങളുടെ റൂമിലേക്ക് ക്ഷണിക്ക്, നിയമം വെച്ചിട്ട് ക്ഷണിക്കണം, നിയമാവലി വെച്ചിട്ട് വേണം ക്ഷണിക്കാൻ. അങ്ങനെയാണ് ഞങ്ങൾക്കൂടെ സ്വീകാര്യമായ എഗ്രിമെന്റ് വെച്ചിട്ട് നിങ്ങളുടെ മുറി ക്ഷണിച്ചിട്ട് ഉത്തരവില്ലെങ്കിൽ ഞങ്ങളെ അവിടെ നിന്ന് അവകാശിച്ചു വിട്ടു, കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചേ? ഞങ്ങൾ റൂം തുറന്നിട്ട് വാ നിങ്ങളെ വിളിക്കുക, നിങ്ങളെന്താ വരാത്തെ? ഞങ്ങൾ തെറി പറഞ്ഞോ? ഇവിടെ ആരോ മുമ്പേ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കൽ മാത്രമേ മുസ്ലിം റൂമിൽ വന്നിട്ടുള്ളൂ, ഒറ്റത്തവണ. എന്റെ പേര് ഹെഡിങ് ഇട്ട് നിങ്ങൾ ചർച്ച ചെയ്യുക. അപ്പൊ സ്വാഭാവികമായിട്ടൊരു പ്രതിപക്ഷമില്ല. എങ്ങനെയാണ് സാർ ഒരു ചർച്ച പോകുന്നത്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ മുറിയിൽ എന്താ ആള് വരാത്തെ? നിങ്ങൾ റൂമിട്ടാ വരാത്തത്. നിങ്ങൾക്ക് പ്രതിപക്ഷ ബഹുമാനമില്ല, നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയില്ല. ഒരുത്തൻ സംഭാഷിക്കുമ്പോൾ അതിന്റെ ഇടയിൽ കയറി സംസാരിക്കും. നിങ്ങളുടെ ഒരു സ്ത്രീ, അവർ ഡോക്ടറാന്നാ പറഞ്ഞേ, ഡോക്ടർ MBBS ഡോക്ടറാന്ന് പറഞ്ഞേ, പരത്തെറി അവിടെ കിടന്ന് എൻ്റെ നേരെ. ഞാൻ അന്നേരെ തിരിച്ചു പോന്നു. അവിടെ പിന്നെ മേലിൽ പോയിട്ടില്ല. ഞങ്ങളാരും നിങ്ങളുടെ റൂമിൽ മനഃപൂർവ്വം വരാത്തല്ല, നിങ്ങൾ അവിടെ നിന്ന് മാന്യമായ വിധത്തിൽ സംവാദിക്കല്ല. അവിടെ വരുന്നവന്റെ അപ്പനും അമ്മയ്ക്കും ഒക്കെ പറയാണ്. ആ സ്ത്രീ എൻ്റെ അമ്മയ്ക്കാണ് പറഞ്ഞത്. സ്ത്രീകൾ സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് പറയുന്നത്. നിനക്ക് അമ്മയും പെങ്ങളും ഇല്ലേ, എൻ്റെ ഹബീബിനെ ആക്ഷേപിക്കാൻ എന്നൊക്കെ ഒരു സ്ത്രീ ചോദിച്ചു വിട്ടെ. ഞങ്ങൾ നിങ്ങളുടെ ഹബീബിനെ ഒരിക്കലും ആക്ഷേപിക്കില്ല, അത് ഞങ്ങൾക്ക് കുറ്റമാണ്, മോശമാണ്. എന്തിനാ ആക്ഷേപിക്കുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ ആയിഷയെ അവഗണിച്ച് കേട്ടിട്ടുണ്ടോ? സഫ്വാന്റെ വിഷയത്തിൽ ആയിഷയെ ഞങ്ങളല്ല അവഗണിച്ച് കേട്ടിട്ടുണ്ടോ? കാരണം ഒരു പാവം കുട്ടി, കൊച്ചു പെണ്ണ്, ഒത്തിരി ജീവിത നിരാശയുള്ളൊരു സ്ത്രീ. ആ സ്ത്രീയെ പരിപാലിക്കാൻ മുഹമ്മദ് കാണിച്ച വങ്കത്തരം. രണ്ടാമത് അള്ളാഹു ആയത്തിറക്കാൻ താമസിച്ച വിധി. ഞങ്ങൾ ഇതിനെ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് സുന്നി ഷിയായി ഉണ്ടായെന്നാ പറഞ്ഞത്. അല്ല ഞങ്ങൾ ആയിഷയോ ഖദീജയോ ഒന്നും പറഞ്ഞിട്ടില്ല, മനസ്സിലായില്ലേ? അവിടുത്തെ ഒറ്റ മുസ്ലിം സ്ത്രീകളെ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറയുന്നത് 3 ഇടത്ത് അബദ്ധം പറ്റിയിരിക്കുന്നു, ഗുരുതരാബദ്ധം. ഒന്നാമത് മുഹമ്മദിന്, രണ്ടാമത് മുഹമ്മദ് വാഴ്ത്തിപ്പാടി ഗോത്രദേവനെ ലോകദൈവമാക്കി മാറ്റി അള്ളാഹുവിന്, അള്ളാഹുവിൻ്റേത് എന്ന പേരിൽ ചമച്ച ഖുർആന്. ഇതിന് 3 അബദ്ധം പറ്റിയിട്ടുള്ളൂ. ഞങ്ങൾ വേറെ ഒരു മനുഷ്യനെയും വിമർശിച്ചിട്ടില്ല. ലാദനെ പോലും ഞങ്ങൾ വിമർശിക്കാത്ത എന്താ അറിയോ? ലാദന്റെ പോലും പ്രചോദനം മുഹമ്മദാണ്. അപ്പൊ ഈ റൂട്ടിൽ ചെന്ന് ചികിത്സിക്കണം. അവിടെയാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് നിർത്താം. ഇവിടെ നിങ്ങൾ പറഞ്ഞ കത്തോലിക്കരൊന്നും ഞങ്ങളുടെ റൂമിലില്ല. ഇവിടെ മറുപടി കിട്ടി, എങ്കിലും ഒന്നുകൂടെ പറയട്ടെ. കാത്തലിക്സ്, ജക്കവൈറ്റ്സ്, ഓർത്തഡോക്സ്, ഇങ്ങനെ ലവ് ജിഹാദിന്റെ ഇരകളോ അനുഭവങ്ങളോ ഉള്ള നിരവധി ആളുകൾ
ഇത്തരം ചർച്ചകൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, കോട്ടയത്ത് വലിയൊരു സമ്മേളനം നടന്നു. ആ സമ്മേളനം നടത്തിയത് കത്തോലിക്ക സഭയിൽപ്പെട്ട ആളുകളാണ്. അല്ലെ, അധ്യക്ഷൻ ഞാനായിരുന്നു. അവിടെ പ്രസംഗകൻ BC ജോർജ് ആയിരുന്നു. അവിടെ പ്രമുഖരായ പലരും ഉണ്ട്. 100 കണക്കിന് പോലീസുകാരുണ്ടായിരുന്നു അവിടെ, ആ സ്ഥലത്തുണ്ടായിരുന്നു 100 കണക്കിന്. അപ്പൊ ഞാന് അവിടെ നിന്ന DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരടക്കം ഉണ്ട് ഈ പ്രശ്നം ഉണ്ടായിരിക്കാൻ. അന്ന് കാനൻ രാജേന്ദ്രന്റെ AIYFന്റെ ആളുകൾ തടഞ്ഞു, ഈ വരുന്ന ആൾക്കാരെയൊക്കെ തടഞ്ഞു. പക്ഷെ ഞങ്ങൾ നേരത്തെ ചെന്ന് അകത്ത് കയറി. അപ്പൊ ഈ സ്ഥലത്ത് വെച്ച് മറ്റേ കാസയുടെ കെവിനും ഒക്കെ ഉണ്ട്. ആ സ്ഥലത്ത് വെച്ച് ഞാൻ സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ലവ് ജിഹാദിന് ഞാൻ ഇൻഫർമേഷൻ തരാം, തെളിവല്ല ഇൻഫർമേഷൻ തരാം. എവിടെ നടന്നു ഞാൻ കാണിച്ചു തരാം, വാ, ഇങ്ങനെ പോയവരെ ഞാൻ കാണിച്ചു തരാം. എന്താ ഇപ്പോഴും ബോധത്തോടെ ഉത്തരവാദിത്തത്തോടെ പറയാ, ഞാൻ കാണിച്ചു തരാം. ലവ് ജിഹാദിൽ അകപ്പെട്ടു പോയി മതം മാറിയ പെൺകുട്ടികളെ ഞാൻ കാണിച്ചു തരാം. തെളിവ് ഞാൻ കൊടുത്താൽ നിങ്ങൾക്ക് എങ്ങനെ വിശ്വാസം വരുന്നത്? എനിക്ക് ഇൻഫർമേഷൻ തരാനേ പറ്റൂ. മനസ്സിലായില്ലേ? DYSP ഉള്ള സദസ്സിനോട് പറഞ്ഞ തെളിവ് ഞാൻ നിങ്ങൾക്ക് തരണ്ട, കാരണം ഞാൻ നിങ്ങൾക്ക് ശമ്പളം തരുന്നു, അല്ലെ പൗരൻ ശമ്പളം തരുന്നു. നിങ്ങൾ യൂണിഫോം ഇട്ടുകൊണ്ടിരിക്കുന്നത് തെളിവെടുക്കാനാണ്. നിങ്ങൾ കൊണ്ടാണ് കോർട്ടിന് തെളിവ് കൊടുക്കണ്ടേ, ഗവൺമെന്റിന്റെ ജോലിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഞങ്ങൾ തരും. ദാ ഇവിടെ ഒരാൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു, പിന്നെ ബാക്കി എന്റെ പണിയാണോ? ഞാൻ രാവിലെ നോക്കും ആത്മഹത്യയല്ല, ഒരാൾ തൂങ്ങി നിൽക്കുമെന്ന് പറയുക. ഇത്രയും പറയാനേ എനിക്ക് പറ്റൂ. മനസ്സിലായില്ലേ? വഴിയിൽ അക്രമം നടക്കുന്നു, എനിക്ക് ഫോൺ വിളിച്ച് പറയാനേ പറ്റൂ. അല്ലെ എന്നാൽ കഴിയുന്ന നിയന്ത്രണം നടത്താനേ പറ്റൂ. അടങ്ങിയിരിക്കട്ടെന്നൊക്കെ പറയാനോ പിടിച്ചു മാറ്റാനോ ഒക്കെ പറ്റിയേക്കാം. എന്നാൽ ഞാൻ കൊടുക്കുന്ന ഇൻഫർമേഷനെ ബേസ് ചെയ്ത് എവിഡൻസ് ഉണ്ടാക്കേണ്ട ബോഡി പോലീസാണ്. എന്താ പോലീസിന് പറ്റാത്തെ? ഇത് ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ വാദിക്കുകയും പ്രക്ഷോഭം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആന്റണി അച്ഛനോടൊപ്പം, തറയക്കടവിൽ അച്ഛനോടൊപ്പം, അതുപോലെ കെവിൻ പീറ്ററോടൊപ്പം, ഇങ്ങനെ കത്തോലിക്ക സഭയിലെ പല പ്രമുഖർക്കൊപ്പം ഞങ്ങൾ ഇത്തരം മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുണ്ട്. അത് കൂടാതെ ഇവാഞ്ചലിക്കലെ അച്ഛനല്ലേ മെയിൻലി ഇതിന്റെ മുമ്പിൽ വന്നിട്ടുള്ളത്, പലയിടങ്ങളിൽ വന്നിട്ടുള്ളത്. ഇനി പാലാ ബിഷപ്പിന്റെ അടുത്ത് എന്ന് ഞങ്ങൾ സംസാരിച്ചവരാണ്, അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്. അപ്പൊ നിങ്ങൾ എന്തറിഞ്ഞ ഈ സംസാരിക്കുന്നത്? നിങ്ങളെക്കാൾ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായ സ്റ്റാൻഡുണ്ട്, വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അത് നിങ്ങൾ വസ്തുതകൾ കണ്ടിട്ട് തിരിച്ചു പോലും, ഇതേ ഉള്ളൂ പറയാൻ. അപ്പൊ ഇനി ഇങ്ങനെ വിഭജിച്ചാലൊന്നും ഇവിടെ ഏക്കുകയില്ല. ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കുള്ള തർക്കം തിയോളജിക്കലാണ്. അന്ന് നിങ്ങളോ ഞങ്ങളോ നോക്കിയാൽ തീരുന്ന കാര്യമല്ല. തിയോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട്. നിങ്ങൾ കണ്ടോ, തിയോളജിക്കൽ ഇഷ്യൂസിന്റെ പേരിൽ കത്തോലിക്ക പള്ളി ഞങ്ങൾ ബോംബിട്ടോ, കത്തോലിക്കൻ കയറി ഞങ്ങളുടെ പള്ളി ബോംബിട്ടോ, അവിടെ കയറിയിട്ട് മനുഷ്യ ബോംബ് പൊട്ടിത്തെറിച്ചോ, അവിടെ കുരിശടികൾ തകർത്തോ, ഞങ്ങൾ കയറിയിട്ട് ഞങ്ങളെ കയറി അവര് ആരാധന നടക്കുമ്പോൾ ആക്രമിച്ചോ? ഇതൊന്നും ഞങ്ങൾക്കില്ല സുഹൃത്തെ. കുരിശടി ഞങ്ങൾ തീർക്കുകയില്ല. പ്രത്യേകിച്ച് പോയിട്ട് വിഗ്രഹാരാധന തെറ്റാന്ന് പ്രസംഗിക്കും. ഒരു വിഗ്രഹത്തെ ഞങ്ങൾ തീർക്കുകയില്ല. അത് അവരുടെ ഒരു വിഗ്രഹത്തെ പോയി അടിച്ച് തീർക്കുകയില്ല. നിങ്ങൾ എന്താ ചെയ്തേ? വിഗ്രഹ വഞ്ചകരായി മാറിക്കൊണ്ട്, വിഗ്രഹ വഞ്ചകർ, മനസ്സിലായില്ലേ? ഐക്കണോക്ലാസം, എത്ര ഐക്കണോക്ലാസം നടപ്പിലാക്കിയിട്ടുണ്ട് നിങ്ങൾ? ഈ ഹിന്ദുക്കളുടെ എത്ര വിഗ്രഹങ്ങൾ തകർത്തടിച്ചു ഉടച്ചു? ഞങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇതുപോലെ? ക്രിസ്ത്യൻ ആധിപത്യമുള്ള ഏതെങ്കിലും സ്റ്റേറ്റിൽ പ്രൊട്ടസ്റ്റന്റ് ക്രൈസ്തവരോ അതുപോലെ തന്നെ മറ്റ് ഇതര കാത്തലിക് ക്രിസ്ത്യൻസോ ഉള്ള സ്ഥലത്ത് ഐക്കണോക്ലാസ് നടത്തിയോ? ഈ ഹിന്ദുക്കൾക്കെതിരെ എവിടെ ഐക്കണോക്ലാസ് നടത്തിയിട്ടുള്ളത്? ഐക്കണുകളെ തച്ചുടച്ചത് എവിടെയാണെന്ന് പറ, നിങ്ങൾ പറ. കാത്തലിക്സ് അവരുടെ അകത്ത് ഐക്കണോക്ലാസ് ഒക്കെ നടത്തിയിട്ടുണ്ട്, ക്രൈസ്തവർ അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നാൽ നിങ്ങളുടെ ഏതെങ്കിലും ആളുകൾ ചെയ്യുന്നത് പോലെ അന്യരുടെ പള്ളി പിടിച്ചെടുത്തിട്ടുണ്ടോ? മുസ്ലിം പള്ളി പിടിച്ചെടുത്ത് ലോകത്തെവിടെങ്കിലും ഒരു ക്രിസ്ത്യ സഭ നടത്തിയിട്ടുണ്ടോ? അതിനെ കഴിയില്ലാഞ്ഞിട്ടാണോ? മുസ്ലിം പള്ളി പിടിച്ചെടുത്ത ഒരു ക്രിസ്ത്യാനിയുടെ പേര് പറ, നിങ്ങൾ കാര്യം പറയുമല്ലോ. എങ്ങനെയാണ് കുത്തബ് മിനാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? പോയി ചരിത്രം പഠിക്കുക. അതല്ലേ ഹിന്ദുക്കൾ ഇത്രയും പ്രകോപിതരായേ? എന്തിനാണ് ഹിന്ദുക്കൾ വർഷങ്ങളായി ആരാധിച്ചുകൊണ്ടിരുന്ന അയോധ്യയല്ലേ പിടിച്ചെടുത്തൊരു മോസ്ക് ആക്കണം നിർബന്ധം? മാറി പള്ളി വീണൂടെ? സ്ഥലത്തിന് വില ഇല്ലാതിരുന്നൊരു കാലത്ത്, പോപ്പുലേഷൻ ഇത്ര ഇല്ലാതിരുന്നൊരു കാലത്ത് മാറി പള്ളി വീണൂടെ? ഈ സുവർണ ക്ഷേത്രവും അടുത്തടുത്ത് കിടക്കുന്ന ഈ അമ്പലങ്ങൾ കൊള്ളയടിച്ച് ശ്രീരാമ വിഗ്രഹവും കൃഷ്ണ വിഗ്രഹവും ഒക്കെ കൊണ്ട് മോസ്കിലേക്ക് പോകുന്ന വഴിക്കിട്ടിട്ടില്ലേ ഈ ബഹുമാന്യ വ്യക്തികൾ? ഈ വിഗ്രഹങ്ങളുടെ നെഞ്ചിൽ ചവിട്ടി വേണം നിങ്ങളുടെ ആളുകൾ മോസ്കിലേക്ക് പോകാനെന്നുള്ള നിലയിൽ ചെയ്തിട്ടില്ലേ? ഞങ്ങൾ ഇങ്ങനെ ചെയ്തോ? എവിടെങ്കിലും ചെയ്തോ? നിങ്ങൾ എന്തറിഞ്ഞ ഐക്യതയെക്കുറിച്ച് എന്താ സംസാരിക്കുന്നത്? ഞങ്ങൾക്കുള്ളത് ഐഡിയോളജിക്കലാണ് മാഷെ. ഐഡിയോളജിക്കൽ ക്ലാഷ് വേറെയാണ്. അത് ആശയങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അവിടെ തീരും. ഞങ്ങളുടെ സൗഹൃദങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ വിഷയമില്ല. നിങ്ങൾ കണ്ടോ എവിടെങ്കിലും കത്തോലിക്കന്റെ കടയിൽ കയറരുത്, അങ്ങനെ ഞങ്ങൾ ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ടോ? അവിടെ കയറി ആഹാരം കഴിക്കരുത്, അവരെ കണ്ടാൽ മിണ്ടരുത്, അവരുമായിട്ട് ഇടപാട് നടത്തരുത്, ഫത്വ കേട്ടിട്ടുണ്ടോ? ഫത്വ പോലെ കേട്ടിട്ടുണ്ടോ? തിരിച്ചു കേട്ടിട്ടുണ്ടോ? അപ്പൊ ഇത് ഞങ്ങൾക്കതിൽ അഭിമാനമുണ്ട്. ഞങ്ങൾ തമ്മിൽ പറഞ്ഞ് കലഹിക്കുന്ന എന്ത് വിഷയത്തിലാ? ഞങ്ങൾ തമ്മിൽ പറഞ്ഞിട്ട് നീ അതും കേട്ടോ, അങ്ങനെ ഞാൻ ഒരു തട്ടകത്തിൽ അത് കിടക്കുന്നത്, അതിൽ കുഴപ്പമൊന്നുമില്ല. ഒരു തട്ടകത്തിൽ അത് കിടക്കുന്നത്, ആ രീതിയിൽ സംസാരിക്കുന്നത്. ഒരു വീട്ടിൽ കത്തോലിക്ക സഭയിൽ പോകുന്നവരും ഇത് മാർത്തോമായി പോകുന്നവരും ഒറ്റ വീട്ടിലുണ്ട് ഞങ്ങളുടെ. അല്ലെങ്കിൽ ഒരു വീട്ടിൽ മാർത്തോമ ചർച്ചും ബ്രദറൻ ചർച്ചും പെന്തിക്കോസ് ചർച്ചും ഉള്ള വിശ്വാസികൾ ഒരു വീട്ടിലുണ്ട്. അടി വെക്കുകയല്ല അവര്. അവരുടെ പ്രാർത്ഥന എല്ലാം ഒരുമിച്ചാ. അവരാ വിയോജിപ്പ് അവിടെ പറയുകയും ചെയ്യും. 3 കൂട്ടരെയും പ്രീസ്റ്റോ വേണ്ടപ്പെട്ടവരോ അവിടെ വരും. അവരെല്ലാം കൂടെ ഒറ്റ അടുക്കളയെന്നുള്ള സൽക്കാരമാണ് കൊടുക്കുന്നത്.
മനസ്സിലായില്ലേ? ആന്റണി തറക്കടവിൽ അച്ഛന്റെ മദർ മരിച്ചതിൻ്റെ അന്ന് ഞാൻ അവിടെ ചെന്ന് കാണാൻ അദ്ദേഹം അവിടെ പറഞ്ഞ ഞങ്ങളുടെ പാസ്റ്റർ വന്നിട്ടുണ്ട് പ്രസംഗിക്കുമെന്നാ പറഞ്ഞത് രാത്രി. കേട്ടിട്ടുണ്ടോ? ഞാനവിടെ നിന്നിട്ട് പ്രസംഗിക്കുകയും കാര്യങ്ങളൊക്കെ 10-20 മിനിറ്റോളം പ്രസംഗിച്ചിട്ടാണ് പോരുന്നത്. അപ്പൊ നിങ്ങൾ ഇതെന്തറിഞ്ഞ് സംസാരിക്കുന്നത്? ഇപ്പൊ വിയോജിപ്പുണ്ടത് വേറൊരു തലത്തിലാണ്. അപ്പൊ ഞാൻ നിർത്തുന്നു. അപ്പോൾ കാര്യങ്ങൾ പറയാൻ വരുമ്പോൾ ഞങ്ങളുടെ അടുത്താണ് നിങ്ങൾ സംസാരിക്കുന്നത്, ആ സൂക്ഷ്മത നിങ്ങൾ കാണിക്കണം. വർഗീസാർ എന്തോ പറയാനായിട്ട് ആഞ്ഞു വന്നിരുന്നു, അങ്ങ് സംസാരിച്ചട്ടെ. അല്ല താങ്ക് യു സാറേ. അക്ബറിന്റെ പ്രസ്താവന കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കിയതാണെങ്കിൽ പോലും ആ പറയുന്ന വാചകങ്ങളെ യുക്തിസഹമായി ഒരു മുസ്ലിം പയ്യൻ അല്ലെങ്കിൽ ഒരു മുസ്ലിം പശ്ചാത്തലത്തിൽപ്പെട്ട ഒരാൾ ചോദ്യം ചോദിച്ചാൽ അത് ഹദീസിനകത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമുക്ക് പൊഴിയാൻ പറ്റിയല്ല. കാരണം അതവിടെ ഉണ്ട്. അത് ശരിയാണെന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവൻ അതിനെ നമ്മുടെ പണി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ആ വാചകം എനിക്ക് മനസ്സിലാവുന്നില്ല. മുഹമ്മദ് എന്ത് ചെയ്തുവോ അത് ശരിയാണ്, അതാണ് മാനദണ്ഡം, അതാണ് നമ്മളെ പഠിപ്പിക്കേണ്ടത്. അല്ലാതെ ഒരു കോമൺ സെൻസ് ഉപയോഗിക്കാൻ നിനക്ക് അനുവാദമില്ല. നീ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ സാറേ ഒരു മിനിറ്റ്, അതിൻ്റെ അകത്തൊരു കാരണം പുള്ളി പറയുന്നുണ്ട്. അതായത് ഹദീസിൽ ഇങ്ങനെ മുഹമ്മദ് നബീദ് കുടിച്ചു എന്നുണ്ട്. സോഷ്യൽ മീഡിയ ശക്തമായതുകൊണ്ട് ഇനി നമ്മൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്നാ പറയുന്നത്. ഇനി ആ ചെയ്തത് ശരിയാണെന്ന് പറയുന്നതാണ് ബുദ്ധി എന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. അതെ. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയും എല്ലാ പുസ്തകങ്ങളും എല്ലാം രേഖകളായിട്ട് കിടക്കുമ്പോൾ ഇവർക്ക് ഒരിക്കലും അതൊന്നും നിഷേധിക്കാൻ പറ്റില്ല. അപ്പൊ പിള്ളേർ സ്വാഭാവികമായിട്ട് ചോദിക്കും. ബോധമുള്ള വിദ്യാഭ്യാസം ഉണ്ടല്ലോ, സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഒക്കെ പഠിക്കാൻ പോയ പെൺകുട്ടികളും ആൺകുട്ടികളും ഈ ചോദ്യങ്ങളൊക്കെ മുസ്ലിങ്ങളുടെ മുമ്പിൽ ഉന്നയിക്കുകയാണ്. അപ്പൊ അവർക്ക് അതില്ലെന്ന് പറയാം. പക്ഷെ ആ ഒരു തട്ടിപ്പ് നോക്കിക്കോണം. അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ പ്രസ്ഥാനം മുടിയും. മുഹമ്മദിനെ ആൾക്കാര് പുറംകാൽ വെച്ച് അടിച്ചു കളയും. മുഹമ്മദ് ഒരു അപഹാസ്യനായി മാറും. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം, നിങ്ങളുടെ ജോലി, നമ്മുടെ ജോലി, മുഹമ്മദ് എന്ത് ചെയ്തോ അത് ശരിയാണെന്ന് പറയാം. വാസ്തവത്തിൽ എനിക്ക് ആ ഫിലോസഫി ഇതുവരെ മനസ്സിലായില്ല. എന്തുകൊണ്ട് മുഹമ്മദ് അങ്ങനെ ചെയ്തു? അതിന് മുഹമ്മദ് എന്താ സർവശക്തനാണോ? മുഹമ്മദ് എന്താ സർവജ്ഞാനിയാണോ? മുഹമ്മദ് എന്താ ധാർമ്മിക ജീവിതത്തിനകത്ത് അത്യുന്നതമായ ശൃംഗങ്ങളിൽ വിരാജിച്ചവരാണോ? മുഹമ്മദ് എന്താ മനുഷ്യനല്ലേ? മുഹമ്മദ് പാപിയല്ലേ? ഏത് അളവുകോല് വെച്ചുകൊണ്ടാണ് മുഹമ്മദ് ചെയ്താൽ അത് ശരിയാണെന്ന് പറയുന്നത്? ഒന്നുകിൽ ഇദ്ദേഹം ഒരു അസാധാരണ വ്യക്തിത്വത്തിന് ഉടമയായിരിക്കണം. മുഹമ്മദ് ഒരു അസാധാരണ വ്യക്തിത്വത്തിന് ഉടമയാണ്, അതൊരു നെഗറ്റീവ് സെൻസിലേ ഉള്ളൂ. ലോകത്തിൽ ഒരു പ്രവാചകനും ജീവിക്കാത്ത തരത്തിൽ ആഭാസത്തരങ്ങളും തോന്നിവാസങ്ങളും കൊലപാതകങ്ങളും കൊള്ളിവെപ്പുകളും വൃത്തികേടുകളും കാണിച്ചു എന്നുള്ള കാര്യത്തിൽ പുള്ളി അതുല്യനാണ്. അല്ല, നന്മയുടെ വശത്തേക്ക് വരുമ്പോൾ പുള്ളി ഒരു ബിഗ് സീറോ ആണ്. അങ്ങനെയുള്ള ഒരാള് ചെയ്യുന്നത് എങ്ങനെയാണ് ശരി എന്ന് ഈ വരുന്ന ഒരു സമൂഹത്തെ പറഞ്ഞു പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഒരു വരുന്ന തലമുറയോട് കാണിക്കുന്ന ഏറ്റവും വലിയ നാശമാണ്. അപ്പൊ എനിക്കിന്നും മനസ്സിലായില്ല എന്ത് മാനദണ്ഡമാണ് മുഹമ്മദ് ചെയ്താൽ നന്മയാണെന്ന് പറയാൻ. മുഹമ്മദ് ചെയ്ത തിന്മയാണെന്ന് സാധാരണ ബോധമുള്ളവർ മനസ്സിലാവും. ഖുറാൻ തന്നെ മുഹമ്മദിനെ പാപി എന്നാ വിളിക്കുന്നത്. പാപം ചെയ്തവനാണെന്നാ പറയുന്നത്, പാപം ചെയ്യുന്നവനാണെന്നാ പറയുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തി ചെയ്യുന്നതെല്ലാം ശരികളാണെന്ന് പറയണമെങ്കിൽ മന്ദബുദ്ധികൾക്കേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ മനസ്സോ ധാർമ്മികതയോ മനസാക്ഷിയൊക്കെ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു ഇരുട്ടിനും അന്ധകാരത്തിന് അടിയറോ വെച്ചവന് മാത്രമേ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ആ ഒരു കുരുട്ടു ബുദ്ധി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു ജനസമൂഹത്തെ, ഒരു ചെറുപ്പക്കാരുടെ ഒരു വരിയൊരുന്ന തലമുറയെ ഇല്ലായ്മ ചെയ്യുവാൻ, അവന്റെ ഉള്ളിൽ അസത്യങ്ങളും അധാർമികതകളും അങ്ങ് വേരുറപ്പിക്കുവാൻ ഇവര് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ നോക്കി. ഇപ്പം ഈ സോഷ്യൽ മീഡിയക്കകത്ത് വന്ന് സംസാരിക്കുന്ന പല സ്ത്രീകളും ഈ ഹബീബ് സല്ലല്ലാഹു സല്ലവലാദി സല്ലം എന്ന് പറയുകയും
അല്ലെങ്കിൽ സുഹുവാനത്തുള്ള എന്നൊക്കെ ചെയ്യുന്ന ഈ വ്യക്തികളെ കുറിച്ച് ഒരു ആദ്യ പാഠങ്ങൾ പോലും പഠിച്ചിട്ടില്ലെന്നുള്ളതാണ്. ആദ്യ പാഠങ്ങൾ പോലും പഠിച്ചിട്ടില്ലെന്നുള്ളതാണ്. ഈ മദ്രസകളിൽ പഠിപ്പിച്ചു വിടുന്ന വൃത്തികേടുകള് പഠിപ്പിച്ചു വിടുന്ന കാര്യങ്ങൾ മാത്രം എന്ന് പറഞ്ഞാൽ അമേധ്യമാണ് എന്ന് മുല്ലാക്കന്മാർക്കറിയാം. പക്ഷെ വർണ്ണ പേപ്പറിട്ട് പൊതിഞ്ഞിട്ട് അത് അമൃതാണെന്നും പറഞ്ഞ് അവതരിപ്പിച്ചതിന്റെ പേരിൽ അമേധ്യത്തെക്കുറിച്ച് പഠിക്കാതെ അത് എന്തുവാണെന്നറിയാതെ അതിന്റെ ദുർഗന്ധം എന്തുവാണെന്നും അത് എത്ര വൃത്തികെട്ടതാണെന്നും മനസ്സിലാക്കാതെ അമൃതാണ്, ആ അമൃതിനെ ഒന്നും പറയാൻ പാടില്ല. ആരെങ്കിലും ഒന്ന് തുറന്നു നോക്കിയിട്ട് ഇത് വൃത്തികെട്ടൊരു സാധനമാണ്, ഇത് മനുഷ്യന്റെ വിസർജ്യമാണ്, ഇത് ഉപേക്ഷിക്കേണ്ടതാണെന്ന് പറഞ്ഞാൽ അത് പറ്റിയല്ല. ഞങ്ങളുടെ ഉസ്താദുമാര് ഞങ്ങളെ പഠിപ്പിച്ചത് ഇത് അമൃതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു വൃത്തികെട്ടൊരു ഫിലോസഫിയാണ് ഈ അക്ബർ പറഞ്ഞു വെക്കുന്നത്. അത് ഇവിടെ ഇരിക്കുന്ന മുസ്ലിം സഹോദരന്മാരൊന്ന് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന നല്ലതാണ്. അതല്ല, നമ്മുടെ മനസാക്ഷിയുടെ മുമ്പിൽ വിലയിരുത്തണം. നമ്മുടെ മനസാക്ഷിയുടെ മുമ്പിൽ നമ്മുടെ മനസാക്ഷി കോടതിയാണ് അതിന് ശരി തെറ്റുകളെ പറയേണ്ടത്. അതിന് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഈ ഈ നന്മതിന്മകളുടെ അല്ലെങ്കിൽ നന്മതിന്മകളുടെ എന്ന് പറഞ്ഞാൽ ധാർമ്മികതയുടെ, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ ഒക്കെ ഏറ്റവും സമ്പൂർണത എന്ന് പറയുന്നത് ദൈവമാണ്, സമ്പൂർണതയാണ്. ബൈബിള് പഠിപ്പിക്കുന്നത് ഞാനല്ല മറ്റേ നീതിമാൻ ദൈവമല്ലെന്ന് പറഞ്ഞു. അപ്പൊ നീതിമാനായ, പരിശുദ്ധനായ, സ്നേഹമായ, കാരുണ്യമായ, അങ്ങനെയുള്ള സർവ്വ നന്മകളുടെയും ആത്യന്തിക ആണ് ദൈവം. അതിനെ അപ്പുറത്തോടൊന്നുമില്ല, അതിന് തുല്യം വെക്കാനും ഇല്ല. ആ ദൈവത്തിൽ നിന്നാണ് മനുഷ്യൻ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവ് പഠിച്ചത്, ശരികൾ ഏതാണെന്ന് തെറ്റാണെന്ന് പഠിച്ചത്. ആ അളവ് പോലും നമ്മുടെ മനസാക്ഷിക്കകത്ത് കിടപ്പുണ്ട്, എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഉണ്ട്. ശരി തെറ്റുകളെ കുറിച്ചൊരു അവബോധം, മനസാക്ഷി എന്ന് പറയും, കോൺഷ്യൻസ്. അത് വെച്ചുകൊണ്ട് നമ്മൾ ഇത് അളന്നാൽ ധാർമ്മികത ഉള്ള ഒരുത്തന്നെ, അവൻ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ദൈവമില്ലാത്തവനാണെങ്കിൽ പോലും അവന്റെ മനസാക്ഷിയുടെ അളവ് പോലും വെച്ചുകൊണ്ട് മുഹമ്മദിനെ അളന്നു കഴിഞ്ഞാൽ മുഹമ്മദ് ചെയ്ത് ഒന്നും ശരിയാക്കാൻ പറ്റിയല്ല. അത് ഏത് അർത്ഥത്തിലാണ് മുഹമ്മദ് ചെയ്താൽ അത് ശരിയാണെന്ന് നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കണമെന്ന് പറയുന്നതിന്റെ അതിന്റെ ധാർമ്മികത, ആ അളവുകോലിന്റെ മാനദണ്ഡം എന്തോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഈ കേരളായിട്ട് ഇവിടുന്നുണ്ട്, കുറെ കമന്റ് എഴുതിയിടുന്നുണ്ടല്ലോ. തനിക്ക് കയറി വന്നിട്ട് എന്തുകൊണ്ട് മുഹമ്മദ് ചെയ്താൽ ശരിയാകും, മുഹമ്മദ് ചെയ്താൽ ശരിയാകും എന്നതിന്റെ കാരണം എന്താണ്? ഇപ്പൊ ഞങ്ങൾക്കൊരു കാര്യം പറയാം. ഞങ്ങളുടെ കർത്താവ് ഒരു കാര്യം ചെയ്താൽ അത് ശരിയാണെന്ന് പറയാൻ കാരണം, കർത്താവിനെ പോലെ പരിശുദ്ധനായി ജീവിച്ച ഒരാളില്ല. കർത്താവ് ഒരു അധാർമ്മികതയും കാണിച്ചിട്ടില്ല. കർത്താവ് മനുഷ്യരോട് ഇടപെട്ടിട്ടുള്ളത്, മനുഷ്യനെ പഠിപ്പിച്ചിട്ടുള്ളത്, മനുഷ്യരോട് ചെയ്തിട്ടുള്ളത് നന്മകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വചനത്തിൽ തന്നെ അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നത് സുവിശേഷം പ്രസംഗിച്ച് നന്മ ചെയ്ത് രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി മരിച്ചവരെ ഉയർപ്പിച്ച് മനുഷ്യന്റെ ആത്യന്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകിക്കൊണ്ട് ഭൂമിയുടെ പരപ്പിൽ ജീവിച്ച ഒരാളായിട്ടാണ് ഞങ്ങളുടെ കർത്താവിനെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്നത്. അപ്പൊ കർത്താവ് ആരോടും മോശമായിട്ട് പെരുമാറിയിട്ടില്ല, ഒരു വ്യക്തിയോട് പോലും. കർത്താവ് ഒരു കാര്യം ചെയ്തെങ്കിൽ അത് ശരിയാണ്, അത് പറയാൻ കാരണം ആത്യന്തിക നന്മയുടെ ഒരു പ്രത്യക്ഷീകരണമായിരുന്നു കർത്താവ്, ആൾരൂപമായിരുന്നു കർത്താവ്. കാരുണ്യത്തോടെ മനുഷ്യനെ കണ്ട ഒരാള്, സഹതാപത്തോടെ മനുഷ്യനോട് കരുണ കാണിച്ച ഒരാള്, സ്നേഹത്തോടെ സ്പർശിച്ച ഒരാള്, മനസ്സലിവോടെ തൊട്ട് സൗഖ്യമാക്കിയ ഒരാൾ, അതാണ് യേശു ക്രിസ്തു. ഈ പറയുന്ന വാക്കുകളിലെ ഒരു നന്മയുടെ വാക്കുകളും കൊണ്ടും പറയാൻ കൊള്ളാത്ത ഒരു അധാർമിക ജീവിതം നയിച്ച വ്യക്തി 6 വയസ്സ് മുതൽ 66 വയസ്സുള്ള സ്ത്രീകളെ ഭാര്യാപദത്തിനകത്ത് ക്യൂ നിർത്തിയിരിക്കുന്നു. അടിമ സ്ത്രീകളെ ഭോഗിക്കാൻ വേണ്ടി അനുവാദം കിട്ടിയവൻ, ശരീരം കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന പെണ്ണുങ്ങളെടുത്ത് ശരീരം ദാനം സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു ആഭാസൻ, ശ്രീലമ്പടൻ, കൊള്ളയും കൊള്ളിവെപ്പും മെയ്യനങ്ങാതെ പണിയെടുക്കാൻ വേണ്ടി പാവപ്പെട്ട മനുഷ്യർ കൂട്ടത്തോടെ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന പണം തട്ടിയെടുത്ത് ജീവിച്ച ഒരു കൊള്ളക്കാരൻ. പഠിപ്പിച്ചത് മുഴുവൻ സെക്സിനെ കുറിച്ച്. സ്വർഗത്തിൽ ചെന്നാലും അത്, ഇവിടെയും അത്. ഈ മനുഷ്യന്റെ അരയ്ക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം അറിയാവുന്ന ഒരുത്തൻ, അതിനെക്കുറിച്ച് മാത്രം സംസാരിച്ച ഒരുത്തൻ, അത് സംബന്ധിച്ച് ഏത് ചോദ്യം ചോദിച്ചാലും അറിയാവുന്ന ഒരുത്തൻ. ആത്മാവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു നാളെ ഉത്തരം പറയാം. സെക്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പുള്ളി ഉടനെ ആയത്തും ഇറങ്ങി, എല്ലാം ഇറങ്ങി പുള്ളിക്ക്. ഇങ്ങനെ ജീവിച്ച ഒരു വ്യക്തിയുടെ ചെയ്തികൾ എങ്ങനെയാണ് നന്മയുടെ മാനദണ്ഡമാവുന്നത് ഒരു പിടുത്തവും കിട്ടുന്നില്ല.
വഴിയെ പോയി ഒരു സ്ത്രീയെ കണ്ടിട്ട് വിഷമം ഉണ്ടായിട്ട് അള്ളാഹുവിന്റെ ഭാഷയിൽ മുഹമ്മദിന് വിഷമം ഉണ്ടായിട്ട് വീട്ടിൽ ചെന്ന് ഭാര്യയെ പ്രാപിക്കുന്നു. ഇയാൾ ചെയ്യുന്നത് എങ്ങനെയാ നന്മയാവുന്നേ? കേരളൈറ്റ്, നിന്റെ ഒരു ഉസ്താദ് പ്രസംഗിക്കുന്ന പ്രസംഗം കിടപ്പുണ്ട്, ഞാൻ വേണം നിന്നെ കേൾപ്പിക്കാം. നീയോ നിന്റെ ഭാര്യയും കൂടെ റോഡിലൂടെ പോകുമ്പോൾ നിന്റെ മുഹമ്മദ് എതിർ ദിശയിൽ നിന്ന് വന്നിട്ട് നിന്റെ ഭാര്യയെ കണ്ട് മോഹിച്ചു കഴിഞ്ഞാൽ നീ തലാഖ് ചൊല്ലി കൊടുക്കണമെന്ന് മുഹമ്മദിന് കൊണ്ടുപോകാൻ. അപ്പൊ അതിന്റെ അർത്ഥം മുസ്ലിങ്ങളായവർക്ക് പോലും തന്റെ പ്രവാചകന്റെ മുമ്പിൽ കൂടെ കാണാൻ കൊള്ളാതെ ഒരു പെണ്ണിനെ കൊണ്ട് പോകാൻ പറ്റിയല്ല. അപ്പോഴത്തെ നമുക്കൊരു പിടിക്കും. ഈ വൃത്തികെട്ടവൻ ചെയ്യുന്നത് എങ്ങനെയാണ് നല്ലതാകുന്നതെന്ന് വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നല്ല തലച്ചോറ് വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് കുറെ ഒട്ടകച്ചാണ് അതിനകത്ത് ഫിറ്റ് ചെയ്യുന്നതാണ്. അതിനേക്കാൾ നല്ലത് മൃഗമായിട്ട് ജീവിക്കുന്നതാണ്. നാൽക്കാലിയാവണം, പേര് മാറ്റണം മനുഷ്യൻ എന്നുള്ളത്. അപ്പം ഇവനാണ് നബിയിലടിച്ചിട്ട് പ്രസംഗിച്ചതാണ് ഈ MM അക്ബറി. അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പറയുന്നതെന്ന് മനസ്സിലാവുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മര്യാദയ്ക്കൊരു ഉത്തരം പറയാൻ, എന്തുകൊണ്ട് മുഹമ്മദ് ചെയ്താൽ ശരിയാകും, പിന്നെ ചെയ്തതെല്ലാം എന്തുകൊണ്ട് ശരിയാണ് എന്നും കൂടെ പറയണം. ഓക്കെ, നിങ്ങൾ പറയും ഞങ്ങളുടെ പ്രവാചകൻ ആയതുകൊണ്ട് ശരിയാകും. ഓക്കെ, പ്രവാചകൻ ചെയ്തതെല്ലാം ശരിയാണോ? ഇന്ന് ചോദിക്കുകയാണ്, 6 വയസ്സുള്ള കൊച്ചിനെ, 5 വയസ്സ് 8 മാസമുള്ള കൊച്ചിനെ 53 വയസ്സുള്ള പ്രവാചകന് നീയൊക്കെ കെട്ടിച്ചു കൊടുക്കുവോ? നിന്റെ പ്രവാചകൻ വഴിയിലൂടെ നടന്നു വരുമ്പോൾ നിന്റെ ഭാര്യ ആവശ്യപ്പെട്ടാൽ എനിക്ക് പോയിക്കണം എന്ന് പറഞ്ഞാൽ കൊടുത്തു വിടുവോ? കൊടുത്തു വിടുമെങ്കിൽ നീയൊക്കെ മനുഷ്യനല്ല, മൃഗങ്ങളാണ്. നാൽക്കാലികൾ പോലും സമ്മതിക്കല്ല ഈ പരിപാടികൾ. നീയൊക്കെ ഇരുകാലി എന്ന് പറയുന്നതിന് സമ്മതിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യൻ എന്നുള്ള പേര് മാറ്റണം. മൃഗമെന്ന് പറയാൻ പറ്റത്തില്ല. അതിനേക്കാൾ അധപതിച്ച് ഏതെങ്കിലും പേര് കണ്ടുപിടിക്കണം. അതിന് ഏറ്റവും നല്ലത് ഇസ്ലാമ്യനാകുക എന്ന് മാത്രമേ ഉള്ളൂ, മുഹമ്മദീയനാകുക എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഇസ്ലാമിക ധാർമ്മികതയുടെ മൃഗത്തോട് പോലും തുല്യപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് മലയാളത്തിൽ പേര് കണ്ടുപിടിക്കണം, മുഹമ്മദീയത. ഇസ്ലാമിക സംസ്കാരം എന്ന് പറയുന്നത് നാൽക്കാലി പോലും ചെയ്യാത്ത അപരിഷ്കൃത ബാർബേറിയൻ പ്രവൃത്തികളാണ്. ഇത് നമ്മൾ പുസ്തകത്തിൽ വായിച്ച കാര്യങ്ങളാ. ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം, വഴിയെ പോയ കണ്ട സ്ത്രീകൾ, മറ്റേ ഇപ്പൊ അനിൽപാസ്റ്റ് പറഞ്ഞ പോലെ തോട്ടത്തിൽ വെച്ച് ആ സ്ത്രീയുടെ തോളെ കയറി വെച്ചപ്പോൾ അവള് പ്രതികരിച്ച പ്രതികരണം, മാര്യത്തിനെ കയറി പിടിച്ച കാര്യം, ഇതൊന്നും ഇല്ലാത്തതൊന്നും അല്ലല്ലോ, എല്ലാം ഉള്ളതാണ്. ഇതെങ്ങനെയാണ് ധാർമ്മികത നിലവാരമായി മാറുന്നത്? ഇതൊക്കെ എങ്ങനെയാണ് ശരികളാവുന്നത്? ഏത് മാനദണ്ഡമാണ് നിങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് അളക്കാൻ? അത് ശരിയാണെങ്കിൽ, മുഹമ്മദ് ചെയ്ത ആ വൃത്തികേടുകൾ ശരിയാണെങ്കിൽ എന്ത് മാനദണ്ഡമാണ് നിങ്ങൾ അതിന് ഉപയോഗിച്ചത്? അത് അറിഞ്ഞാൽ കൊള്ളാം. ഞങ്ങൾ തെറി പറഞ്ഞിട്ട് കഥയൊന്നുമില്ല. മുഹമ്മദ് ചെയ്താൽ അത് ശരിയാവണമെങ്കിൽ മുഹമ്മദ് ഏറ്റവും നല്ലവനായി ജീവിച്ചവനായിരിക്കണം, അങ്ങനെ പഠിപ്പിച്ചവനായിരിക്കണം, ധാർമ്മികതയുടെ നമ്മൾ പറയുന്നത് മൂർത്തിഭാവമായിരിക്കണം. ഇത് അധാർമികയുടെ മൂർത്തിഭാവമായി ജീവിച്ച് അസാൻമാർഗികയുടെ മൂർത്തിഭാവമായിട്ട് ഭാവിച്ച് കൊള്ളയും കൊള്ളിവെപ്പും ജീവിതചര്യയായി സ്വീകരിച്ചൊരു മനുഷ്യന്റെ ചെയ്യുന്ന പ്രവർത്തികൾ അങ്ങനെയാണെങ്കിൽ വീരപ്പൻ ചെയ്ത് മുഴുവൻ ശരിയാണെന്ന് പറയണം. ഗോവിന്ദചാപി അതിനേക്കാളും വലിയ നന്മയാണ് ചെയ്തെന്ന് പറയണം. ജയിലുകളിൽ കിടക്കുന്ന ഏറ്റവും നികൃഷ്ടനും പ്രാകൃതനും ബാർബേറിയനുമായ കുറ്റവാളികളെക്കാൾ മോശമാണ് മുഹമ്മദ്. അങ്ങനെയാണെങ്കിൽ അവർ ചെയ്ത എല്ലാം ശരിയാണ് നമ്മൾ പറയേണ്ടി വരും. നമ്മുടെ മനസാക്ഷിക്കകത്ത് അനുവദിക്കാത്തത് നമ്മുടെ ഉള്ളിൽ തമ്പുര തന്നിരിക്കുന്ന നേരിന്റെയും നന്മയുടെയും നെറിയുടെയും ഒരു അതിർവരമ്പുണ്ട്, മനസാക്ഷി എന്ന് പറയുന്നത്. ആ അതിർവരമ്പിനും ആ അളവുകോലിനും മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഈ തിന്മയുടെ മൂർത്തിഭാവ മുഹമ്മദിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാതെ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങളത് വസ്തുതാപരമായി തെളിയിച്ചിരിക്കുക. അതാണ് ഞങ്ങൾക്ക് ആവശ്യം. എന്തെങ്കിലും കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ കുറെ തെറി പറഞ്ഞാൽ ഇസ്ലാം വെളുക്കില്ല. ഞങ്ങളെ തെറി പറഞ്ഞോളൂ, ഇസ്ലാം വെളുക്കുവോ? ഇസ്ലാം വെളുക്കില്ല. മുഹമ്മദ് ശരിയാവുമോ? ശരിയാവുകയില്ല. മുഹമ്മദിന്റെ ധാർമ്മികത ശരിയാവുമോ? ശരിയാവുകയില്ല. വർഗീസ് അഹമ്മദിനെയോ അനിൽക്കുടിത്തോട്ടത്തെയോ ഇവിടെ ഇരിക്കുന്നവരൊക്കെ കുറെ നിങ്ങൾ ഇവിടുത്തെ തെറി അങ്ങ് പറഞ്ഞു. സ്വന്തം പിതാക്കന്മാരെ കുറിച്ച് അറിവില്ലാതെ വരുമ്പോൾ അന്യരുടെ പടം ഇട്ടുകൊണ്ട് കൊണ്ടു നടക്കുന്നവരും ഉണ്ടാവാം. അതിപ്പോ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല. ആ പിതൃത്വത്തെ കുറിച്ച് അറിവില്ലെങ്കിൽ പിന്നെ ആരുടെയെങ്കിലും പടം ഇട്ടുകൊണ്ട് നടക്കും. അത് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ളവന്മാർ നിങ്ങളുടെ ഇടയിലുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്താൽ മുഹമ്മദ് വെളുക്കുവോ? വെളുക്കുകയല്ല. മുഹമ്മദ് വെളുക്കുകയല്ല. അതാണ് സത്യം. അതുകൊണ്ട് ആ മാനദണ്ഡത്തിന്റെ ആ പറഞ്ഞത് മുഹമ്മദ് ചെയ്തതാണെങ്കിൽ അത് ശരിയെന്ന് നമ്മുടെ തലമുറ പറഞ്ഞ് പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഏറ്റവും നികൃഷ്ടവും പ്രാകൃതവും ബാർബേനിസമോ ഒരു തലമുറയ്ക്ക് നിങ്ങൾ ജന്മം കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് നന്മകൾ ഇല്ലെന്നുള്ള
ആരെങ്കിലും സംസാരിച്ചോ സഹോദരന്മാരെ? വർഗീസ് സാറേ, ചോദിച്ചോളൂ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ഞാൻ സാറ് പറഞ്ഞ കാര്യത്തിൽ ഒരു ചെറിയ അഡീഷനും കൂടെ ചെയ്തോട്ടെ. പരിഭാഷകർ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി, കുഞ്ഞി മുഹമ്മദ് പരപ്പൂർ, ഇവർ രണ്ടുപേരും ദൈവിക ഗ്രന്ഥവും മനുഷ്യ ചരിത്രവും ഖുറാന്റെ വെളിച്ചത്തിൽ എന്ന ഒരു ചെറിയ പുസ്തകത്തിൻ്റെ അതിനകത്തൊരു 10-50 പേജേ ഉള്ളൂ. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു കാര്യം, തലക്കെട്ട് ദൈവിക ഗ്രന്ഥവും മനുഷ്യ ചരിത്രവും ഖുറാന്റെ വെളിച്ചത്തിൽ. അതിനകത്ത് ഒരാൾ സ്വയം ഹിംസയിൽ നിന്നും ദുഷ്ടതയിൽ നിന്നും മോചിതനാകുന്നില്ലെങ്കിൽ ഉചിതമായ ശിക്ഷയിലൂടെ അയാളെ അതിൽ നിന്ന് അകറ്റി നിർത്താനുള്ള നിയമങ്ങളും ഖുറാൻ അനുശാസിക്കുന്നുണ്ട്. ആർക്കും യഥേഷ്ടം സമ്പത്ത് വാരിക്കൂട്ടാനും ചൂഷണം ചെയ്യാനും പഴുതു നൽകാതെ സാമ്പത്തിക രംഗത്തെയാകെ നീതിനിഷ്ഠമായ നിയമങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരുന്നുണ്ട് ഖുറാൻ. ലൈംഗിക ജീവിതത്തെ വിശുദ്ധിയുടെ സീമയിൽ ഒതുക്കുകയും ആ രംഗത്തെ കയ്യേറ്റങ്ങളെയും അഴിഞ്ഞാട്ടങ്ങളെയും തടയിടുകയും ചെയ്യുന്നതത്രേ ഖുറാനിക മാർഗദർശനം. എന്നിട്ടാണോ 4 കെട്ടണമെന്ന് പറഞ്ഞു കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരെ ഇവിടെ എഴുതിയിരിക്കുന്ന സാമ്പത്തിക രംഗത്തെ ആകെ നീതിനിഷ്ഠമായ നിയമങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരും. ഇവരെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെന്ന് വിളിക്കേണ്ടി വരുമല്ലോ. ഈ പിന്നെ പണമെല്ലാം വാരിക്കൂട്ടി ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന അറബികളെ എന്തോ വിളിക്കണം? ലൈംഗിക ജീവിതത്തെ വിശുദ്ധിയുടെ സീമയിൽ ഒതുക്കി ആ രംഗത്തെ കയ്യേറ്റത്തെയും അഴിഞ്ഞാട്ടത്തെയും തടയിടുന്നു. ഇത് ഖുറാൻ വെച്ചൊന്ന് തെളിയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അതെ, അനിൽ പാസ്റ്റേ, ഈ ഉണ്ടല്ലോ ഇവിടെ അല്ലേ, ഈ തരം കോമഡികൾ മുസ്ലിങ്ങൾക്ക് മാത്രമേ എഴുതി വെക്കാൻ പറ്റൂ. ലോകത്ത് ആരും ഇത്രയും വലിയ കോമഡികൾ എഴുതി വെക്കുകയില്ല. അനിൽ സാറ് അതിനൊന്ന് പ്രതികരിക്കുന്ന നല്ലതാണ്. ഖുറാൻ അത്ഭുതങ്ങളുടെ അത്ഭുതം. പറയൂ. ഖുറാൻ അത്ഭുതങ്ങളുടെ അത്ഭുതം എന്നും പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് MM അക്ബർ പബ്ലിഷ് ചെയ്തതാണ്. എന്ന് പറഞ്ഞാൽ നീച്ച് ഓഫ് ട്രൂത്ത് വരെ പബ്ലിഷ് ചെയ്തൊരു പുസ്തകമാണ്. ഒരു 4 കോപ്പി അക്ബർ അതെനിക്ക് തന്നായിരുന്നു അന്ന് സംവാദം കഴിഞ്ഞപ്പോൾ. ഞാനത് വായിച്ചു. അത് ഇയാടെയാണ്, അഹമ്മദ് ഡീഡാറ്റിന്റെ കണ്ടാണ്. അഹമ്മദ് ഡീഡാറ്റ് എഴുതിയതിന്റെ അതിന്റെ പരിഭാഷയാണ്. ഞാൻ ഓർത്തു, ഈ അത്ഭുതങ്ങളുടെ അത്ഭുതം എന്ന് എന്ത് അർത്ഥം വെച്ചോണ്ടാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് ഖുറാൻ എങ്കിൽ പൂമ്പാറ്റ ലോകോത്തര അത്ഭുതങ്ങളിലൊന്നാണ്. അതിന് പൂമ്പാറ്റയ്ക്ക് എഴുതി വെച്ചിരിക്കുന്ന ഒന്നുമല്ല, ഒരു കഥയ്ക്കൊരു തുടക്കം ഒടുക്കമുണ്ട്. അതുപോലും ഇല്ലാത്തൊരു പുസ്തകം അത്ഭുതങ്ങളുടെ അത്ഭുതമാണെന്ന് എഴുതി വെച്ചിട്ട് ക്രിസ്ത്യ വിശ്വാസത്തെ ശരിക്കും ആക്ഷേപിക്കാൻ വേണ്ടി അദ്ദേഹം കുറെ പണിപ്പെടുന്നുണ്ട്. അപ്പം ഈ നുണകളുടെ മേൽ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ആഭാസനെ മനോഹരൻ എന്ന് പറയണമെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം സാധാരണ മനുഷ്യന്റെ മനസാക്ഷിയുടെ മുമ്പിലുള്ള നന്മ മുഴുവൻ തിന്മയും, ആ നമ്മുടെ മനസ്സിലുള്ള തിന്മകൾ എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യന്റെ മനസ്സിൽ കൊലപാതകവും കൊള്ളിവെപ്പും പെണ്ണുപിടുത്തം ഇതൊക്കെ തെറ്റാണെങ്കിൽ മുസ്ലിമിന്റെ മനസ്സിൽ അതൊക്കെ ശരികളാണ്. ഇവരുടെ ശരികളും തെറ്റുകളും ഇസ്ലാമിലെ വാക്കുകളോട് മാത്രം നിർവചിക്കാൻ പറ്റൂ. സാമാന്യ മനുഷ്യന്റെ വാക്കിനകത്തൊന്നും നിർവചിക്കാൻ പറ്റില്ല. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പൊ സാറേ പ്രതികരിക്കും സാറേ, ഇതിനൊക്കെ എന്ത് മറുപടി? ഞാനൊരു വസ്തുത പറയാം. ഈ ഇവരുടെ നീതിബോധം, എൻ്റെ ഒരു പരിചിതനായ ഒരു ദിയാസന്റെ മരുമകൾ, അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞ് ഒരു അറബി രാജ്യത്തേക്ക് നേഴ്സായിട്ട് പോയി. BSc നേഴ്സാണ്. അപ്പോൾ 1 മാസമേ ഇവിടെ കഴിഞ്ഞുള്ളൂ എന്ന് ഓർക്കണം. അപ്പോൾ ഈ ചങ്ങാതി ചെന്നിട്ട് അവിടെ നേഴ്സായി ജോലി ചെയ്യുമ്പോൾ ഒരു 95 വയസ്സുള്ള ഒരു വൃദ്ധൻ പാലിയേറ്റീവ് കെയർ ചെയ്യപ്പെട്ടു. അപ്പോൾ അവിടെ ഡ്യൂട്ടി കിട്ടി. ഇയാൾക്ക് ഒരു ബോധവും ഇല്ല, എങ്ങനെ കിടക്കുകയാണ് നാളുകൾ. അപ്പോൾ ഒരു ദിവസം ഇവർ മരുന്നും കൊണ്ട് വരുമ്പോഴേക്ക് ഈ മനുഷ്യൻ മരിച്ചു. അപ്പം മരിച്ചു എന്നത് ആ സമയത്ത് നേഴ്സോ ആരും അടുത്തില്ല എന്നുള്ളൊരു കുറ്റം വേണേ ചുമത്താം. അങ്ങനെ ശ്രദ്ധിക്കണം. അപ്പോൾ വീട്ടുകാർ ഇതെല്ലാം അറിഞ്ഞിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ല, അത് വസ്തുതയല്ലേ, സാരമില്ല, ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞാൽ അന്ന് അതങ്ങ് തീർന്നു. പക്ഷെ ആരോ ഇവരോട് പറഞ്ഞു, ബ്ലഡ് മണി കിട്ടും, നിങ്ങൾ ഒരു കേസ് കൊടുക്കാൻ പറഞ്ഞു നേഴ്സിൻ്റെ പേരിൽ. അപ്പോൾ അവർ കേസ് കൊടുത്തു. കേസ് കൊടുത്തിട്ട് ആ പെൺകുട്ടിയെ 6 മാസം ജയിലിലിട്ടു.
അവസാനം ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് അവിടെ നിന്ന് ഇറക്കണം. അതാണല്ലോ രീതി. അതുപോലെയാണ് ഇപ്പം നിമിഷപ്രിയ കിടക്കുന്നത്. ഈ കോടികൾ കൊടുത്ത്, ലക്ഷമല്ല കോടികൾ കൊടുത്തിറങ്ങണം. അത് നമ്മളിവിടെ പിരിക്കുക ഇമാരുടെ നീതിബോധം കൊണ്ട്. ആ നീതിബോധത്തിന്റെ അടിസ്ഥാനം കെട്ടണം. അൽബക്ര പശു ചാപ്റ്റർ 2 വേഡ് 178 ആയത്ത്: സത്യവിശ്വാസികളെ, കൊല ചെയ്യപ്പെടുന്നവരുടെ കാര്യത്തിൽ തുല്യശിക്ഷ നടപ്പാക്കുക എന്നത് നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിരിക്കുന്നു. സ്വതന്ത്രന് പകരം സ്വതന്ത്രനും അടിമയ്ക്ക് പകരം അടിമയും സ്ത്രീക്ക് പകരം സ്ത്രീയും കൊലപ്പെടേണ്ടതാണ്. ഇനി അവന് കൊലയാളിക്ക് തന്റെ സഹോദരന്റെ പക്ഷത്തു നിന്ന് വല്ല ഇളവും ലഭിക്കുകയാണെങ്കിൽ അവൻ മര്യാദ പാലിക്കണം. അത് ചത്തുപോയവന്റെ സഹോദരന്റെ പക്ഷത്തു നിന്ന് വല്ല ഇളവും കൊടുക്കുകയാണെങ്കിൽ അവൻ നല്ല മര്യാദ പാലിക്കുകയും നല്ല നിലയിൽ നഷ്ടപരിഹാരം കൊടുത്ത് വീട്ടുകയും ചെയ്യേണ്ടതാകുന്നു. അപ്പം പൈസ കൊടുത്താൽ ഇവനെ ഇത് വിട്ടുവീഴ്ച ചെയ്യാവുന്നതാണ്. അതിൻ്റെ മറവിലാണ് ഈ 4 കോടി 40 കോടി എന്നൊക്കെ പറഞ്ഞുള്ള വലിയ പൈസ വാങ്ങിയിട്ട് ഈ പാവം മനുഷ്യരെ ദ്രോഹിക്കുന്നത്. കയ്യബദ്ധങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന തെറ്റുകൾ നമ്മുടെ രാജ്യത്താണെങ്കിൽ അതിന് പണ്ടാണെങ്കിൽ 307, 306 എന്നൊക്കെ ഉള്ള വകുപ്പുകളും പ്രകാരം ഇവർ മനഃപൂർവ്വം അല്ലാത്ത നരകത്തിക്ക് കേസെടുക്കും. എന്നിട്ട് ചെറിയ പെനാൽറ്റി ഒക്കെ ഉണ്ട്. അവരിപ്പോൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത വഴിക്ക് സംഭവിച്ച അപാകതയാൽ ഒരാൾ മരിച്ചു. കാരണം അവർ തമ്മിൽ വൈരാഗ്യമൊന്നുമില്ല. ആ അശ്രദ്ധയ്ക്ക് അവർ ഫൈനടിക്കും. പക്ഷെങ്കിൽ ഇത്രയും ക്രൂരമായ വിധത്തിൽ പൈസ കൊടുത്തില്ലെങ്കിൽ ആ ജയിലിടുകയോ തലവെട്ടുകയോ ചെയ്യുന്ന നീചകൃത്യങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുകയാണ്. ഇനി എന്താ സാമ്പത്തിക നീതി? ഇസ്ലാമിലെ സാമ്പത്തിക നീതി ക്രിസ്ത്യാനിയും യഹൂദനും അധ്വാനിച്ചു വെച്ച പൈസയുടെ 1/5 എല്ലാ മുസ്ലിങ്ങൾക്കും കൊടുക്കണം. ഈ മുസ്ലിങ്ങളെക്കാൾ ഉയരത്തിൽ മറ്റുള്ള ആളുകൾ വീട് വെക്കാൻ പാടില്ല. മാത്രമല്ല അങ്ങനെ ചെയ്യുന്ന ആളുകൾ അവർക്ക് കീഴടങ്ങി ബാങ്ക് വിളിക്കുമ്പോഴും മറ്റു കാര്യങ്ങളുമെല്ലാം സംയമനവും പക്വതയും പുലർത്തി പോകണം. അപ്പോൾ ഇവരോട് ഒരു തരത്തിലും ദിമ്മിവൽക്കരിക്കപ്പെടുക മറ്റുള്ള ആളുകൾ. അവിടെ സാമ്പത്തിക നീതിയൊന്നുമില്ല. ഇസ്ലാമിന്റെ സുഖത്തിനും സൗകര്യത്തിനും, അതായത് ഇസ്ലാമിക മതം കൊണ്ട് ഒന്നാമത് സൗകര്യങ്ങളും സുഖവും സ്വത്തും ആർജിച്ചത് മുഹമ്മദ്. രണ്ടാമത് അതിലെ ഈ എന്താ പറയുന്നത് സുൽത്താൻമാർ അല്ലെ മറ്റേ ഇതായിട്ട് വന്നിരിക്കുന്ന കക്ഷികളുടെ, അപ്പൊ ഇവരാണ് അടുത്തായിട്ട് വന്നേക്കുന്നത്. അപ്പൊ ഇവരെ കുറിച്ച് തന്നെ ഒന്ന് പഠിക്കാനുണ്ട്. ഈ ഉമറിന്റെ ഒക്കെ വിദ്യാഭ്യാസവും വിവരം എന്താ? അല്ലെങ്കിൽ അബൂബക്കറിന്റെ വിവരം എന്താ? ആ കൂടെ ഒരു വിവരമുള്ള മനുഷ്യൻ മുആവിയാണ്. സിറിയൻ ഗവർണർ ആയിരുന്ന മുആവിയ. അയാൾ ക്രിസ്ത്യനായിരുന്നു. അതിൽ കാര്യമായിട്ട് അയാളുടെ അപ്പൻ അബൂ സുഫിയാനുണ്ട്. ഈ അബൂ സുഫിയാൻ മുഹമ്മദിന്റെ കനത്ത വിമർശകനായിരുന്നു. അബൂ സുഫിയാന് 101 പെണ്ണൊട്ടകങ്ങളെയും സുന്ദരിയായ പെണ്ണിനെയൊക്കെ കൊടുത്താണ് മറിക്കുന്നത് മുഹമ്മദ് കൂടെ കൂട്ടുന്നത്. അപ്പോൾ അബൂ സുഫിയാന്റെ വീട് ലാസ്റ്റ് ഇവരുടെ ആളുകൾക്ക് അഭയം ഉണ്ട് എന്നൊക്കെ മുഹമ്മദ് പ്രസംഗിച്ചുകൊണ്ട് കൂടെ നിർത്തി. അയാളുടെ ഭാര്യയാണ് ഈ മുഹമ്മദിന്റെ പിതൃവ്യനായ ഹംസയുടെ കരൾ കടിച്ചു തുപ്പി ഉഹുദ് യുദ്ധത്തിൽ. ഇങ്ങനെ എത്ര സംഭവങ്ങൾ കിടക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് സാമൂഹ്യ നീതിയില്ല, അവിടെ എന്തെങ്കിലും തരത്തില് സാമ്പത്തിക നീതിയില്ല, പിന്നെ എഴുതി ഇങ്ങനെ അങ്ങ് വിടുകയാണ്. ഇപ്പൊ ഇനിച്ചോട്രൂത്തിന്റെ ഒക്കെ ആ ഓഫീസിൽ പുസ്തകം എടുക്കാൻ കയറിയാൽ ഇസ്ലാമിക്ക് മറ്റേ എന്തുവാ എക്കണോമിക്സ്, ഇസ്ലാമിക് രാഷ്ട്രതന്ത്ര ശാസ്ത്രം, ഇങ്ങനെ കേട്ടാൽ മനുഷ്യനോർക്കും ഇത് ഭയങ്കര ബൗദ്ധികമായ ആഴമുള്ളൊരു ലോകമൊക്കെയാണെന്ന് തോന്നും. ഇവരെ കുറെ പണ്ഡിതന്മാർ ഉസ്മാനിയയിലും അലിഗഡിലും ഒക്കെ പഠിച്ചിട്ടാണ് ഈ സാധനം തട്ടിവിടുന്നത്. എന്നാൽ ഇതിനകത്ത് നിലവാരമുള്ള ബുക്ക് ഉണ്ട് കേട്ടോ. നിലവാരമുള്ള ബുക്ക് DC ബുക്സ് ഇറക്കുന്നുണ്ട്. ഇസ്ലാമിക് സെക്സ് എന്നാണ് അതിൻ്റെ പേര്. നമ്മുടെ അജീഷ് ആ സാധനം അജീഷിന്റെ പക്കൽ ചോദിച്ചാൽ കിട്ടും. എൻ്റെ കയ്യിലും ഉണ്ട്. അപ്പൊ ഇതൊക്കെ വായിക്കണം. കാരണം ഇതിനകത്ത് പുള്ളി മാസ്റ്ററായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സാക്ഷാല് ഇന്ത്യയിലുണ്ടായിരുന്ന ഇതേക്കുറിച്ച് പഠിച്ചൊരു വത്സ്യായന മഹർഷിയുണ്ട്. ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ വായുമാർഗം പറഞ്ഞു എന്ന് വെറ്റിലേയും പാക്കുമൊക്കെ വെച്ച് ശിഷ്യത്വം സ്വീകരിച്ച് പോകുന്നേനെ. മുഹമ്മദ് ഉണ്ടെ പിന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് പോകുന്നേനെ. അപ്പോൾ തന്നെ ഈ വത്സ്യായന്റെ പ്രത്യേകത, അദ്ദേഹം ആജീവനാന്തം ബ്രഹ്മചാരിയായിരുന്നു. പഠനത്തിന് വേണ്ടി ഈ മേഖല വഴി സന്ദർശിച്ചെന്നേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ പഠന വിഷയമാക്കിയ ബ്രഹ്മചാരിയായിരുന്നു സത്യത്തില് ഈ വത്സ്യായന. അദ്ദേഹം ഇങ്ങനെയൊന്നും പോയിട്ടില്ല. പക്ഷെ മുഹമ്മദിൽ നിന്ന് ഇതിന്റെ പ്രാക്ടിക്കൽ ഇതുവരെ ആരും അറിയാത്ത വിധത്തിലെ ഒട്ടകരതി, മൃഗരതി, ശവരതി, പിന്നെ വാഹനം തെറ്റിക്കല്, ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത വിധത്തിലെ ഈ കാര്യങ്ങൾ, ഇൻസെന്റ് സെക്സ്, ഇതെല്ലാമാണ് മനുഷ്യരാശി പഠിച്ചത്. ബാക്കി മനുഷ്യരാശി ആരാ? ഞങ്ങളാരും അല്ല. ഞങ്ങൾക്ക് അതിന്റെ ക്രിട്ടിക്കൽ സൈഡ് ഞങ്ങൾ എടുത്തേക്കുന്നത്. ഇതെല്ലാം മനസ്സിൽ പഠിച്ചു വെച്ചിട്ട് ഇപ്പൊ എനിക്കൊരു പേഴ്സണൽ ഡിബേറ്റ് ഉണ്ട് ഒരു സഹോദരനുമായിട്ട്.
വാട്സാപ്പിലൂടെ അദ്ദേഹം ഇങ്ങനെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. എല്ലാ ആയുധവും തീർന്നപ്പോൾ കക്ഷി പറഞ്ഞത് മുഹമ്മദിനെ പ്രാണനോളം സ്നേഹിച്ച ആൾക്കാരായിരുന്നു ബുഖാരിയും മറ്റേ ആളുകളും. മുഹമ്മദ് ചെയ്തത് തെറ്റാണെങ്കിൽ ഇവർ വന്ന് ഇതൊക്കെ എഴുതുമായിരുന്നു. അപ്പൊ അതിന്റെ മറുപടി ഇത്രേ ഉള്ളൂ, ഇവർക്ക് ഇതുപോലെ ജീവിക്കണം, അതിനൊരു വഴി മുഹമ്മദിനെ പ്രകീർത്തിക്കാന്നുള്ളൂ. അപ്പൊ ആരെങ്കിലും മുഹമ്മദിനെ പ്രകീർത്തിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഇവർക്കും ഇങ്ങനെ അഴിഞ്ഞാടി ജീവിക്കണം. അല്ലാതെ അവിടെ എന്ത് നീതി, സാമൂഹ്യ നീതിയുടെ ഏത് വശമാണ് അവിടെ ഉള്ളത്? അത് ബൈബിളിലേക്ക് വാ, യേശു ക്രിസ്തുവിലേക്ക് വാ. കൊച്ചുകുട്ടിക്ക് അവന്റെ വിലയും നിലയും, സ്ത്രീക്ക് അവരുടെ വിലയും നിലയും, പുരുഷൻ അവന്റെ വിലയും നിലയും, ജോലിക്കാരൻ അവന്റെ വിലയും നിലയും, യജമാനൻ അവന്റെ പദവിയും അവന്റെ മര്യാദകളും. ഇത് വർഷങ്ങൾക്കപ്പുറം എഴുതി വെച്ചു. സംഘടനാ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ്, അവിടെ ഭക്ഷ്യവകകളും ഭക്ഷ്യവസ്തുക്കളും വിഭജിക്കേണ്ടത് എങ്ങനെയാണ്. ഇനി ബൈബിളിന്റെ പഴയ നിയമം എടുത്താൽ പോലും പുരോഹിതന് സ്വന്തമായിട്ട് ഭൂമി പാടില്ല, മനസ്സിലായില്ലേ? സ്വന്തമായിട്ട് അവന് ഭൂമിയോ സ്വത്തോ ഒന്നും സമ്പാദിക്കാൻ പാടില്ലെന്ന് അന്ന് എഴുതി വെച്ചു. ഇന്ന് നിങ്ങളുടെ കാര്യം എങ്ങനെയാ? മുഹമ്മദിന് 5-1 കൊടുക്കണം, മുഹമ്മദ് മരിച്ച ഖുറൈശി ഗോത്രത്തിന് കംപ്ലീറ്റ് കൊടുക്കണം. ഇന്നും ഈ മുഹമ്മദിന്റെ ഗോത്രത്തിൽപ്പെട്ട ആളുകളാണെന്ന് പറഞ്ഞ് കേരളത്തിൽ ചില ആളുകൾ ഇതേ വിധത്തിലുണ്ടല്ലോ ഇവിടെ. അവരുടെ അടുത്ത് വലിയ വലിയ മേജർ രാഷ്ട്രീയ പാർട്ടികൾ, ഈ ഇസ്ലാമിക രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേജർ കക്ഷികൾ അവരുടെ വാക്കുകളെ ഇന്നും പുരോഹിതന്റെ വാക്കായിട്ട് അംഗീകരിക്കുന്ന പൗരോഹിത്യം ഇല്ലെന്നും പറയും. അപ്പൊ ഇവർക്കും ഖുറൈശി ഗോത്രത്തിന് ഏതാണ്ട് വലിയ സംഗതികളൊക്കെ ഉണ്ടെന്നുള്ള നിലയിലാണ്. എന്നാൽ യേശുവിന്റെയും പൗലോസിന്റെയും ഒക്കെ ഗോത്രത്തിന് ഏതാണ്ട് പ്രാമുഖ്യമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, പൗലോസ് പറഞ്ഞു, യഹൂദൻ എന്ത് വിശേഷത എന്ന് ചോദിച്ചില്ലേ? യഹൂദൻ എന്ത് വിശേഷത അങ്ങോട്ടാ ചോദിച്ചത്. രക്ഷയുടെ മുമ്പിൽ, ദൈവിക നീതിക്ക് മുമ്പിൽ ദാസനും യഹൂദനും ഒന്നുമില്ല, യവനനില്ല, വ്യത്യാസമില്ല. വിഭാഗീയതകൾക്ക് അതീതമായി മനുഷ്യരാശിക്ക് തുല്യനീതി സിദ്ധാന്തം ലോകത്ത് അവതരിപ്പിച്ചത് ക്രിസ്ത്യാനിറ്റിയാണ്. പിൽക്കാലത്ത് അത് ക്രിസ്ത്യാനിറ്റിയുടെ വേർഷനുകൾ അതിൽ നിന്നൊക്കെ വ്യതിചലിച്ചിട്ടുണ്ടാവാം. അത് രണ്ടാമത്തെ കാര്യം. ആ പ്രശ്നങ്ങളെയൊക്കെ സോൾവ് ചെയ്യത്തക്ക വിധത്തിലെ മെക്കാനിസത്തിലേക്ക് അത് വളർന്നിട്ടുമുണ്ട് ലോകവ്യാപകമായിട്ട്. എന്നാൽ ഇസ്ലാമിന്റെ അവസ്ഥ എന്താ? ഈ കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ അലിയാർ കാസിമിയുടെ ഒരു പ്രസംഗം കിടപ്പുണ്ട്. ഒസാൻ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, ഈ ക്ഷൗരക്കാരായ ആളുകൾ, മുടി മുറിക്കുന്നത്. ഇവരെ പള്ളി കമ്മിറ്റി ഷോ കോസ്റ്റ് നോട്ടീസ് കൊടുത്ത് പുറത്താക്കിയിരിക്കുന്നു. എവിടുന്നാ? ചങ്ങനാശ്ശേരി ഈ പള്ളിയിൽ നിന്ന്. ക്രിസ്ത്യാനിറ്റിക്കകത്ത് വിഭാഗീയതയുണ്ട്, വംശീയതയുണ്ട്, പ്രശ്നങ്ങളുണ്ട്. പക്ഷെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ലോകത്തേത് പള്ളിയിലും ഏതൊരാൾക്കും പ്രവേശിക്കാം. മുസ്ലിമിനും വരാം, ക്രൈസ്തവന്റെ പള്ളിയിൽ മുസ്ലിമിനും വന്നവരിക്കാം. ഹോമം കൊണ്ട് വന്നാൽ നോക്കുന്നുള്ളേ ഉള്ളൂ, അല്ലാതെ പ്രശ്നമൊന്നുമില്ല. ഒരു ഹിന്ദുവിന് അതേ രൂപത്തിൽ അവിടെ കയറിയിരിക്കാം, ഞങ്ങളുടെ ചർച്ചിൽ കയറിയിരിക്കാം, ഒരു തടസ്സവും അവിടെ ഇല്ല, ഒരു പ്രശ്നവും ഞങ്ങൾ ഉണ്ടാവില്ല. അവർക്ക് സ്വാഗതം, നിങ്ങൾക്കെല്ലാം സ്വാഗതം. ഇതാണോ സുന്നിയുടെ ചർച്ചിൽ ഷിയ കയറുവോ? ഷിയയുടെ ചർച്ചിൽ സുന്നി അനുവദിക്കുവോ? സലഫികളും സുന്നികളും തമ്മിൽ വേറിട്ട ചർച്ചകളല്ല. എന്തിനാ സലഫി പള്ളി എഴുതി വെക്കുന്നില്ല? അവനെ കയറാവൂ. ഇതല്ലേ സംഭവം. ഇവിടെയാണ് നിങ്ങൾ ഈ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക തുല്യനീതി, സാമ്പത്തിക നീതി, ഇതൊക്കെ എവിടെയാണ്? ഇത് ഏത് ഭാവനയുടെ ലോകമാണ് ഈ പറയുന്നത്? ഉട്ടോപ്യൻ ആശയങ്ങളുമായിട്ട് വന്നിരിക്കുകയാണോ ജനാധിപത്യ ലോകത്ത്? ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ സാറേ. ഞാൻ അതിൽ നിന്ന് ചില ഭാഗം കൂടെ ഒന്ന് വായിച്ചോട്ടെ. ഇവിടെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ചില കാര്യം. ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി, കുഞ്ഞി മുഹമ്മദ് പരപ്പൂർ, അതിലെ പേജ് നമ്പർ 20 ഞാൻ വായിക്കുന്നത്. ദൈവിക ഗ്രന്ഥവും മനുഷ്യ ചരിത്രവും ഖുറാന്റെ വെളിച്ചത്തിൽ. അതിൽ എഴുതിയിരിക്കുന്നത്, പിഴച്ചുപോയവർ എന്നതുകൊണ്ട് ഇവിടെ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിനെ ദൈവപുത്രനായും പൗരോഹിത്യത്തെ മതത്തിന്റെ അടിത്തറയായും ചെയ്ത ക്രിസ്ത്യാനികളെയാണ്. എങ്ങനെ ഇരിക്കും എൻ്റെ മുസ്ലിം സഹോദരങ്ങളെ? നിങ്ങളുടെ പുസ്തകത്തിൽ പിഴച്ചുപോയവർ, അത് ഞങ്ങളുടെ ഒരു പുസ്തകത്തിൽ പിഴച്ചുപോയവർ മുസ്ലിങ്ങളാണെന്ന് എഴുതി വെച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ എഴുതിയവൻ്റെ കൈവെട്ടില്ലേ? ഇവിടെ എഴുതിയിരിക്കുന്നത് പിഴച്ചുപോയവർ എന്നതുകൊണ്ട് ഇവിടെ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിനെ ദൈവപുത്രനാക്കുകയും പൗരോഹിത്യത്തെ മതത്തിന്റെ അടിത്തറയാക്കുകയും ചെയ്ത ക്രിസ്ത്യാനികളെയാണ്. അപ്പോൾ ക്രിസ്ത്യാനികൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഇസ്ലാം മതത്തെ എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? ഞങ്ങളൊക്കെ നിങ്ങളെ എന്തും വേണ്ടി ബഹുമാനിക്കുന്നവരാ, ഞങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ കാര്യത്തിൽ ഉള്ളിൽ ഭയങ്കര ആശയാന്നൊക്കെ പറയുന്നവരൊക്കെ ഇദ്ദേഹത്തോടൊക്കെ ഒന്ന് ചോദിക്കണം, ഈ പിഴച്ചു പോയവർ എങ്ങനെ ക്രിസ്ത്യാനികളായി? എന്നിട്ട് വേണം ഇവിടെ വന്നിരുന്ന് ഈ റൂമിൽ കയറി വന്നിരുന്നുണ്ട് ഈ റൂമിൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് ചോദ്യം ചെയ്യുന്ന സഹോദരങ്ങൾ ഇതൊക്കെയൊന്ന് വായിക്കണം. പേജ് നമ്പർ 54. നബിക്ക് മുമ്പ് അറബികൾ സാഫയിലും മർവയിലും വിഗ്രഹങ്ങൾ വെച്ച് പ്രതിഷ്ഠിച്ച് പൂജ നടത്തിയിരുന്നു. വിഗ്രഹാരാധനയുമായുള്ള ഈ ബന്ധം നിമിത്തം സഫ മർവയിൽ പ്രദക്ഷിണം നടത്തുന്നതിൽ മുസ്ലിങ്ങൾക്ക് മനപ്രയാസം തോന്നിയിരുന്നു. ഇതൊക്കെ നിങ്ങളുടെ പുസ്തകത്തിൽ കിടപ്പുണ്ട്.
ഇതിനകത്തെല്ലാം ഞാൻ എൻ്റെ കയ്യിൽ ബുക്ക് ഇരിപ്പുണ്ട്. ഇതിനകത്ത് ഏകദേശം 400 ഭാഗങ്ങളിൽ കമൻട്രികൾ കൊടുത്തിട്ടുണ്ട്. ആ കമൻട്രികളിൽ ഓരോന്നാണ് ഞാൻ ഈ വായിക്കുന്നത്. ഇതിനകത്ത് കമൻട്രികൾ വായിച്ചാൽ ഒന്നുകിൽ നിങ്ങൾ ഞാനൊരു മുസ്ലിം ആയിരുന്നെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് ഇങ്ങനൊക്കെ പറഞ്ഞെങ്കിൽ എൻ്റെ മതത്തെക്കുറിച്ച് പറഞ്ഞെങ്കിൽ ഞാൻ വാളെടുക്കുമായിരുന്നു. പക്ഷേ കർത്താവ് ഞങ്ങളോട് പറഞ്ഞത് വാൾ ഉറയിലിടുക. കാരണം വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. അന്യനെ സ്നേഹിക്കണം, ശത്രുവിനെ സ്നേഹിക്കണം, അവന് വിശക്കുന്നെങ്കിൽ തിന്മാൻ കൊടുക്കണം. ഞങ്ങളുടെ യേശുവിനെ നിങ്ങൾ എടുത്തിട്ട് ഇതുപോലെ അലക്കാനേ, നിങ്ങളുടെ മുഹമ്മദിനെ അലക്കുമ്പോൾ നിങ്ങൾക്ക് കൊള്ളുന്നുണ്ടല്ലേ, യേശുവിനെ അലക്കുമ്പോൾ ഞങ്ങൾക്ക് കൊള്ളില്ല. കാരണം യേശുവുമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ യേശു തീർത്തോളും. ഇവിടെ പറയുന്ന വേറൊരു കാര്യം കൂടെ ഞാൻ മുസ്ലിം സഹോദരങ്ങളോട് പറയട്ടെ. പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം പറയുന്നവനെ ഈ ഭൂമിയിലും വരുവാനുള്ളതിലും ശിക്ഷയുണ്ടെന്ന് പറയുമ്പോൾ, നിങ്ങൾ ആക്ഷേപിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ആക്ഷേപിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിലും വരുവാനുള്ളതിലും ദൈവശിക്ഷയുടെ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. യേശുവിനെ കുറിച്ച് പറയുമ്പോഴും പൂളിക്കണം. നിങ്ങൾക്ക് സർവസൃഷ്ടാവാകുന്ന നിങ്ങളുടെയും ഞങ്ങളുടെയും ദൈവമാകുന്ന യേശുവിനെയാണ് നിങ്ങൾ കുറ്റപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നത്. പ്രതിഫലം ഉണ്ടാകുമോ? ഉണ്ടാകും. കുറിച്ചു വെച്ചോളൂ. കൊടുത്തോട്ടം പാസ്റ്ററെ, കൊടുത്തോട്ടം പാസ്റ്റർ മുമ്പ് ഒരു പ്രസ്താവന ഇപ്പൊ പറഞ്ഞു, അതിനെ പറ്റി ഒന്ന് ചോദിക്കാൻ വേണ്ടി. മെഹറീഷിന് ചോദിക്കാൻ ഒരു അവസരം കൊടുക്കട്ടെ. മെഹറീഷിനെ ഒന്ന് ഇവിടെ ഉണ്ടോ പാസ്റ്റർ? ഇവിടെ ഉണ്ടോ കൊടുത്തോട്ടം പാസ്റ്റർ? ഹലോ, മെഹറീഷിനെ അടുത്ത റൂമിൽ വരട്ടെ ചോദിക്കാൻ. കൊടുത്തോട്ടം പാസ്റ്റർ ഇവിടെ ഉണ്ടോ? മൈക്കിലുണ്ടോ? ഇപ്പൊ സംസാരിക്കുന്ന ആരാ? ഇപ്പൊ വേണ്ട, അടുത്ത റൂമിലേക്ക് വരും. വേണോ പാസ്റ്ററെ? ഇനി വേണോ പാസ്റ്ററെ? കൊടുത്തോട്ടം പാസ്റ്ററെ? കൊടുത്തോട്ടം പാസ്റ്റർ നരേഷൻ വെച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അതായത് അല്ലല്ല, പള്ളികളിൽ അതെവിടെ എഴുതി വെച്ചാണെന്ന് പറഞ്ഞാൽ അല്ലല്ല, ഫിജ് ആദ്യം താഴെ ഇരിക്ക്, അടുത്ത റൂമിൽ വാ. ഫിജിനെ വന്നിട്ട് ഏതെങ്കിലും ചോദ്യം ചോദിച്ചിട്ട് ഇറങ്ങിപ്പോനല്ലേ, തെളിവൊന്നും പറയാതെ. അച്ഛൻ കുഞ്ചായ, എൻ്റെ കൂടെ ബെഹറിൽ ജോലി ചെയ്യുമ്പോൾ ഒരു പാകിസ്ഥാനി മുസ്ലിം സഹോദരനുണ്ട്. ഞാനുമായിട്ട് നല്ല സ്നേഹബന്ധത്തിലാണ്. ഒരിക്കൽ ഇങ്ങനെ ഞങ്ങൾ സ്നേഹസംവാദങ്ങൾ നടക്കുമ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇച്ചിരി വെള്ളം വേണം. ഞാൻ പറഞ്ഞ്, ദേ അവിടെ ഇരിക്കുന്നു, അവൻ്റെ നിന്ന് വാങ്ങിയിട്ട് എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നോട് ചെവിയിൽ പതുക്കെ പറയുക, അവൻ ഷിയായാണ്, പന്നിയെ ഇറക്കുന്ന വീട്ടിൽ നിന്നും വെള്ളം കുടിക്കാം, പക്ഷെ ഒരു ഷിയയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കരുത്. അപ്പം ഞാൻ പറഞ്ഞു, എന്ത് വൈരാഗ്യമാണ് ഒരു മുസ്ലിം ഷിയായോട്, ഒരു സുന്നി എന്ന് പറയുന്ന ഒരു നീ കാണിക്കുന്ന എന്ത് വൈരാഗ്യമാ. അവർ പറയുന്നത് ഞങ്ങൾ ഇവരെ കണ്ടാൽ കാണുന്നിടത്ത് വെച്ച് കൊല്ലും. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയാകുന്ന എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിച്ചു കുടിക്കാം, പന്നിയെ ഇറക്കുന്ന വീട്ടിൽ നിന്നും വെള്ളം കുടിക്കാം, സുന്നി ഷിയായുടെ വീട്ടിൽ കയറി വെള്ളം കുടിക്കാൻ പാടില്ല. എന്താ നിങ്ങളുടെ മനസ്സിന്റെ വൈരാഗ്യം? ആരാ നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും തീരാത്ത വൈരാഗ്യം കുത്തിക്കയറ്റി? അല്ല സഹോദര, ഞാന് ഇങ്ങോട്ട് മാറ്റി വെച്ചില്ലെങ്കിൽ അത് കേൾപ്പിച്ചേനെ. ആരാ ബാലുശ്ശേരി പറയുന്നത് ഞാൻ കേൾപ്പിച്ചേനെ. അതായത് നിരീശ്വരവാദി എന്ന് വേണമെങ്കിൽ ആഹാരം വെള്ളം കുടിക്കാം. ഇവിടെ കാറ്റ് പോലും ഏർക്കരുതെന്ന സുന്നികളുടെ. കാറ്റ് വന്ന അവർ നിൽക്കുന്ന ഭാഗത്തുനിന്ന് വരുന്ന കാറ്റ് അപ്പൊ തന്നെ മാറിപ്പോണോ? ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. എൻ്റെ കൂടെ ജോലി ചെയ്തൊരു പാകിസ്ഥാനി പറഞ്ഞ എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. ഷിയാടെ വീട്ടിൽ കയറി വെള്ളം കുടിക്കുന്നതിനെക്കാട്ടി നല്ലത് പന്നി ഇറക്കുന്ന വീട്ടിൽ പോയി വെള്ളം കുടിക്കണമെന്ന്. എന്തൊരു വൈരാഗ്യമാണ് ഇവരുടെ ഉള്ളിലെന്നറിയോ? എന്നിട്ട് ഇവിടെ വന്നിരുന്നോണ്ട് പോട്ടെ. ഓക്കെ, നമുക്ക് അടുത്ത റൂമിലേക്ക് നമുക്ക് അവരെല്ലാം വരട്ടെ. അടുത്ത റൂമിൽ വന്നിട്ട് അവർക്ക് സംസാരിക്കാൻ കഴിയുന്ന മോന് വന്ന് സംസാരിക്കാം, ഫിജിന് വന്ന് സംസാരിക്കാം. ബഹളം ഉണ്ടാക്കാനല്ല, മാന്യമായി സംസാരിക്കാൻ വിളിക്കുമ്പോൾ തോന്നുന്നതെല്ലാം വിളിച്ചു പറഞ്ഞ് പ്രസംഗം നടത്തുന്നതല്ല. അതുകൊണ്ടാണ് ഇത്രയും സമയം അനിൽ പാസ്റ്ററും അതുപോലെ തന്നെ വർഗീസ് സാറൊക്കെ സംസാരിക്കേണ്ടി വന്നത്. മാന്യമായി സംസാരിക്കാൻ വരൂ. എന്ത് മാന്യതയാണെന്ന് ചോദിക്കും. അതെ, നിങ്ങളുടെ ഗുരുവിനില്ലാത്ത മാന്യത നിങ്ങൾ കാണിക്കാൻ ഒക്കുമോ? ഒക്കത്തില്ല. ശരി, നമുക്ക്
നമുക്ക് പ്രാർത്ഥിച്ച് എന്ത് ചെയ്യാം? ജോ പാസ്റ്ററെ പ്രാർത്ഥിക്കാമോ? ഉണ്ടോ ഇവിടെ? ഉണ്ട്. ആ പരിശുദ്ധനായ പ്രാർത്ഥിരു സ്വർഗീയ നമുക്ക് ഞങ്ങളുടെ പിതാവേ, സ്തോത്രം. നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവേ, പ്രഭാത സമയം വരെയും കർത്താവെ ഞങ്ങൾ ദൈവജനവുമായി സത്യവചനവുമായി ഞങ്ങളോട് സംസാരിക്കുവാൻ, അവരുടെ ഇരുട്ടിനെ മാറ്റുവാൻ, അന്ധകാരത്തിലേക്ക് വെളിച്ചം വീശുവാൻ, ദൈവജനങ്ങളെ പ്രസ്താവിക്കുവാനൊക്കെ പ്രിയ ദൈവദാസന്മാരൊക്കെ കർത്താവ് ഉപയോഗിച്ചല്ലോ. ഞങ്ങളിപ്പോൾ ഇതിന്റെ പ്രവൃത്തി അവസാനിപ്പിക്കുമ്പോൾ ഈ കേട്ടവരുമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം, അനേകരെ സത്യത്തിലേക്ക് നയിക്കുവാൻ ഇടയാകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 558 ദിവസം ഈ 5 മണിയായ സമയത്ത് കർത്താവെ ഞങ്ങൾ പിരിയുമ്പോൾ ദൈവ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടാകണം. പ്രാർത്ഥന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ ആമേൻ ആമേൻ. നമുക്ക് അടുത്ത റൂം ഞാൻ 6 മണിയാകുമ്പോൾ ഇടുന്നുണ്ട്. 6 മണിക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ പ്രിയ കൂട്ടുകാരൻ മെഗരീഷും അതുപോലെ ഫിഗയൊക്കെ വന്നാൽ മാന്യമായി സംസാരിക്കുന്നത്, അല്ലാതെ എന്തെങ്കിലും വായി വരുന്ന വിളിച്ചു പറയുന്നതിന്റെ ഗതികേടാണ്. ആരും ഇവിടെ മുഹമ്മദിനെ ഇന്നത്തെ ദിവസം കൂടുതലൊന്നും പറഞ്ഞില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ മുഹമ്മദിനെ പറയിക്കാൻ വേണ്ടി മാത്രം വരരുത്. അത് ചോദിക്കുന്നതിന് ചോദ്യവും അങ്ങോട്ടും ഇങ്ങോട്ടും ആൻസർ ആണെങ്കിൽ സംസാരിക്കാം. അല്ലാതെ എന്തെങ്കിലും പറയുന്ന വായു തോന്നുന്നതൊക്കെ വിളിച്ചു പറയുമ്പോൾ, അതായത് ഖുറാനകത്തും ഹദീസുകളിലും തഫ്സീറുകളിലും സീറയിലും അങ്ങനെ കർമ്മ പുസ്തകങ്ങളിലുള്ളതൊക്കെ എടുത്ത് പിന്നെ ആൾക്കാർ പറയാൻ തുടങ്ങും. അപ്പൊ അത് വിഷമമായി തോന്നും. അപ്പൊ അതിന് ഇടവരുത്താതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് പറഞ്ഞുകൂടെയോ? സത്യസന്ധമായിട്ടും നിർമ്മലതയോടും കൂടി. ഇസ്ലാം വളരുന്നുവെങ്കിൽ വളരട്ടെ. സത്യസന്ധത വളരുന്നതിനകത്ത് നമുക്ക് യാതൊരുവിധ പ്രയാസവുമില്ല. അതുകൊണ്ട് കടന്നു വന്നതായ എല്ലാ എൻ്റെ പ്രിയപ്പെട്ട കർത്തൃദാസന്മാർക്കും ദാസിമാർക്കും അതുപോലെ സഹോദരങ്ങൾക്കും സ്നേഹിതന്മാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അനിൽ പാസ്റ്ററേയും അതുപോലെ വർഗീസ് സാറിനെയും മറ്റേ കടന്നു വന്ന് സംസാരിച്ചതായ എല്ലാവരെയും സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്യട്ടെ? ഹലോ, എന്ത് ചെയ്യുന്നു?